2022 റിലീസായ ബെറ്റർ ലൈ ദാൻ എ ട്രൂത്ത് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ മൂവിനെ കാണിച്ചുകൊണ്ടാണ്. മൂതി ശരീരത്ത് അങ്ങിങ്ങ് മുറിവുകളായിരുന്ന പിയാനോ പ്ലേ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേ സമയം തന്നെ അവൻ ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ട വളരെ ഹോണ്ടഡ് ആയിട്ടുണ്ടല്ലേ. അതേ കണക്ക് അവിടെ എന്തൊക്കെയോ രൂപങ്ങളെയും നമുക്ക് കാണാം. കുറച്ചു നേരം പിയാനോ പ്ലേ ചെയ്ത ശേഷം അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹോണ്ടഡ് ആയിട്ടുണ്ടായിരുന്ന ആ സെറ്റപ്പ് ഒക്കെ മാറുന്നു. ഒരാളെത്തി അവന് കോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു. അവൻ അവന്റെ മുഖത്ത് മുറിവുകൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മേക്കപ്പ് മായ്ച്ചു കളയുന്നു. അവൻ നേരെ ഓഡിയൻസ് തിങ്ങി നിറഞ്ഞിരുന്ന ഒരു വേദിയിലേക്ക് എത്തി പ്രസംഗം തുടങ്ങുന്നു. അവനൊരു കമ്പനിയുടെ സിഇഒ ആണ്. അവരുടെ കമ്പനി പുതുതായി ഇന്നോവേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അവൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. പ്രോഡക്റ്റ് എന്നോ സർവീസ് എന്നോ പറയാം, കാരണം അത് രഹസ്യ തീമിലുള്ള ഒരു കോൺഫറൻസ് റൂം സെറ്റപ്പ് ആണ്. അവിടെ ഒരു കോൺഫറൻസ് നടക്കുന്നു എന്നത് പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പ്. ആ ഒരു പുതിയ കോൺസെപ്റ്റിന്റെ ലോഞ്ച് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവനെ ഒരു കൈ വന്ന് പിടിക്കുന്നു. ആ കൈ കണ്ടാലേ പേടിയാവും. ആരുടെ അപ്പ ഈ കൈ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ മുഖം കാണുമ്പോൾ പേടിയാവും, കാരണം അതൊരു പ്രേതമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു രൂപം തന്നെ തൊടുന്നത് കണ്ടിട്ടും മൂവന് ഒരു പേടിയില്ല. ആക്ച്വലി അത് പ്രേതമല്ല എന്ന് അവനറിയാം. കൂടാതെ ഇവന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. എന്തായാലും ആ തൊട്ട രൂപം പെട്ടെന്ന് മുഖംമൂടി മാറ്റുമ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നത്. അതൊരു സാധാരണ പെൺകുട്ടിയല്ല, അവൾ നമ്മുടെ കഥാനായികയായ നിയാനാണ്. എന്നെ മനസ്സിലായില്ലേ, ഞാൻ നിയാനാണ്. എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന മാഗസിനിലേക്ക് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ വേണം, തരുമോ എന്നെല്ലാം അവള് ചോദിക്കുമ്പോൾ അവൻ അവളെ കണ്ട ഭാവമില്ലാതെ അവിടെ നിന്ന് പോവാനായി തുടങ്ങുന്നു. അവൾ പിറകെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് അവൾക്ക് സാധിക്കുന്നില്ല. അവൾ താഴെ വീഴുകയാണ്. അവൻ എന്നിട്ട് പോലും അവളെ മൈൻഡ് ചെയ്യാതെ ഒരു പോക്ക് അങ്ങ് പോയി. ആക്ച്വലി ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഹൈസ്കൂളിൽ. ഇപ്പൊ ഞാൻ ഒരു മാഗസിനില് റിപ്പോർട്ടറായി വർക്ക് ചെയ്യുന്നു. അവൾക്കാണെങ്കിൽ ഫോറിനിൽ പോയി അവളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു ജോലിക്കൊപ്പം അവൾക്ക് ഫോറിനിലേക്ക് പോയി അവൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ അവൾക്ക് പ്രൊമോഷൻ കിട്ടണം ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന്. അതിനായിട്ട് അവൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും ചെയ്യണം. അതിനായിട്ടാണ് അവൾ വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി എന്ന് കേട്ടുകേൾവിയുള്ള മൂവിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി ഒരു അവസരം തപ്പി നടക്കുന്നത്. ആക്ച്വലി അവളുടെ ക്ലാസ്മേറ്റും കൂടി ആയതുകൊണ്ട് അവൾക്കൊരു അവസരം കിട്ടുമെന്ന് അവൾ പ്രതീക്ഷയെങ്കിലും അമ്മാതിരി ഒരു ഇൻസൾട്ടിംഗ് ആണ് അവൾക്ക് ഇവിടെ നേരിടേണ്ടി വന്നത്. ആകെപ്പാടെ നിരാശ. ഞാൻ പറഞ്ഞിരുന്നില്ല ഇവൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പേഴ്സണാലിറ്റി ആണെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാര്യം കണ്ടോ, തന്റെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫയൽ എടുക്കുന്ന മൂവിന്റെ കൈ തട്ടി അവിടെ ഒരു ബൗളിൽ ഇട്ട് വെച്ചിരിക്കുന്ന മീൻ താഴെ വീഴുന്നു. പറയണ്ടല്ലോ, ബൗളും ചിന്നിച്ചെത്രയും മീനും വെള്ളമില്ലാതെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് ഒരു ഭാവവ്യത്യാസവും ഒരു മനസാക്ഷിയോ ഒരു കരുണയോ ഇല്ലാതെ അവൻ ദേ മാറിപ്പോയിരിക്കാണ്. ഭാഗ്യവശാൽ മോന്റെ പിയെ അവിടേക്ക് കറക്റ്റ് സമയത്ത് എത്തുന്നത് കൊണ്ട് മീനെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് മാറ്റി അതിനെ രക്ഷിക്കുന്നുണ്ട്. പിയെ എന്തോ ഈ കാണിച്ചെന്നുള്ള മട്ടില് മോനെ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഒരുമാതിരി വെച്ച് കെട്ടിയ കണക്ക് ഒരു ആർട്ടിഫിഷ്യൽ ചിരിയോടുകൂടി കോൾ അറ്റൻഡ് ചെയ്ത് അവൻ സംസാരിക്കുകയാണ്. കാരണം വിളിച്ചിരിക്കുന്നത് അമ്മയാണ്. അമ്മ വിളിച്ച് വൈകിട്ട് അവൻ വരുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാനായി വാങ്ങിച്ചോണ്ട് വരേണ്ട ഒരു ഭക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് കേൾക്കുന്നവൻ വാങ്ങിച്ചോണ്ട് വരാമെന്ന് അതേ വെച്ച് കെട്ടിയ ചിരിയോടുകൂടി സംസാരിച്ച് കോള് കട്ട് ചെയ്ത അടുത്ത നിമിഷം തന്നെ അവന്റെ ചിരിയൊക്കെ മാറി വീണ്ടും മറ്റേ വീർപ്പിച്ച് കെട്ടിയ ആ ഒരു മുഖമാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് അവൻ ഉണ്ടാക്കിയ ആ ഒരു ചിരിയുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഇപ്പോൾ ദേ പി അവന് പറഞ്ഞു കൊടുക്കാണ്. ചിരിക്കുമ്പോ ചുണ്ട് കുറച്ചുകൂടെ ഇങ്ങനെ വൈഡ് ആവണം, കൂടാതെ പിരികം ദേ ഇത്രയ്ക്ക് അങ്ങ് പൊക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ മുന്നിൽ ഓരോ ഫീലിംഗ്സിനും ഏതൊക്കെ ടൈപ്പ് എക്സ്പ്രഷൻ ആണ് ഫേസിൽ വരുത്തേണ്ടത് എന്ന രീതിയിൽ അവൻ അത് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മൾ മനുഷ്യര് ഇതേപോലെ ഇമോഷൻസ് മുഖത്ത് പ്രകടിപ്പിക്കുക മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ കാണിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് സഹജീവികളോട് കരുണയുള്ളവരാണ് മനുഷ്യര്. ഇപ്പൊ തന്നെ മീൻ താഴെ വീണിട്ടും സാർ ഒന്നും നോക്കാതെ പോയില്ലേ, പക്ഷെ പൊതുവെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, മീനിനോടും ഒരു കെയർ ഒക്കെ കാണിക്കണം എന്നിങ്ങനെ പി എ പറയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇമോഷൻ ഒന്നും മുഖത്ത് പ്രകടിപ്പിക്കാൻ അറിയാത്ത, അത് പ്രാക്ടിക്കൽ ആക്കാൻ അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥ ഉള്ള ആളാണ് മൂ എന്ന കാര്യം. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ബലം പിടിച്ചിരിക്കുന്നതും ഇപ്പൊ തന്റെ കാര്യം അറിയാവുന്ന പി എയുടെയും മറ്റു ബുക്കുകളുടെ സഹായത്തോടെ അവൻ ബെറ്റർ ആവാനായി നോക്കുന്നത്. എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞ ശേഷം അന്നത്തെ അവന്റെ ഷെഡ്യൂൾ പി എ പറയാണ്. ഒരു പാർട്ടിയുടെ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ മൂന്ന് വൈനൊന്നും കുടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് താൻ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പി എ അതേ പാർട്ടിയിൽ തന്നെ മൂവിന്റെ ഇന്റർവ്യൂവിനായി നടക്കുന്ന നിയാൻ എത്താൻ ചാൻസ് ഉണ്ടെന്നും നിയാൻ ഇന്റർവ്യൂവിന് വേണ്ടി മുന്നേ നേരിൽ കണ്ട് ചോദിച്ചത് കൂടാതെ ഒരുപാട് മെയിലുകൾ ദിവസവും അയക്കുന്നുണ്ടെന്നും റിജക്ട് ചെയ്തിട്ടും അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെല്ലാം ഒരു ചാൻസ് കൊടുത്തൂടെ എന്നുള്ള രീതിയിൽ പി എ പറഞ്ഞു വരുമ്പോൾ അതിലൊട്ടും ഇൻട്രസ്റ്റ് കാണിക്കാതെ മൂ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് ട്രൈ ചെയ്ത് ഒടുക്കം ഒരു പാർട്ടിയിൽ വെച്ച് മൂവിനെ കാണാനായിട്ടുള്ള ഒരു അവസരം നിയാന് ലഭിക്കുന്നു. പക്ഷെ അവിടേക്ക് പോകുന്നതിന് മുന്നേ അവൾക്ക് അവിടേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് അവളുടെ ഫ്രണ്ട്, അതായത് അവളുടെ ഒരു കൊളീഗ് തന്നെയാണ്, അവർ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. മൂവിന്റെ ഇന്റർവ്യൂവിലൂടെ നിയാന് കിട്ടുന്ന അതേ പ്രൊമോഷൻ ഈ ഒരു കൊളീഗും നോട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിയാനെ ഓവർടേക്ക് ചെയ്ത സന്തോഷത്തിൽ ആ ഒരു ഇൻവിറ്റേഷൻ
പിടിച്ചുകൊണ്ട് അതിന് പോകാനായി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് എത്തുന്ന നിയാന്റെ ബോയ് ഫ്രണ്ട് എന്ന് പരിചയപ്പെടുത്തുന്ന ഗുവാൻ അവളെ അകത്തേക്ക് അവന്റെ ഇൻവിറ്റേഷനും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇത് കണ്ട് കൊളീഗിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അകത്ത് അവള് നിൽക്കുമ്പോ നിങ്ങള് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട് വാ ഉടനെ വിവാഹിതരാവും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞ അങ്ങനെ തോന്നുന്നില്ല, ഏതാണ്ട് ഫ്രണ്ട്സ് കണക്കുണ്ട് എന്നൊക്കെ കൊളീഗ് പറയുമ്പോ ബോയ് ഫ്രണ്ടിനും ഇടയിൽ ഒരു വാക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നും അല്ലെന്നല്ല അവനും തിരിച്ച് കൗണ്ടർ അടിക്കുന്നു. ഈ സമയത്താണ് നിയാന്റെ ഫോണിലേക്ക് മൂവിനെ ഇന്റർവ്യൂ എടുക്കാനുള്ള കാര്യത്തെ പറ്റി പിയുടെ അടുത്ത് മെസ്സേജ് വരുന്നത്. അത് കണ്ട് അവൾ വളരെ എക്സൈറ്റഡ് ആകുമ്പോൾ കൊളീഗിന് അസൂയ സഹിക്കുന്നേ ഇല്ല. ഞാനാകട്ടെ ഇന്റർവ്യൂവിന്റെ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് നിന്നിട്ടും അവൾ ഡ്രിങ്ക്സ് മിക്സ് ചെയ്യാത്ത ജ്യൂസ് ആണ് കുടിച്ചുകൊണ്ടിരുന്നത്, അതായത് കള്ള് മിക്സ് ചെയ്യാത്ത ജ്യൂസ്. പക്ഷെ ഈ കൊളീഗ് മനഃപൂർവ്വം കള്ള് മിക്സ് ചെയ്ത ജ്യൂസ് അവളുടെ ജ്യൂസിന് പകരം മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ അത് അറിയാതെ ഞാൻ എടുത്ത് കുടിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ അത് കുടിച്ച് അവൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട്. ഇതേ സമയം ഇന്റർവ്യൂവിന് വേണ്ടി അവൾ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്ന മോ അവളെ പറഞ്ഞ സമയത്തും കാണാതെ നേരെ അവളെ അങ്ങോട്ട് അന്വേഷിച്ചു പോവാണ്. ഈ സമയത്ത് അവനെ കാണുന്ന ഞാൻ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നതിന്റെ പുറത്ത് ആ പാർട്ടിയില് പ്രോഗ്രാം നടത്തുന്നതിന്റെ ഭാഗമായി വെച്ചിരുന്ന മൈക്ക് എടുത്ത് മൈക്കിലൂടെ അവനോട് ഉറക്ക സോറി പറയാണ്. ദേ നോക്ക്, പണ്ട് നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന സമയത്ത് നീ എനിക്ക് എഴുതി തന്ന ലവ് ലെറ്റർ നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതെല്ലാം വട്ടവിട്ടു എന്നത് ശരിയാ, പക്ഷെ എല്ലാവരെയും അത് കാണിച്ച് നിന്നെ നാണം കെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നിങ്ങനെ അവളെ ഉറക്ക വിളിച്ച് പറയുമ്പോ അവന്റെ മനസ്സിലൂടെ പോകുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഇവൻ എഴുതി കൊടുത്ത ലവ് ലെറ്ററിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളെല്ലാം അവള് വട്ടമിട്ട് വെച്ചതും അത് പിന്നീട് നോട്ടീസ് ബോർഡിൽ പിൻ ചെയ്ത് വെച്ചപ്പോ മറ്റുള്ളവർ അത് കണ്ടിവനെ കളിയാക്കിയതൊക്കെ. ഇതേ കണക്കൊരു സിറ്റുവേഷൻ നമ്മളിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന യസ്മി എന്ന മൂവി മാനിയ സീരീസിലെ ഡ്രാമയിലുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിലൂടെ വേണ്ട ഈ ഡ്രാമ കഴിഞ്ഞിട്ട് ആ ഡ്രാമ കാണാൻ മറക്കല്ലേ. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് ഓർത്തും ഇപ്പൊ വിളിച്ചു കൂവുന്ന ഓർത്തും അവൻ ഇങ്ങനെ സ്റ്റണ്ണായി നിൽക്കുമ്പോ വേഗം തന്നെ പിയെ ഓടിച്ചെന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാണ്. ഈ സമയത്ത് ടെൻഷൻ കയറിയ നമ്മുടെ മൂ പെട്ടെന്ന് കുടിക്കാനുള്ള പരവേശത്തില് കയ്യിൽ കിട്ടിയ ഗ്ലാസ് എടുത്ത് കുടിക്കുന്നു. ഗ്ലാസ് അല്ല അതിനകത്തുള്ളത്. എന്തായാലും അതിനകത്തുള്ളത് എന്തായിരുന്നു? വെറും ജ്യൂസ് അല്ലായിരുന്നു, മറിച്ച് ഡ്രിങ്ക്സ് മിക്സ് ആക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുടിക്കുന്നവന് ആകെ പാടെ ഒരു കിറുക്കം. അല്ലെങ്കിലും ഈ ഡ്രിങ്ക്സ് അടിച്ച് നല്ല ശീലമുള്ളവർക്ക് അത് ഓക്കെ ആയിരിക്കാം, പക്ഷെ ശീലം ഇല്ലാത്തവര് വളരെ ശകലം കുടിക്കുമ്പോ തന്നെ ഇമ്മാതിരി പരുവത്തിലാവും. എന്തായാലും ഡ്രിങ്ക്സ് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ രണ്ടുപേർക്കും. പിന്നീട് അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിന്റെ ഇടയിൽ ഫോൺ എടുക്കാനായിട്ട് കൈയിട്ട് തപ്പുന്ന നമ്മുടെ കഥാനായിക നിയാൻ ആരുടെയോ തലയിലാണ് കൈ ചെന്ന് വെക്കുന്നത്. അവൾ ഒരു ഞെട്ടലില് ആരടാ അതെന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് അവിടെ അവൾ മൂവിനെ കാണുന്നത്. അവള് ഞെട്ടിപ്പടഞ്ഞ് എണ്ണിക്കുമ്പോഴേക്കും അവിടെ ഉറക്കമായിരുന്ന മൂവും എണ്ണിക്കുന്നു. അവനും ഇവളെ ഈ ഒരു കോലത്തിൽ തന്റെ അടുത്ത് കണ്ട് ആകെ പാടെ പേടിക്കുമ്പോഴേക്കും അവൾ അത് പിന്നെ ഇന്നലെ എന്താ നടന്നെന്ന് എനിക്കൊരു ഓർമ്മയില്ലാന്ന് ആണയിട്ട് പറയാണ്. അവൻ പെട്ടെന്ന് ചമ്മലില് അഴിച്ചിട്ടിരുന്ന അവന്റെ ഡ്രസ്സൊക്കെ എടുക്കാനായി പോകുമ്പോ ആ സമയത്ത് അവളുടെ ഉള്ളിലെ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ വേഗം തന്നെ ആ ഒരു സമയത്തും അവനോട് ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു അവസരം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവസരം കിട്ടിയെങ്കിലും അത് ആകെപ്പാടെ കുളമായിരുന്നല്ലോ. നിങ്ങളുടെ ആ ഒരു സീക്രട്ട് റൂം കോൺഫറൻസ് ടീമിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എനിക്ക് തന്നെ തരണമെന്ന് അവള് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് ഇവളുടെ മറ്റേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അവൻ എണ്ണിട്ട് പോകാനായി നോക്കുമ്പോ അവള് വിടാതെ പ്ലീസ് കുറച്ചു നേരം ഒന്ന് ഇന്റർവ്യൂ തന്നോടേന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൾ വിടുന്നില്ലല്ലോ എന്നോർത്ത് കലിപ്പിലിരിക്കുന്ന അവൻ അപ്പോഴാണ് കണ്ണാടിയിൽ അവന്റെ മുഖം കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അവളോട് ഒരു കാര്യം പറയുന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിനക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും ഞാൻ പറയാം. ആക്ച്വലി ഞാൻ നീ വിചാരിക്കുന്നത് പോലെ മൂവല്ല, ഞാൻ ലൂ ആണെന്ന് അവൻ പറയുമ്പോ ഇവളൊന്ന് ഞെട്ടുന്നുണ്ട്. മൂവിന് ഇരട്ട സഹോദരനായ ലൂ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി വിദേശത്തൊക്കെയല്ലേ, ചുമ്മാ എന്നെ പറ്റിക്കാനായിട്ടല്ല നീ ഇപ്പൊ ഇങ്ങനെ ആൾമാറാട്ടം നടത്തിയതായിട്ട് പറയുന്നതെന്നല്ല. ഇങ്ങനെ അവള് പറയുമ്പോ അല്ല ഞാൻ ലൂ തന്നെയാ, എനിക്കൊരു പ്രത്യേക സാഹചര്യത്തില് ഇവിടേക്ക് വരേണ്ടി വന്നതാ ഇന്നലെന്ന് അവൻ പറയുമ്പോ ഇവൾ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇവനെ താൻ പണ്ട് ലവ് ലെറ്റർ എക്സ്പോസ് ചെയ്ത് നാണം കെടുത്തി എന്നുള്ള കലിപ്പ് അവൻ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് തന്നെ ഇങ്ങനെ ഒരേ റൂമിലായി കണ്ടിട്ടും അവോയ്ഡ് ചെയ്യാനായി ഇങ്ങനെ ഓരോന്നും പറയുന്നതെന്ന്. എനിക്ക് ഇന്റർവ്യൂ തരണം, നോക്കി ഈ ഇന്റർവ്യൂ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് പ്രൊമോഷന് വേണ്ടി എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും, അതുകൊണ്ട് തരണമെന്ന് അവൾ ആവർത്തിക്കുമ്പോൾ എനിക്ക് നിന്നെ ഇതിൽ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. നീ വേണമെങ്കിൽ നിന്റെ കയ്യിലുള്ള മൂവിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുക, അപ്പൊ അറിയാലോ ഞാൻ മൂവ് അല്ല എന്നും പറഞ്ഞ് അവൻ പറയുമ്പോൾ അവൾ വേഗം ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. ഈ സമയത്ത് ആ ഒരു കോൾ മൂവിന്റെ പിയെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഇവൻ പറയുന്നത് ശരിയാണോ എന്ന് ഡൗട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്കിലേ നീ പറഞ്ഞ് എനിക്ക് മൂവിന്റെ ഇന്റർവ്യൂ ഒന്ന് ഒപ്പിച്ച് തായെന്ന് പറയുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ നമുക്കിടയിൽ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ നിന്നെ ലൈഫ് ലോങ് എന്റെ പാർട്ട്ണറായി കൂടെ മാരി ചെയ്ത് നോക്കാൻ സാധിക്കുമെന്ന് അവൻ പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല. നമുക്കിടയിൽ അതിന് ഇന്നലെ എന്ത് സംഭവിച്ചെന്നാ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് പോയേ. എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട്, ഞാൻ പുള്ളിയെ കല്യാണം കഴിക്കാൻ പോവാ, ഇന്ന് ഞങ്ങളുടെ മാരേജാ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവൾ ഒരുമാതിരി അവളെ ടെൻഷൻ ആകുമ്പോഴേക്കും അവൻ ശരി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ്. ഈ സമയത്താണ് അവൾ ഫോണിൽ ഒരു മെസ്സേജ് കാണുന്നത്. ആ മെസ്സേജിൽ അവൾ ബോയ് ഫ്രണ്ടായി ഇത്രയും നാൾ അവളുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്നു എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ഗുവ
ഗുവാൻ അവളെ തേച്ച മെസ്സേജ് ആയിരുന്നു അത്. അവന് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും ഇന്ന് രജിസ്റ്റർ ചെയ്യാനായിരുന്ന ഇവരുടെ മാരേജിൽ നിന്ന് അവൻ പിന്മാറുന്നു എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അവൾക്ക് ആകെ ടെൻഷൻ. കാരണം അവൾക്ക് വിദേശത്ത് പോകാനും മറ്റു കാര്യങ്ങൾക്കും ആ ഒരു പ്രൊമോഷൻ മാത്രമല്ല, അവൾ മാരീഡ് ആവണം എന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് അവൾക്ക് അറിയാവുന്ന, അവളെ ഇഷ്ടപ്പെടുന്നു, വിശ്വസ്തനാണെന്ന് അവൾ കരുതിയ ഗുവാനുമായുള്ള മാരേജിലേക്ക് അവൾ തയ്യാറായിരുന്നത്. ഇപ്പൊ ഇത് കാണുന്ന അവൾ ആകെ ടെൻഷനായി. അവളെ മാരേജ് ചെയ്യാമെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ അവൾ പെട്ടെന്ന് റിജക്ട് ചെയ്തിരുന്നില്ലേ. അല്ലോ, അവനെങ്കിൽ അവൻ മാരീഡ് ആവണം, എങ്ങനെ വിദേശത്ത് പോയി തന്റെ ബാക്കി സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്ന ആ ഒരൊറ്റ ചിന്തയില് അവള് വേഗം തന്നെ അവന്റെ പിറകെ ഓടിപ്പോയി നമുക്ക് കല്യാണം കഴിക്കാം, എനിക്ക് സമ്മതമാണെന്ന് അവനോട് പറയുന്നു. പെട്ടെന്ന് ഇവളിങ്ങനെ വന്ന് പറയുമ്പോ അവൻ ആകെ പടം ഞെട്ടുന്നുണ്ട്. എന്താ നിനക്ക് വട്ടാണോ എന്ന് അവൻ ചോദിക്കാണ്. കാരണം ഇന്ന് എന്റെ കല്യാണമാണ്, നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയവൾ നിമിഷ നേരത്തിലാണ് ഓന്തിനെ പോലെ നിറം മാറി വന്ന് നിൽക്കുന്നത്. അവൻ അതുകൊണ്ട് തന്നെ ആകെ ഒരു വല്ലാത്ത രീതിയിൽ അവളെ നോക്കുമ്പോ ചുറ്റിനുള്ളവര് എന്താണ് നടക്കുന്നത് എന്നത് അറിയാതെ, ഇവരുടെ ബാക്കി കാര്യങ്ങളൊന്നും അറിയാതെ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പ്രപ്പോസ് ചെയ്യുന്ന എന്ന രീതിയിൽ എൻകറേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൻ ചുറ്റിനും നിൽക്കുന്ന ആളുകളെയും അവളെയും ഒന്ന് നോക്കിയ ശേഷം അവൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് അവൻ റൂമിലേക്ക് റെഡി ആവാനായി പോകുന്ന സമയത്ത് അവൾ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ റെഡിയായി വരുന്നത് കാണുമ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവൾ വളരെ എക്സൈറ്റഡ് ആവുമ്പോൾ, ഹലോ, അതിനാര് സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചിട്ടുമില്ല, ഇനി സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവനെ തടഞ്ഞു നിർത്തി അവൾ, പ്ലീസ് എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ എന്റെ ബോയ് ഫ്രണ്ട് എന്നെ പറ്റിച്ചു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ പോവാണ്. അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് അവൻ കേൾക്കാനായി ഉറക്കെ, ആ നിനക്ക് എന്റെ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, കൊള്ളാം, നല്ല ഫിറ്റ്, വെച്ച് തയ്പ്പിച്ച പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഇവളുടെ ഡ്രസ്സ് അവൻ ഇട്ട കണക്ക് ഫോട്ടോ തന്റെ കയ്യിൽ ഉള്ളതുപോലെ അവള് ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആക്ച്വലി അങ്ങനെ ഒരു ഫോട്ടോ അവളുടെ കയ്യിലില്ല. ഇവനെ പേടിപ്പിക്കാനായി അവൾ ഒരു നമ്പർ ഇറക്കുന്നതാണ്. എന്തായാലും ആ നമ്പർ കേട്ട് അവൻ പേടിക്കുന്നുണ്ട്. എന്താ നിനക്ക് വേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ, എനിക്ക് കല്യാണം കഴിക്കണം, ഞാൻ വിചാരിക്കുന്ന പോലെ വിദേശത്തേക്ക് പോകണമെങ്കിൽ കല്യാണം കഴിച്ചേ പറ്റൂ, എന്താ കല്യാണം കഴിച്ചാലേ പാസ്പോർട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, കല്യാണം കഴിച്ചാലേ എന്റെ അമ്മ എന്നെ വിദേശത്തേക്ക് വിടൂ, അല്ലെങ്കിൽ വിടില്ല, അത് അമ്മയുടെ ഒരു വാശിയാണ്. ഇനി ഒരു പക്ഷെ ഞാൻ വിദേശത്ത് പോയി വല്ല സായിപ്പിനെ കെട്ടുവെന്നുള്ള പേടി കൊണ്ടാവാം. കൂടാതെ മൂവിനെ ഇന്റർവ്യൂ ചെയ്താലേ എനിക്ക് വിദേശത്ത് പോയി എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രമോഷനോട് കൂടിയുള്ള കാര്യങ്ങളും നടക്കൂ. എന്റെ ഈ രണ്ട് കാര്യങ്ങളും പരസ്പര പൂരകങ്ങളാണ്, രണ്ടും നടന്നേ പറ്റൂ. അപ്പോ ഇത് രണ്ട് നടക്കാനായി എന്നെ നീ സഹായിച്ചാല് എന്റെ കയ്യിലുള്ള നിന്റെ പിക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് അവള് പറയുമ്പോ, കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് ഒരു രജിസ്റ്ററിൽ മാത്രം ഒതുക്കാം, ഒന്ന് വന്ന് നിന്നാ മാത്രം മതി എന്ന് അവള് പറ്റുന്ന പോലെ എല്ലാം അവനെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാൻ നോക്കുമ്പോ ഉള്ളിൽ നല്ല ആശങ്ക വരുന്നുണ്ടെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് ഓക്കെ പറയുന്നു. കാരണം ഇതൊക്കെ കേട്ട് പേടിക്കുന്നു എന്നെങ്ങാണ് മുഖത്തുനിന്ന് മനസ്സിലാക്കിയ ഇവള് കൂടുതൽ പേടിപ്പിക്കുന്നവനറിയാം. അങ്ങനെ അവിടെ നിന്ന് വിവാഹത്തിന് സംബന്ധിച്ച സന്തോഷത്തില് പോകാനായി ഒരുങ്ങുന്ന അവൾ തിരിഞ്ഞു നിന്ന്, നിന്റെ ബ്രദറിനെക്കാൾ നീ ബെറ്റർ ആണെന്ന് ലൂവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൾ പോകുന്നത് കണ്ട് അത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന അവന്റെ മുഖത്ത് ഭയങ്കര ഗൗരവമാവുന്നു. അപ്പോഴേക്കും പി എ അവിടേക്ക് എത്തുന്നു. ഇന്നലെ രാത്രി ഒരേ ഒരു റൂമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റ് ആയതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ ഒരേ റൂമിൽ ഞാൻ ആക്കിയത്. പക്ഷെ രണ്ടുപേരും രണ്ടിടങ്ങളിലാണ് കിടത്തിയത്. അത് പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അവരാണ് ബെഡിൽ വന്ന് കിടന്നെന്നെല്ലാം നിയാനെ പറ്റി പി എ പറയുന്നു. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയുടെ മുന്നിലും നിങ്ങളുടെ ട്വിൻ ബ്രദർ ആയ ലൂ ആയിട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. അപ്പൊ ഇനി ഇതും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ടഫ് അല്ലേ എന്ന് ആൾമാറാട്ടം ഒരാളുടെ മുന്നിലൂടെ കൂടി നടത്തുന്നതിനെ പറ്റി പി എ പറയുമ്പോ, അതെ, അമ്മയോട് പറഞ്ഞിരുന്ന കള്ളം ഇപ്പൊ മറ്റൊരു പെൺകുട്ടിയോടും കൂടി പറയേണ്ടി വരുന്നു. ടഫ് തന്നെയാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നീ അത് ചെയ്യണമെന്നും പറഞ്ഞ് എന്തോ ഒന്ന് പി എയോട് മൂ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ മൂ തന്നെയാണ് അവൻ പറഞ്ഞതുപോലെ അവന്റെ ഇരട്ട സഹോദരനായ ലൂ അല്ല ഇത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും എന്താണ് ഇവർ ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത്? ഞാന്റെയും മൂന്റെയും കല്യാണം നടക്കുമോ? എന്തിനാണ് ഇവൻ ഇങ്ങനെ ആൾമാറാട്ടം അമ്മയുടെ മുന്നിൽ നടത്തുന്നത് എന്നതല്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഞാൻ വിവാഹിതയാവാൻ പോകുന്നു എന്നത് അറിഞ്ഞ് അവൾക്ക് ആശംസകൾ അറിയിക്കാനായി വന്നിട്ടുള്ള അവളുടെ കൊളീഗ്സും മറ്റുമൊക്കെ ആക്ച്വലി ഈ കൂടെ നിൽക്കുന്നത്, അതായത് ഇപ്പൊ അവളെ വിവാഹം കഴിക്കാനായി പോകുന്ന ചെക്കൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഗ്വാൻ അല്ല എന്നത് തിരിച്ചറിയുന്നില്ല. പലരും ഇവനാണ് ആ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവന് ഭയങ്കര അമ്പരപ്പ്. ഇവരാരും എന്താ നിന്റെ ബോയ് ഫ്രണ്ടിനെ അങ്ങനെ കണ്ടിട്ടില്ലേ? ഇവരൊക്കെ ഞാൻ അയാളാണെന്ന് വിചാരിച്ചാണല്ലോ നിൽക്കുന്നത്. കൂടാതെ എനിക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, അഭിനയിക്കണം എന്നൊന്നും അറിയില്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഇവരെ ഒന്നും വലിയ കാര്യമാക്കണ്ട. എന്റെ അമ്മ വരുമ്പോ ഞാൻ തന്നെ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് കൊണ്ടുവന്നതാണ് എന്നത് തോന്നേ ചെയ്യരുത്. നല്ല പെർഫെക്റ്റ് കപ്പിളായി നമ്മൾ നിൽക്കണമെന്നല്ല അവളിങ്ങനെ ക്ലാസ് എടുക്കുന്നു. കൂടാതെ അമ്മ വരുമ്പോ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന് പറയേണ്ട ഉത്തരങ്ങളും അവൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനെല്ലാം കേട്ട് തലയാട്ടുന്നുണ്ടെങ്കിലും അമ്മ വരുന്ന സമയത്ത് അവനെല്ലാം ഉൾട്ടയാക്കുകയാണ്, അതായത് തല തിരിക്കുകയാണ്. അമ്മ ഇവരെ രണ്ടുപേരും കാണുമ്പോഴേ ഇത് പഴയ പയ്യനല്ല എന്നത് അമ്മയ്ക്ക് അറിയാം എന്നതുകൊണ്ട് ആ ഗുവാൻ ഉണ്ടല്ലോ അമ്മ അത്ര വേർത്തിയല്ല. എനിക്ക് ഈ ലൂവിനെ കണ്ടപ്പോഴാണ് ഇവനാണ് എനിക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിയതെന്നല്ല അമ്മയോട് പറയുമ്പോ അമ്മ ചിരിച്ചുകൊണ്ട്, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്, കാറിലാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കാർ
കാറൊക്കെ ഉള്ളത് വലിയ ഇഷ്ടമാണെന്ന് അറിയാവുന്ന നിയാൻ 2-3 കാറുണ്ടെന്ന് അമ്മയുടെ മുന്നിൽ തട്ടിവിട്ടേക്കണമെന്ന് അവനോട് പറഞ്ഞെങ്കിലും അവൻ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് കാറും ഇല്ല, കാർ ഓടിക്കാനും അറിയില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുന്നത് കുറച്ച് കാശ് ചെലവുള്ള പ്രോസസ് അല്ലേ, എന്റെ കയ്യിൽ അതിനൊന്നും കാശില്ലെന്നില്ല അവൻ പറയുന്നു. പറഞ്ഞു കൊടുത്തതല്ലല്ലോ ഇവൻ പറഞ്ഞെന്നുള്ള കലിപ്പ് അവൾക്ക് വരുന്നുണ്ടെങ്കിലും അത് അമ്മയുടെ മുന്നിൽ കാണിക്കുന്നില്ല. അമ്മയാകട്ടെ ഇവന്റെ ഈ ഉത്തരം കേട്ട് ദാരിദ്ര്യം എന്നുള്ള രീതിയിൽ മുഖം വെക്കുന്നുണ്ട്. അതിനുശേഷം അവൻ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിദേശത്തുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഡബിൾ PhD ആണെന്ന് പറയണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഏതോ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയുന്നു. അതും വിദ്യാഭ്യാസവും വളരെ കുറച്ചാണ് പറയുന്നത്. അത് കേട്ട് അമ്മയുടെ മുഖം ചുളിയുന്നതിനൊപ്പം തന്നെ നിയാനും ഞെട്ടുന്നു. പിന്നീട് ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കരമായ ബിസിനസ് ആണ്, നല്ല റവന്യൂ ഉണ്ട് എന്നൊക്കെ പറയണമെന്ന് അവൾ പറഞ്ഞെങ്കിലും ഇപ്പോഴും അവൻ ഞാനിപ്പോ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കാണ്, എന്റെ കാര്യങ്ങളും നിയാനാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അമ്മയ്ക്ക്. അമ്മ ഈ ഒരു വിവാഹത്തിന് അപ്രൂവ് ചെയ്യരുതെന്ന ആ ഒരു ഒറ്റ കാര്യം വരുത്തി വെക്കാനായിട്ടാണ് അവൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവന്റെ ദുരുദ്ദേശം മനസ്സിലാക്കുന്ന അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്താലോ ഇങ്ങനെയൊക്കെ തമാശ കാണിക്കുന്നതെന്നും പറഞ്ഞ് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അവനോട് ഭയങ്കരമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ കെട്ടിപ്പിടിച്ച് അടുത്തേക്ക് വന്ന് ചുമ്മാ ഈ ലാസ്റ്റ് മിനിറ്റ് ഈ കാല് വാരാൻ നിൽക്കല്ലേ, മര്യാദയ്ക്ക് പറഞ്ഞതുപോലെ പറ പ്ലീസ്, ഇല്ല ഞാൻ പെട്ടുപോകുന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും ഈ കല്യാണം നടക്കണം. കാരണം അവൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ അമ്മയുടെ അപ്രൂവൽ വേണം, അമ്മ അപ്രൂവ് ചെയ്യണമെങ്കിൽ അവൾ കല്യാണം കഴിക്കണം. ആ ഒരു കാര്യം കൊണ്ട് അവൾ കെഞ്ചുമ്പോൾ അവൾ ഇത്രയും അടുത്ത് നിന്ന് ഇങ്ങനെ കെഞ്ചുന്ന സമയത്ത് അവന്റെ മനസ്സൊന്ന് ഇളകുന്നുണ്ട്. അവൻ എന്ത് പറയണമെന്നറിയാതെ ഒരു ഞെട്ടല് അതെ ഞാൻ തമാശ പറഞ്ഞതാ എന്നിങ്ങനെ അവൾ പറഞ്ഞതിനൊത്ത് മറുപടി പറയുമ്പോൾ അവൾക്ക് സമാധാനമാകുന്നു. അങ്ങനെ മരുമകന് കുറെ കാറുണ്ട്, വിദേശത്ത് നല്ല വിദ്യാഭ്യാസം നേടിയവനാണ്, നല്ല വരുമാനമുള്ള ബിസിനസ് ആണ് അവനുള്ളത് എന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി. എന്റെ മോളെ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവനെ ഏൽപ്പിക്കുമ്പോൾ അവളാകട്ടെ അമ്മയെ പറ്റിച്ചല്ലോ എന്ന ആ ഒരു സന്തോഷത്തിലാണെങ്കിൽ അവളിങ്ങനെ തന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയം അവന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ക്രഷ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു രീതിയിൽ നിൽക്കാണ്. അങ്ങനെ അമ്മ അവരെ ആശീർവദിച്ച് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ എന്തിനാ എല്ലാം തിരിച്ചു പറഞ്ഞെന്ന് അവൾ അവനോട് അമ്മ കേൾക്കാതെ ദേഷ്യപ്പെടുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് പേടിച്ചപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയതാണെന്ന് അവൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവളൊന്നും മിണ്ടാതെ അമ്മയുടെ പിറകെ പോവാണ്. അമ്മ കല്യാണം കഴിയുമ്പോൾ എന്റെ സേവിങ്സ് ഒക്കെ അമ്മ എനിക്ക് തരില്ലേന്ന് അവള് നൈസായിട്ട് ചോദിച്ച് ഉറപ്പ് വരുത്തുമ്പോ പിന്നെ അത് നിനക്ക് തന്നെ ഉള്ളതല്ലേ, പിന്നെ നിന്നെ കെട്ടിക്കുന്നതോടുകൂടി എന്റെ വലിയൊരു ഉത്തരവാദിത്വം ഒഴിയും, പിന്നെ ഞാൻ എന്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പോവല്ലേ. നോക്ക് ഇതെന്റെ ബോയ് ഫ്രണ്ടാ, കഴിഞ്ഞ ദിവസം പുള്ളി എന്നെ പ്രപ്പോസ് ചെയ്തു, ഇതാ റിങ്, ഞങ്ങളിപ്പോ ഡേറ്റിംഗിലാണെന്നില്ല. അമ്മ ഇങ്ങനെ അമ്മയുടെ ബോയ് ഫ്രണ്ടിനെ അവൾക്ക് പരിചയപ്പെടുത്തുമ്പോ അവൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇയാളെ കണ്ടിട്ട് ഒരു ഉടായി പോലെ ഉണ്ടല്ലോ, അമ്മ നോക്കി കണ്ട് വേണമെന്നൊക്കെ അവളിങ്ങനെ പറയുമ്പോ അമ്മ അത് മൈൻഡ് ആക്കാതെ വാ കല്യാണത്തിന് വേഗം ഒരുങ്ങാന്നും പറഞ്ഞ് അവളെ ഒരുക്കാൻ കൊണ്ടുപോകുന്നു. ഇതേ സമയം ഓൾറെഡി ഇവളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാനും തുടർന്ന് ഒരു ചടങ്ങ് നടത്താനും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ ഗുവാനുമായിട്ട്. അപ്പൊ അതിനുവേണ്ടി പെണ്ണിന്റെ ചെറുക്കന്റെ ഫോട്ടോ വെച്ച് ഒരു ചെറിയ ഫ്ലെക്സ് പോലെയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ചെറുക്കം മാറിയ സ്ഥിതിക്ക് പുതിയ ഫ്ലെക്സ് ഒന്നും അടിച്ച് കാശ് കളയണ്ടെന്ന് കരുതി അതിൽ ഗുവാന്റെ തലയ്ക്ക് പകരം ലൂവിന്റെ തല ഇപ്പൊ വെട്ടി ഒട്ടിക്കുകയാണ്. ആ സമയത്ത് ലൂവിന്റെ ചിന്ത അപ്പോഴും എങ്ങനെ ഈ കല്യാണം നിർത്തണമെന്നാണ്. കാരണം ഇവന് ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളുടെ പുറത്ത് ഇനിയിപ്പോ പുതിയൊരു ബന്ധവും കൂടി വന്നാൽ കൂടുതൽ കള്ളങ്ങൾ ഇവൻ പറഞ്ഞു ജീവിക്കേണ്ടി വരും. എന്താണ് ആ രഹസ്യങ്ങൾ എന്നൊന്നും ഇപ്പൊ ചോദിക്കില്ലേ, എനിക്കും അറിയില്ല. അത് കഥ പുരോഗമിക്കും അനുസരിച്ച് നമുക്ക് ഒന്നിച്ച് കണ്ടു മനസ്സിലാക്കാം. അങ്ങനെ അവൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരാൾ എത്തുന്നത്. അത് അവന്റെ അമ്മയാണ്. അമ്മയെ കണ്ടാൽ തന്നെ അറിയാലോ, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വരുന്നതാണ്. അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് മാനസികമായിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടെ ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ എസ്കേപ്പ് ആവും. ഇപ്പൊ ഇവന്റെ വിവാഹം ഒരു പേരിന് നടത്താൻ പോകുന്നതാണെങ്കിൽ പോലും ആ ഒരു ന്യൂസ് അവൻ അറിയിച്ചതിനെ തുടർന്ന് അമ്മ വന്നതാണ്. പക്ഷെ അമ്മ വരൂന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ അമ്മ ഇങ്ങനെ കാണുന്നവൻ അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. കാരണം അവനിവിടെ ഈ കല്യാണം ഇപ്പൊ കുളമാക്കാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവന്റെ PA-യുമായി ചേർന്ന്. അതുകൊണ്ട് തന്നെ അത് അമ്മയുണ്ടെങ്കിൽ നടപ്പാക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അവൻ അമ്മയെ പറഞ്ഞു വിടാൻ നോക്കുന്നത്. പക്ഷെ അമ്മ പോകാതെ മോന്റെ കല്യാണത്തിന് ആശീർവദിക്കാനായി തന്നെ നിൽക്കാണ്. ദേടാ അതല്ല നിന്റെ പെണ്ണ്, എന്ത് സുന്ദരി അവളെന്നല്ല അമ്മ ഇങ്ങനെ നിയാനെ നോക്കി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനായി നിൽക്കുമ്പോൾ അവൻ വേഗം തന്നെ PA ഫോൺ ചെയ്ത് പ്ലാനിംഗ് ഒന്നും ഇപ്പൊ നടക്കില്ല, ഒക്കെ റദ്ദാക്കിക്കോ എന്ന് പറയുന്നു. അങ്ങനെ ഈ സമയത്ത് അമ്മമാര് തമ്മിൽ സംസാരിക്കുന്നു. തന്റെ അമ്മ എന്തെങ്കിലും ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞാല് പെട്ടെന്ന് വയ്യാതെ വന്നാലോ എന്ന് പേടിച്ചാണ് അവൻ തൽക്കാലം ഇത് കുളമാക്കാൻ നടത്താനിരുന്ന പ്ലാൻ ഒക്കെ മാറ്റുന്നത്. അങ്ങനെ അവിടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇവനെ മോ എന്ന് വിളിക്കണോ ലൂ എന്ന് വിളിക്കണോ എന്ന് ഇപ്പൊ കൺഫ്യൂഷൻ ആണ്. കാരണം യഥാർത്ഥത്തിൽ ഇവൻ ഇപ്പൊ ആരാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ ലൂവിന്റെ അമ്മയെ ആന്റി എന്ന് വിളിക്കുമ്പോ ഹസ്ബൻഡ് ആവാൻ പോകുന്ന പയ്യന്റെ അമ്മ ആന്റി എന്നാണോ, ഹസ്ബൻഡ് അല്പം കഴിഞ്ഞ വിവാഹമാണ്, അതുകൊണ്ട് ഇപ്പോഴേ അമ്മയെന്ന് വിളിച്ചൊന്നും പറഞ്ഞ് അവർ നിർബന്ധിക്കുമ്പോ അവൾ അമ്മ എന്ന് വിളിക്കുന്നു. അതേപോലെ അവനും അവളുടെ അമ്മയെ അമ്മ എന്ന് തന്നെ സംബോധന ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ ഇവര് കുറച്ചു നേരം ഹാപ്പിയായി ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിവാഹമാണ്. വിവാഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ കിസ് ചെയ്യാനായി ആ ഒരു ചടങ്ങിന്റെ അവസാനം പറയുന്നുണ്ട്. അത് അവരുടെ നാട്ടിലെ ഒരു കൾച്ചറാണല്ലോ. ആ സമയത്ത് പെട്ടെന്ന് ലൂ ഒന്ന് അമ്പരക്കുമ്പോഴേക്കും ഇത് അഭിനയമാണെങ്കിലും എല്ലാം അതിന്റെ പെർഫെക്ഷനിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടക്കണം
നടക്കണമല്ലോ എന്ന ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് അവൾ ചാടിക്കയറി അവനെ കിസ് ചെയ്യുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ വിവാഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാകുമ്പോൾ അങ്ങോട്ടേക്ക് ഗുവാൻ എത്തുന്നുണ്ട്. ഗുവാൻ ആക്ച്വലി ഇവളെ തേച്ചതാണ്. പക്ഷെ ആ ഒരു വിവരം അവന്റെ ഫോണിൽ നിന്ന് തന്നെ മെസ്സേജ് ആയും നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന രീതിയിൽ ഇവൾക്ക് അയച്ചു കൊടുത്തതും അവന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് ആണ്. ഇവൻ ഇവളെയും പറ്റിച്ച് 2 പെൺകുട്ടികളുമായി ജീവിക്കാമെന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ ഇപ്പൊ ഇവിടേക്ക് ഇവൻ എത്തുമ്പോൾ അവൻ അവിടെ നിന്ന് ആട്ടി പുറത്താക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഗുവാനും ഇവരുടെ കൂടെ പണ്ട് ഒന്നിച്ച് പഠിച്ചതാണ്. കോളേജിന്റെ അവസാന ദിവസം അവളെ പ്രപ്പോസ് ചെയ്യാനായി ലവ് ലെറ്റർ എഴുതി വെച്ചിട്ട് ഒരാവശ്യത്തിന് മാറിപ്പോയപ്പോ ആ ഒരു ലെറ്റർ അവൻ ഇരുന്നിടത്ത് നിന്ന് എടുക്കാൻ മറന്നതാണ്. ആ സമയത്ത് അവിടെ അവൾ ഇരിപ്പുണ്ടായിരുന്നു. അവനോട് സംസാരിച്ച് അവൾ ഇരുന്നതിന്റെ ഇടയിലാണ് അവൻ ഒരു ആവശ്യത്തിന് എഴുന്നേറ്റ് പോയത്. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തിയപ്പോ അവൻ കാണുന്നത് ആ ഒരു ലവ് ലെറ്ററിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ അടയാളപ്പെടുത്തി അത് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതും അവിടെ അടുത്ത് അല്പം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ രീതിയിൽ ഇരിക്കുന്ന നിയാനെയും അവളെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്ന ഗുവാനെയുമാണ്. കൂടാതെ വിവാഹം അങ്ങനെ പൂർത്തിയായി കഴിയുമ്പോഴേക്കും നിയാൻ ലൂവിനോട് ഒരു സത്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തിയതുപോലെ നിന്റെ ഒരു ഫോട്ടോയും എന്റെ കയ്യിൽ ഇല്ല എന്ന്. കാരണം അവൻ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് നീ പറഞ്ഞതുപോലെ ഫോട്ടോ ഡിലീറ്റ് ആക്കണമെന്ന്. അപ്പോഴവൾ ഇങ്ങനെ ഇല്ലാന്ന് മറുപടി പറയുന്നത് കേട്ട് അവന് കലിപ്പ് വരുന്നു. അപ്പൊ നീ എന്നെ പറ്റിച്ചല്ലേ ഈ കല്യാണത്തിലേക്ക് എത്തിച്ചത്, ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് വിവാഹിതരായി ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേ അവൻ ഡിവോഴ്സ് പ്രഖ്യാപിക്കുകയാണ്. അവളും എനിക്കിനി നിന്റെ ആവശ്യമില്ല, വേണേ പോവെന്ന് പറഞ്ഞ് പിണങ്ങി പോകാനേ ഒരുങ്ങുമ്പോഴാണ് അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. കോള് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് കട്ട് ചെയ്യുന്ന അവൾ അതെ അങ്ങനെ പോവല്ലേ, നമുക്ക് ഒന്നിച്ച് താമസിച്ചേ പറ്റൂ, ഞാൻ വേണമെങ്കിൽ പകുതി വാടക തരാന്ന് അവൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നു. അല്ല ഇപ്പൊ പോകാൻ പറഞ്ഞിട്ട് എന്താ നിന്റെ മനസ്സ് മാറിയത്, നീ ഞൊടിയിടയിലാണല്ലോ ഇങ്ങനെ ഓരോ കാര്യമായിട്ട് വരുന്നെന്നല്ല അവൻ പറയുമ്പോ അത് പിന്നെ എന്റെ അമ്മയ്ക്ക് വിശ്വാസമാണെങ്കിൽ നമ്മൾ ഇനി ഒന്നിച്ച് നിന്നേ പറ്റൂ, അതുകൊണ്ട് പ്ലീസ് നമുക്ക് ഒന്നിച്ച് നിൽക്കാന്ന് അവൾ പറയുമ്പോ അവൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ നിമിഷം അവന് അമ്മയുടെ ഫോൺ കോൾ വരുന്നു. ഇതേ നോക്ക്, നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, എനിക്ക് എന്റെ മകന്റെയും മരുമകളുടെയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നല്ല അമ്മ പറയുമ്പോ അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അങ്ങനെ അവനും ഇപ്പൊ ഇവളുടെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അമ്മയുടെ മുന്നേ അഭിനയിക്കണ്ടേ. അവൻ ഒന്നിച്ച് നിൽക്കാം എന്നത് അവളെ അറിയിക്കുമ്പോൾ അവൾ വളരെ ഹാപ്പിയായി ഞാൻ എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം പുറപ്പെടുന്നു. ആക്ച്വലി ഇവൾ മോ എന്ന ഒരാളുടെ കൂടെ പഠിച്ചതാണ്. ആ മോ ആണ് ഇപ്പോ വലിയ ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നത്. മോയുടെ ഇന്റർവ്യൂ ആണ് ഇവൾക്ക് എടുക്കേണ്ടത്. പക്ഷേ ഇവളിപ്പോ സാഹചര്യങ്ങൾ മൂലം, അത് എന്ത് സാഹചര്യമാണെന്ന് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ, അതുമൂലം കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ മോയുടെ ഇരട്ട സഹോദരനെന്ന് അവൾ കേട്ടിട്ടുള്ള ലൂവിനെയാണ് വിവാഹം ചെയ്യുന്നത്. ഇത്രയൊക്കെ അവനെ പറ്റി അവൾക്കറിയൂ. അവൾക്കറിയാത്ത ചില രഹസ്യങ്ങൾ അവനുണ്ട്. അവന്റെ അമ്മയുടെ മുന്നിലും ഇപ്പൊ ഇവളുടെ മുന്നിലും എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞൊപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും പിന്നീട് പറഞ്ഞ പോലെ 2 അമ്മമാരും ഇവര് സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മമാരുടെ മുന്നില് പ്രണയാതുരരായ ദമ്പതികളായി അവർ അഭിനയിക്കുന്നു. ഇവരിപ്പോ സ്റ്റേ ചെയ്യാനേ എടുത്തിരിക്കുന്ന വീട് ചെറുതല്ലേ, കുറച്ച് വലിയ വീട് അറേഞ്ച് ചെയ്യേണ്ടേന്ന് ഒരമ്മ ചോദിക്കുമ്പോ വേണ്ട വേണ്ട, ഇവരിപ്പോ വിവാഹിതരായതല്ലേ ഉള്ളൂ, ഈ വീടാ നല്ലത്, ചെറിയ വീടും ചെറിയ കട്ടിലും ചെറിയ കാര്യങ്ങളും ഒക്കെയാ നല്ലതെന്നെല്ലാം അമ്മ ചുമ്മാ ഇവരെ കളിയാക്കി സംസാരിക്കുകയാണ്. കൂടാതെ മോക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് പറയണമെന്നല്ല ലൂവിന്റെ അമ്മ പറയുമ്പോ വേണമെന്ന് പറഞ്ഞ് അത് കേട്ട് ഞാൻ ചാടി വീഴുന്നു. മറ്റൊന്നുമല്ല, മോ അമ്മയുടെ മറ്റേ മകനില്ല ബിസിനസ്സുകാരൻ, മോയുടെ ഇന്റർവ്യൂ എനിക്ക് വേണം, അതിനായിട്ട് അമ്മ എന്നെ സഹായിക്കണമെന്നാണ് അവൾ അമ്മയോട് ആവശ്യപ്പെടുന്നത്. അതിന് അമ്മ എന്തെങ്കിലും മറുപടി പറയും മുന്നേ ലൂ ചാടി വീഴുന്നു. മോയുടെ ഇന്റർവ്യൂ ഒന്നും അങ്ങനെ കിട്ടില്ല, മോ ഭയങ്കര ബിസിയാണെന്ന് അവൻ തർക്കിക്കുമ്പോ ഇത് കേട്ട് ദേഷ്യം വരുന്ന അമ്മ എപ്പോഴും അവൻ ബിസി എന്നല്ലാതെ ഒരു വാക്കെന്താ അവന്റെ നിഘണ്ടുവിലില്ല, വീട്ടിലെ ഒരു വിശേഷത്തിലും അവൻ വന്ന് പങ്കെടുക്കില്ല, ഇപ്പൊ തന്നെ കല്യാണത്തിന് പോലും വന്നില്ലല്ലോ, അങ്ങനെ അവനെ ഞാൻ ഇനി വെറുതെ വിടില്ല, ഞാൻ മോക്ക് എങ്ങനെയും അവന്റെ ഇന്റർവ്യൂവിനുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു തരാമെന്ന് അമ്മ അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അത് കേട്ട് നിയാൻ ഭയങ്കര ഹാപ്പിയായി അമ്മ കെട്ടിപ്പിടിക്കുമ്പോ അത് കേൾക്കുന്ന ലൂവിന്റെ നെഞ്ചിരിപ്പ് എന്തോ വല്ലാണ്ട് അങ്ങ് കൂടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അമ്മമാർ ഇവിടെ നിന്ന് പോകുന്ന സമയത്തും വളരെ ഹാപ്പി കപ്പിളായി നിൽക്കുന്നവർ അമ്മമാര് പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അകന്നകന്ന് നിൽക്കുന്നു. കൂടാതെ വീട്ടിലെ സാധനങ്ങളും അവർ ഡിവൈഡ് ചെയ്തെടുക്കാണ്. ഒരാളുടെ സ്പേസിലേക്ക് മറ്റൊരാൾ വരാൻ പാടില്ല എന്നിങ്ങനെയുള്ള നിയമങ്ങളും അവിടെ ലൂ വെക്കുന്നുണ്ട്. അത് മാത്രമല്ല വീട്ടിൽ ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ അവൻ കണ്ടീഷനായി വെക്കുമ്പോൾ അതൊക്കെ നിയാന് നല്ല കലിപ്പ് വരുന്നുണ്ട്. പക്ഷെ അവൾ അതൊക്കെ കേട്ടല്ലേ പറ്റൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊറിയർ വരുന്നത്. അവൻ കൊറിയർ കളക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് എന്താണെന്ന് കാണാനായി ആകാംക്ഷയില് പൊട്ടിക്കുമോ എന്ന് നോക്കി ഞാൻ നിൽപ്പുണ്ടെങ്കിലും അവൻ അത് പൊട്ടിക്കാതെ മാറ്റുന്നു. ഈ സമയത്ത് അവൾ അവിടെ വെച്ചിരിക്കുന്ന കുഞ്ഞൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിലെ ഒരു മീൻ നമ്മൾ വെച്ചിരിക്കുന്ന ബോർഡർ ക്രോസ് ചെയ്തു, അത് എന്റെ ഭാഗത്തേക്ക് വന്നു, മീനോട് മര്യാദയ്ക്ക് നിന്നോളാൻ പറയണമെന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പോ അത് കേട്ടവള് മീനെ ദേ ഇങ്ങോട്ട് വാ, ഇതാ നമ്മുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് മീനിനെ പേടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ലൂവിനോട് നീ നിന്റെ ബ്രദറിനെ പോലെ അല്ലല്ലോ, മൂന് ഈ ഫിഷിനെ ഒക്കെ ഭയങ്കര ഇഷ്ടാ, നീ മൂനെ പോലെ അല്ല ദുഷ്ടനാണെന്നല്ല. ഇപ്പൊ അവളെ അഭിപ്രായം മാറ്റി പറയുമ്പോ നിനക്ക് മൂനെ പറ്റി നന്നായിട്ട് അറിയാമോ എന്ന് ലൂ ചോദിക്കുന്നു. പിന്നെ അറിയാം, മൂ ഞാനും ഒന്നിച്ച് പഠിച്ചവരാ, കൂടാതെ മൂനെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഞാൻ അവനെ പറ്റി എല്ലാ കാര്യങ്ങളും
മാക്സിമം അറിയാൻ നോക്കിയിട്ടുണ്ടെന്നും അവള് പറയുമ്പോ പെട്ടെന്ന് അവൻ ഞാൻ ഇനി മിന്നെ പൊന്നു പോലെ നോക്കുന്നു പറഞ്ഞ് ഒരുമാതിരി സൈക്കോ കണക്ക് പെട്ടെന്ന് സംസാരം മാറ്റുമ്പോ ഇവനത് എന്താണെന്ന ഭാവത്തില് അവൾ ഒരു ഡൗട്ടോട് കൂടി നോക്കുന്നു. പതി അവൻ റൂമിലേക്ക് കയറി ചെന്ന് ആരോ രഹസ്യമായി ഫോൺ ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അജ്ഞാത വ്യക്തിയുമായി ഇവൻ ഫോൺ സംഭാഷണം നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുള്ളിയെ പരാമർശിക്കണം. അതിനായി നമുക്ക് മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. മിസ്റ്റർ എക്സിനോട് നിങ്ങൾ അയച്ച സാധനം കിട്ടിയെന്ന് അവൻ പറയുന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ കാര്യവും പറയുന്നുണ്ട്. അമ്മ വഴി അവൾ ഇന്റർവ്യൂ തരപ്പെടുത്തിയെന്ന് അവൻ പറയുമ്പോൾ മൂവിനെ അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന പേടിയും അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. നീ എന്നാ പ്രാർത്ഥിച്ചോ എന്ന് മാത്രം പറഞ്ഞ് മിസ്റ്റർ എക്സ് കോൾ കട്ട് ചെയ്യുന്നു. എന്തായാലും അന്ന് രാത്രി സോഫയിൽ കിടന്നായിരുന്നു ലു ഉറങ്ങുന്നത്. ഈ സമയം റൂമിൽ നിന്ന് പതിയെ വെള്ളം കുടിക്കാനായി എഴുന്നേറ്റ് വരുന്ന നിയാനാകട്ടെ അവന്റെ അടുത്തെത്തുമ്പോ പെട്ടെന്ന് ആരും അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് കരുതി അവളെ അടിക്കാനായി ഒരുങ്ങുന്നു. കയ്യിലൊരു കമ്പി ഉണ്ടായിരുന്നു. അവള് പെട്ടെന്ന് ഇരുട്ടാണെങ്കിലും ഇത് മനസ്സിലാക്കി ആ കമ്പി പിടിച്ചു വാങ്ങി അവനെ അടിച്ച് രക്ഷപ്പെടുകയാണ്. എന്തായാലും അടുത്ത ദിവസം ചെയ്ത കാര്യം ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ പമ്മിയാണ് അവൾ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് കിച്ചണിലെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. അവൾ അവനോട് ഞാൻ വെള്ളം കുടിക്കാൻ വന്നത് അപ്പൊ അറിയാതെ അടിച്ചു പോയതാണെന്ന് സോറി പറയുമ്പോ അത് പിന്നെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്ത് ആദ്യം അടിക്കാൻ വന്നില്ലേ, അതുകൊണ്ട് സാരില്ല എന്ന് പറയുന്നവൻ അവൻ കുക്ക് ചെയ്ത ഫുഡ് അവൾക്ക് കഴിക്കാനായി കൊടുക്കുമ്പോ അവൾക്ക് ഇവനെ അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അവനുണ്ടാക്കിയ ഫുഡ് കഴിക്കാതെ വേറെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ് അവൾ എടുത്ത് കഴിക്കുന്നത്. പക്ഷെ അപ്പോഴും അവൻ കഴിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത കൊതിയൊക്കെ വരുന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്തിരിക്കുന്നു. പക്ഷെ കൊതി അങ്ങ് മൂർച്ഛിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നവൻ അവളെ ഒന്നുകൂടെ നിർബന്ധിക്കുന്ന സമയത്ത് അവനുണ്ടാക്കിയ ഫുഡ് അവൾ എടുത്ത് കഴിക്കുകയാണ്. കൂടാതെ ആ സമയം അവൾ ഞാനിപ്പോ നിന്റെ ബ്രദറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാ. നമ്മളെന്തായാലും നമ്മുടെ അമ്മമാരുടെ കണ്ണി പൊടിയിടാനായി അടുത്ത 3 മാസത്തേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായി അഭിനയിച്ചല്ലേ പറ്റൂ. കഴിയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആവുമല്ലോ. അതുവരെ നീ ഞാനും റൂംമേറ്റ്സ് ആയിട്ടാ എന്റെ മനസ്സിൽ. അതുകൊണ്ട് ഒരു റൂംമേറ്റ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ പണ്ട് ക്ലാസ്മേറ്റ്സ് ആയിരുന്നെങ്കിലും ഇപ്പൊ കുറെ വർഷമായിട്ട് കോൺടാക്ട് ഒന്നും ഇല്ലല്ലോ, അപ്പോ അവൻ ഒരുപാട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് നീ വലിയ കുത്തി ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് ഒരുമാതിരി ഒരു മറുപടിയാണ് അവൻ പറയുന്നത്. എന്തായാലും അങ്ങനെ ഇവന്റെ നെറ്റിയിൽ കഴിഞ്ഞ ദിവസം അടി കൊണ്ട പാടുള്ളത് കൊണ്ട് തന്നെ അത് തന്റെ റൂമിലെ ഫൗണ്ടേഷൻ തേച്ചാല് മാറുമെന്ന് പറഞ്ഞ് അത് തേക്കാനായി ഞാൻ ലൂവിനെ പറഞ്ഞു വിടുന്നു. അവൾ പറഞ്ഞതുപോലെ റൂമിലെത്തി അവൻ ഫൗണ്ടേഷന്റെ ബോട്ടിൽ എടുക്കുമ്പോൾ അവൻ എടുത്ത ബോട്ടിലല്ല വേറെ ബോട്ടിൽ എന്ന് പറഞ്ഞ് ഓടി വന്നവൾ മറ്റൊരു ഫൗണ്ടേഷൻ എടുത്ത് അവന് തേച്ചു കൊടുക്കുകയാണ്. ഈ സമയം രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുമ്പോൾ അവന് വീണ്ടും അവളോട് ക്രഷ് അടിക്കുന്നു. അവൻ അതുകൊണ്ട് തന്നെ ഒരുമാതിരി അവളെ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് അത് മനസ്സിലാക്കിയ വണ്ണം അവന്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു. അവള് ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന സമയത്ത് അവളെ കാത്ത് അമ്മയുടെ പുതിയ ബോയ് ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇയാൾ അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളല്ല എന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ അതിന്റെ കാര്യം പറഞ്ഞ് അയാളുമായി വഴക്കുണ്ടാക്കുന്നു. അയാൾ ആദ്യം പാവത്തെ പോലെ സംസാരിച്ചെങ്കിലും പിന്നെ ഭാവം മാറി അവളെ ഭീഷണിപ്പെടുത്താണ്. പെട്ടെന്ന് തന്നെ കല്യാണത്തിന് സമ്മതിച്ചോ അല്ലെങ്കിൽ നീ വിവരം അറിയുന്നെല്ലാം പറഞ്ഞ് അവളെ അടിക്കാനും അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി തല്ലി പൊട്ടിക്കാനും ഒക്കെ അയാൾ നോക്കുന്നുണ്ട്. എന്തായാലും അവൾ ഒരുവിധമാണ് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത്. ഇതേ സമയം നിയാന് ഇന്റർവ്യൂ കൊടുക്കാന്ന് അമ്മ വഴി മോന് സമ്മതിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്റർവ്യൂവിന് മോ റെഡി ആവുകയാണ്. യഥാർത്ഥത്തിൽ മോ എന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ ഇപ്പൊ നിൽക്കുന്നത് ലൂ ആണെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. കാരണം അടി കിട്ടിയ പാട് ലൂവിന്റെ നെറ്റിയിലുണ്ടല്ലോ. ഇന്റർവ്യൂവിന് വേണ്ടി റെഡി ആവുന്ന മോ ആ ഒരു അടി കിട്ടിയ പാടൊക്കെ മേക്കപ്പ് ചെയ്ത് മറയ്ക്കാനായി നോക്കുകയാണ് മോവിന്റെ ഗെറ്റപ്പിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ തീർച്ചയായും ലൂ തന്നെയാണ് അവന്റെ ഇരട്ട സഹോദരനായി മോവായും അഭിനയിക്കുന്നത്. മോയുടെ ഇന്റർവ്യൂ എടുക്കാനായി നിയാൻ വരുന്നതാണ്. പക്ഷെ അവൾ ഏതാണ്ട് 2 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം മുന്നേ തന്നെ അമ്മയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു വന്ന ആള് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവൾ അങ്ങനെ ലേറ്റ് ആയതാണ്. പക്ഷെ അവൾ വരുമ്പോൾ കാണുന്നത് അവളുടെ ആ ഒരു കൊളീഗ് ഉണ്ടല്ലോ, അവളുടെ സ്ഥാനമാനങ്ങളെല്ലാം തട്ടിയെടുക്കാൻ കുശുമ്പ് മൂത്ത് നടക്കുന്ന കൊളീഗ്, പുള്ളിക്കാരി ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നീ 2 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നിന്റെ അവസരം നഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് ഏറ്റിയ ആ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തു എന്നും പറഞ്ഞ് കൊളീഗ് പോകുമ്പോൾ ഇവൾ ആകെ പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഒപ്പിച്ചെടുത്ത ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത്. പക്ഷെ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നില്ല. കാരണം സംസാരിച്ചിട്ടും കാര്യമില്ല. എന്തായാലും ഇന്റർവ്യൂവിന്റെ അവസരം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എന്തോ പറയാൻ, എന്തായാലും ലേറ്റ് ആയിട്ട് വന്നത് തന്റെ തന്നെ തെറ്റാണല്ലോ എന്ന കാര്യം കൊണ്ടാണ് അവൾ കൂടുതൽ സംസാരിക്കാൻ പോകാത്തത്. എന്തായാലും അങ്ങനെ ആ ഒരു കഷ്ടപ്പെട്ട് നേടിയ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ട സങ്കടം മാറ്റാനായി ഒരു ഹൊറർ ഫിലിം അവൾ വീട്ടിൽ വന്നിരുന്ന് കാണുന്നു. സത്യം പറഞ്ഞാൽ പേടിച്ച് വരച്ചിരുന്ന കാണുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഹൊറർ ഫിലിം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലേ കണ്ടേന്ന്. ആണെന്നാലും ഒരു പേടി. അങ്ങനെ അവള് പേടിച്ച് കൂവി നിലവിളിക്കുമ്പോ പുറത്തുണ്ടായിരുന്ന ലൂവിന് അത് ഭയങ്കര ഡിസ്റ്റർബൻസ്. അവൾ ഈ ബെഡ്റൂമിനകത്തിരിക്കുന്ന TV വെച്ചാണ് കാണുന്നത്. അവൻ ഒന്ന് സോഫയിൽ സ്വസ്ഥമായിട്ട് കിടക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ശബ്ദം. അവൻ വേഗം ഡോറ് തുറന്നു വന്ന് ഇത്ര പേടിച്ചിരുന്ന് എന്തിനാ ഇത് കാണുന്നതെന്ന് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിക്കുന്നു. വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി ഒരു ചിരി. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അവൻ ചെന്ന് നോക്കുമ്പോ മരുമകനെ, ഞാൻ നിന്റെ ഭാര്യയുടെ അച്ഛനാവാൻ പോകുന്ന ആളാ, അതുകൊണ്ട് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, ഒന്ന് വിളിച്ചെന്ന് പറയുമ്പോ ആ ശബ്ദം കേട്ട് അവൾ എത്തുന്നു. ലൂ പതിയെ അകത്തേക്ക് പോകുമ്പോ അവൾ അയാളോട് ഷൗട്ട് ചെയ്യാണ്, താൻ എന്തിനാ എന്നെ കാണാൻ വന്നത്? തന്നോട് എനിക്കൊന്നും പറയാനില്ല എന്നല്ല അവള് പറയുമ്പോ ഞാനും നിന്റെ അമ്മയും വിവാഹിതരാവാൻ പോകുന്നവരാണെന്ന് അയാൾ പറയുമ്പോ വിവാഹിതരാവാൻ പോകുന്നല്ലേ ഉള്ളൂ, ആയില്ലല്ലോ. നിങ്ങൾ എന്റെ അമ്മ വിചാരിക്കുന്ന പോലെ നല്ലൊരാളൊന്നുമല്ല. നിങ്ങൾക്ക് ചൂതാട്ടവും അങ്ങനെ മറ്റു
പല ദുശീലങ്ങളും ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വിവാഹത്തെ പറ്റി അത്ര ഉറപ്പൊന്നും ഇല്ലെന്നെല്ലാം അവള് പറയുമ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഇവളുമായി വഴക്കുണ്ടാക്കുകയും അവളെ ഉപദ്രവിക്കാൻ നോക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടെത്തുന്ന ലൂ അയാളെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്നു. അപ്പോഴേക്കും അയാൾ ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയതിൽ അവൾക്ക് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ വിളിച്ചിരുത്തി ആ പരിക്കിനൊക്കെ മരുന്ന് വെച്ചു കൊടുക്കുന്ന സമയത്താണ് അവൾ അവളുടെ മുട്ടിൽ വീണ് ഒരു മുറിവ് കാണിക്കുന്നത്. ഇതേ നോക്ക്, ഞാനിത് മോയുടെ ഇന്റർവ്യൂവിന് വേണ്ടി അവന്റെ പുറകെ നടന്നപ്പോ പറ്റിയതാണെന്നെല്ലാം അവള് പറയുമ്പോൾ അവൻ ആ സമയത്ത് അന്ന് ആ ഒരു പ്രോഗ്രാമിന്റെ ലോഞ്ച് കഴിഞ്ഞ് അവൻ ഇറങ്ങുമ്പോൾ ഇവൾ പിറകെ വന്നതും വീണിട്ട് മൈൻഡ് ആക്കാതെ ഇവൻ പോയതും ഒക്കെ ആലോചിക്കുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അന്നേ മോ എന്ന് പറഞ്ഞ് നടന്നത് യഥാർത്ഥ മോ അല്ല, മോന്റെ ഇരട്ട സഹോദരനായ ഈ ലൂ ആണ്. അങ്ങനെ എന്തെങ്കിലും അവൻ അവളുടെ ഇപ്പോഴത്തെ മുറിവിലും മുന്നേ പറ്റിയ മുറിവിലും ഒക്കെ മരുന്ന് വെച്ച് കൊടുക്കുമ്പോഴെല്ലാം അവൻ ഇങ്ങനെ കെയറോടുകൂടി തന്നോട് പെരുമാറുന്നത് അവളും വളരെ ആസ്വദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതിൽ സ്കൂളിൽ പഠിക്കുന്ന മൂവിനെ നമ്മൾ കാണുന്നു. കാരണം മൂ ആണ് നിയാന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതെന്നല്ലേ നമുക്കറിയാവുന്നത്. അതുകൊണ്ടാണ് മൂ എന്ന് പറഞ്ഞത്. മൂ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ക്ലാസ്സിൽ ഒരു ചെറിയ അക്വേറിയവും അതിലൊരു ഗോൾഡ് ഫിഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഗോൾഡ് ഫിഷ് മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ അക്വേറിയത്തിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ചില പയ്യന്മാർ ഇവൻ ആ മീനിനെ കൊന്നു എന്ന പേരിൽ ചുമ്മാ അവനോട് വഴക്കുണ്ടാക്കുന്നു. അവനാണെങ്കിൽ ഒന്നും തർക്കിക്കാനും പോകുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിയാന്റെ വരവ്. നിയാൻ താനാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ആദ്യം വന്നതെന്നും താൻ വരുമ്പോഴേ അത് മരിച്ചു കിടക്കുകയായിരുന്നു എന്നതും പറയുന്നു. ഈ സമയത്ത് നീ അവനെ സപ്പോർട്ട് പിടിക്കുകയാണെന്നും പറഞ്ഞ് ആ പയ്യന്മാര് വീണ്ടും മൂവിനെ കുറ്റപ്പെടുത്തുമ്പോ അവൾ അവരോട് മൂവിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നതും പിന്നീട് ടീച്ചർ ഇവരെ പണിഷ് ചെയ്യുമ്പോ എന്നാലും നീ അല്ല അത് ചെയ്തതെന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ നീ അത് ഏറ്റെടുക്കുന്നത്, നിനക്ക് സത്യം പറഞ്ഞൂടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടാതെ ഒരൊറ്റ നിൽപ്പായിരുന്നു. ഇപ്പൊ ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഓരോ ഇമോഷൻസ് വരുമ്പോഴും എങ്ങനെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ വെക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം നിയാൻ കാണാതെ വായിച്ചുകൊണ്ടിരിക്കുന്ന ലൂ എന്തോ വല്ലാതെ ഒരു ഭാരം മനസ്സിന് തോന്നി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സങ്കടപ്പെടേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാത്തത് കൊണ്ടാവാം അവൻ മനസ്സിന് വല്ലാത്ത സങ്കടം വന്നപ്പോ ഇപ്പൊ ഈ പുസ്തകം നോക്കി ആ ഒരു എക്സ്പ്രഷനെ പറ്റി പഠിച്ചത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഓഫീസില് ബോസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നിയാനെയാണ്. അവൾ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം എടുക്കാൻ കറക്റ്റ് സമയത്ത് പോകാത്തതിന്റെ പേരിൽ ബോസ് അവളെ വഴക്ക് പറയുന്നു. ഒപ്പം തന്നെ അവൾക്ക് വിദേശത്ത് ഇനി പോയി ഹയർ സ്റ്റഡീസ് എന്ന കാര്യമൊക്കെ വിട്ടേക്ക്, കമ്പനിയുടെ ബിഹാഫിൽ അവളെ വിടാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നു. ആ ഒരു ചാൻസ് ഇവൾക്ക് പകരം അവിടെ പോയി ഇന്റർവ്യൂ എടുത്ത് നാൻസിക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അവസരമാണത്, ശരിയാ എന്റെ തെറ്റ് തന്നെയാ എന്ന് കൂട്ടാം, പക്ഷെ എന്നാലും അത് വേറൊരാൾക്ക് ഇങ്ങനെ നിഷ്കരണം കൊടുക്കുന്നത് എന്ത് തെറ്റാണെന്നെല്ലാം അവൾ തർക്കിക്കുമ്പോ നീ ഇന്നലെ നിന്റെ മെഡിക്കൽ ആ ഒരു അവസരം നേടിയെടുത്താലും നീ അവിടെ പോയി ഇന്റർവ്യൂ എടുക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ ബിഹാഫിലാണ്. അപ്പോ നീ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയത്ത് അവിടെ ആ ഇന്റർവ്യൂ നടന്നില്ലെങ്കിൽ അത് ഈ സ്ഥാപനത്തിനായിരിക്കും ഏറ്റവും വലിയ കുറച്ചിലായി പോവാ. അതുകൊണ്ട് കമ്പനിയുടെ മാനം രക്ഷിച്ചത് നാൻസിയാണ്. എന്നാലും എന്റെ എഫേർട്ട് എന്ന് അവള് വീണ്ടും ഒരു ചാൻസിന് വേണ്ടി അപേക്ഷിക്കുമ്പോ ഒരു എഫേർട്ടും ഇല്ല. ഈ എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓസനൊന്നും അല്ലല്ലോ, അതിനൊക്കെ കറക്റ്റ് പേയ്മെന്റ് തന്നിട്ടല്ലേ എന്ന്. അങ്ങനെ പിന്നീട് ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് അടിച്ച് സങ്കടപ്പെട്ട് കുത്തിയിരിക്കുന്ന നിയാനെയാണ് കാണുന്നത്. ഈ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളും ഒപ്പം ഇപ്പൊ അമ്മയുടെ പുതിയ റിലേഷന്റേതായ പ്രശ്നങ്ങളും ഒക്കെ അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒപ്പം അവൾക്ക് അവളുടെ കാര്യങ്ങൾ തന്നെ നന്നായി നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഫോണിന്റെ സ്ക്രീനൊക്കെ പൊട്ടി ചെലന്തി വല കണക്കായിട്ടും അതൊന്നും മാറ്റാനോ ഒന്നും തന്നെ അവൾക്ക് ഇപ്പൊ പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ ഇവളിവിടെ വിഷമിച്ചിരിക്കുന്ന ഇതേ സമയം തന്റെ പിയുടെ കൂടെ കാറിൽ വരുന്ന ലൂവിനെ വല്ലാത്തൊരു നെഞ്ചുവേദന പോലെ എടുക്കുന്നു. അവൻ അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഫോൺ കോൾ. അമ്മ വിളിച്ച് അവന്റെ ബ്രദറിനെ പറ്റിയാണ് തിരക്കുന്നത് മുഴുവൻ. അവന് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോടാ എന്ത് ഇതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇവനും പറയുന്നു. അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്ന് എന്തൊക്കെയോ പറഞ്ഞ് അമ്മ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നേരെ ഓഫീസിലേക്ക് ചെന്ന ശേഷം വേഗം അവന്റെ മറ്റേ ഫോൺ എടുത്ത് അവന്റെ ബ്രദർ ആണെന്ന രീതിയിൽ അമ്മ വിളിച്ച് സംസാരിക്കുന്നു. ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാണല്ലോ അമ്മ വിളിച്ചത്. അങ്ങനെ ആ പേരിൽ ആ ഒരാളാണെന്ന രീതിയിൽ അവൻ സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട്. കാരണം തന്റെ രണ്ട് മക്കൾക്കിടയിൽ എന്തോ നടക്കുന്നുണ്ട്. തന്റെ ഒരു മകൻ തന്നെ തന്റെ രണ്ടാമത്തെ മകനായും ആൾമാറാട്ടം നടത്തുന്നു എന്നതൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. കാറില് വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്ന അവൻ അമ്മ വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫീസിലായതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. കൂടാതെ നെഞ്ചുവേദന പോലെ എടുക്കുന്നത് കൊണ്ട് അവന്റെ പി അവന് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ അതും കഴിച്ച് നേരെ ഓഫീസിന് വെളിയിലേക്ക് ഇറങ്ങുന്ന അവൻ അവിടെ നിയാൻ നിൽക്കുന്നത് കാണുന്നു. നിയാൻ ഇത് മൂവിന്റെ ഓഫീസ് ആയതുകൊണ്ട് തന്നെ മൂവിനെ ഒന്ന് കാണാനും രണ്ടെണ്ണം പറയാനുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇവന്റെ വരവ്. ഇവൻ യഥാർത്ഥത്തിൽ ലൂ ആണെങ്കിലും അത് മൂ ആണെന്നല്ലേ അവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവള് രണ്ടെണ്ണം പറയുമെന്ന് വിചാരിച്ചെങ്കിലും കെഞ്ചാട് അവനെ കാണുമ്പോ പ്ലീസ് ഒരു ചാൻസ് കൂടി തരാമോന്നല്ല. ഈ സമയത്ത് ഇവര് സംസാരിക്കട്ടെ എന്ന് കരുതി പിയെ പതിയെ മാറിപ്പോകുന്നു. അവൾ കെഞ്ചി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ പറ്റില്ല, നീ ലേറ്റ് ആയിട്ട് വന്നത് നിന്റെ തന്നെ തെറ്റാ, അതിന്റെ ഫലം നീ അനുഭവിച്ചേ പറ്റൂന്ന് ചാൻസ് കൊടുക്കില്ല
എന്ന് തീർത്ത് പറയുമ്പോൾ അവൾ വീണ്ടും കെഞ്ചാണ്. അബ്രോഡിലേക്ക് പോകേണ്ടത് എനിക്ക് ഭയങ്കര അത്യാവശ്യം, അതുകൊണ്ട് പ്ലീസ് ഇതെനിക്ക് മിസ്സാക്കാൻ പറ്റില്ല എന്ന് അവൾ കെഞ്ചുന്നു. ഒന്നില്ലേലും നമ്മൾ പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് അല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് നീ പറയുന്നത് എന്താണെന്ന് ഓർമ്മയില്ല, മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ അവൾ അവന്റെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. ദേ നോക്ക്, അന്ന് ഇന്റർവ്യൂവിന് വരാൻ നേരം എനിക്ക് ഒരു പ്രശ്നം പറ്റി. എന്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട് അവരുടെ റിലേഷന്റെ കാര്യം പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വന്നു. അയാൾ എന്നെ അറ്റാക്ക് ചെയ്തു, അയാൾ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ആ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ലേറ്റ് ആയി പോയി. എന്റെ തെറ്റാ, സമ്മതിച്ചു, പക്ഷെ ഒന്ന് ക്ഷമിച്ചു ഒരു ചാൻസ് തന്നൂടെ എന്ന് അവളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ മൈൻഡ് ആക്കാതെ പോകുന്ന സമയത്ത് ആകെ വിഷമിച്ച് അവൾ അവിടെ കുഴഞ്ഞിരിക്കുന്നു. അവൻ ആദ്യം മൈൻഡ് ആക്കാതെ പോകാന്ന് വിചാരിച്ചെങ്കിലും അവളെ ആ ഒരു അവസ്ഥയിൽ അവൾ ആകെ സങ്കടത്തിലുമാണ്, ഒപ്പം നല്ലതായിട്ട് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കാണ്. ഈ ഒരു അവസ്ഥയിൽ അവിടെ ഇട്ടിട്ട് പോയാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന അവൻ വേഗം തന്നെ തിരിച്ചെത്തി അവളെ കാറിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അവക്കാണെങ്കിൽ വലിയ ബോധമൊന്നും ഇല്ലാതെ എന്തൊക്കെയോ കാറിൽ കിടന്ന് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇടയ്ക്ക് അവൾ ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നുണ്ട്, എന്റെ മേക്കപ്പ് റിമൂവ് ചെയ്യണം, ഞാൻ റിമൂവ് ചെയ്ത് കിടന്നുറങ്ങിയാല് പെട്ടെന്ന് വയസ്സാവും എന്നിങ്ങനെ സ്കിന്ന് ചുളിയുന്നതിനെ പറ്റിയൊക്കെ. എന്തായാലും അങ്ങനെ അവൾ ഒരുവിധം സഹിച്ച് കാറിൽ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഒരു ഡയറി അവന്റെ കണ്ണിൽ പെടുന്നത്. ഡയറി തുറന്ന് നോക്കുമ്പോൾ അതിൽ മൂവിനെ പറ്റി അവൾ ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളും ഒപ്പം ഇപ്പോഴത്തെ അവന്റെ ബിസിനസ് പരമായ കാര്യങ്ങളും ഒക്കെ ഇന്റർവ്യൂവിന്റെ ആവശ്യത്തിന് വേണ്ടി ആണെങ്കിലും ലവ് ചിഹ്നം ഒക്കെ കൊടുത്ത് വളരെ എസ്തെറ്റിക് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് അതൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് കണ്ട് അവന് ചിരി വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ കാറിൽ പോകുന്ന സമയം പിയോട് ഇവൾക്ക് ഇവളുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തിരക്കണം എന്ന് പറയുന്നു. കൂടാതെ താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് അവൾ നല്ല മയക്കത്തിലാണെങ്കിലും അവൾ പറഞ്ഞത് കണക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനായി ഒരുങ്ങുന്നു. പക്ഷെ അവന് ഈ വക കാര്യങ്ങളൊന്നും തന്നെ വലിയ പിടുത്തം ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ഒക്കെ കണ്ട് അതിന്റെ സഹായത്തോടെയാണ് ചെയ്യാൻ നോക്കുന്നത്. അതിനിടയിൽ നൈസായി ബോധം വരുന്ന അവൾ, എനിക്കെന്താ ഒരു ഗതിയും പിടിക്കാത്തത്, എത്ര കഷ്ടപ്പെട്ടാലും ഒരു കാര്യവും നന്നായി നടക്കുന്നില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഇപ്പൊ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്ന നീയും 3 മാസമല്ല എന്റെ കൂടെ കാണും, അത് കഴിയുമ്പോ നീയും പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തിന്റെ ഇടയിലും ഇപ്പമുള്ള ആ ബോധത്തില് പിച്ചും മേയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ട് അവന് ചിരിയും വരുന്നുണ്ട്, ഇവളുടെ അവസ്ഥ ഓർത്ത് വിഷമവും വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം അല്ലു ലേറ്റ് ആയിട്ടാണ് ഉറങ്ങി എണീക്കുന്നത്. കാരണം ഇന്നലെ ഫുൾ ഇവളെ നോക്കി സമയം പോയില്ലേ. അപ്പോഴേക്കും അവളാകട്ടെ എഴുന്നേറ്റ് റെഡിയായി അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ താൻ ഡ്രിങ്ക്സ് അടിച്ച് ഓവറായി എന്തെങ്കിലും ചെയ്തെങ്കിൽ സോറി എന്നൊക്കെ പറഞ്ഞ് അവൾ ലേശമുള്ള ഓർമ്മയുടെ പുറത്ത് മാപ്പ് പറയുമ്പോൾ അതൊന്നും സാരില്ല എന്ന് പറയുന്ന അവൻ ഇപ്പൊ അവള് ഇന്റർവ്യൂ എടുക്കാനൊന്നും ഇനി പ്ലാൻ ചെയ്യുന്നില്ല, അതൊക്കെ വിട്ടു കളഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോ നീ ഗീവപ്പ് ചെയ്യില്ല, ഇന്റർവ്യൂ എടുത്ത് അടങ്ങുമെന്ന് പറഞ്ഞിട്ട് മടുത്തു, കുറെയായി, ഇനി വയ്യാന്ന് പറഞ്ഞ് അവൾ ഇനി ഇന്റർവ്യൂവിന് ഇല്ല എന്ന് തീർത്ത് പറയാണ്. എന്തായാലും അങ്ങനെ അന്ന് ഓഫീസിലെത്തുന്ന അവൾക്ക് വീണ്ടും ഇന്റർവ്യൂ എടുക്കാൻ പോകാഞ്ഞതിന്റെ പേരിൽ വഴക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അവൾ ഇല്ല എന്ന ചാൻസിൽ പോയി ഇന്റർവ്യൂ എടുത്ത നാൻസിക്കും വഴക്ക് കിട്ടുന്നുണ്ട്. നാൻസിക്ക് വഴക്ക് കിട്ടാൻ കാരണം അവൾ എടുത്ത ഇന്റർവ്യൂ ഒട്ടും പ്രൊഫഷണൽ ആയിരുന്നില്ല, എല്ലാം ചളകുളമായിരുന്നു എന്ന് ഇപ്പോഴാണ് ബോസിന് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായത്. അതിന്റെ പേരിലാണ് അവളെ വഴക്ക് പറയുന്നത്. അതായത് വേണ്ട ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഏതാണ്ട് PSC പരീക്ഷയുടെ ഉത്തരം പോലെ ഒറ്റ വാക്കിലായിരുന്നു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം ഇവൾ ശേഖരിച്ചിരുന്നത്. അതും അവൻ എസ്ഓർണോയാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് എങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും എന്നതാണ് ബോസിന്റെ ടെൻഷൻ. ആ സമയത്ത് തന്നെയാണ് മോയുടെ പിയുടെ ടൈമിങ്. പുള്ളി അങ്ങോട്ടേക്ക് എത്തി മോ ഇന്റർവ്യൂ തരാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു. ഈ സമയത്ത് ബോസും അവളുടെ കൊളീഗ് നാൻസിയും ഒക്കെ ഹാപ്പി ആവുമ്പോൾ നാൻസി പിന്നീട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അവിടെ മറ്റൊരു കാര്യം നടക്കുന്നു. വേറൊന്നുമല്ല, ഇത്തവണത്തെ ഇന്റർവ്യൂവിന് നിയാൻ തന്നെ മതി എന്ന് പറഞ്ഞ് പ്രത്യേകം അവളെ ചൂസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അസൂയ മൂത്ത് നാൻസിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ പിയുടെ കൂടെ വലിയ സന്തോഷത്തിൽ നഷ്ടപ്പെട്ട അവസരം വീണ്ടും കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കാനായി പുറപ്പെടുന്നു. അങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി കണ്ടുമുട്ടുന്ന സമയം ആദ്യം തന്നെ അവൾ ഇന്നലെ ഞാൻ പറഞ്ഞതിനൊക്കെ സോറി പറയുന്നു. ഇന്നലെ ഞാൻ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ വ്യക്തമായി എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയില്ലെങ്കിലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിയാം, റിയലി സോറി എന്നല്ല അവൾ ഇങ്ങനെ പറയുമ്പോ അവൻ അവളോട് എന്തായാലും പെട്ടെന്ന് എന്താന്ന് വെച്ചാ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യും, സമയമില്ലാന്ന് ധൃതി ഭാവിക്കുകയാണ്. അവൾ ആ സമയത്ത് അവരുടെ പുതിയ പ്രോജക്റ്റ് ആയ സീക്രട്ട് റൂമിനെ പറ്റിയാണ് തിരക്കുന്നത്. എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്നില്ല, വളരെ അഡ്വഞ്ചറസും മിസ്റ്റീരിയസുമായ ഒരു കാര്യത്തെ പറ്റി അവൾ പറയുമ്പോൾ അവൻ അതിനെ സമ്മതിച്ച് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാനേ പറയുന്നു. കാരണം അതിൽ പങ്കെടുക്കുന്നവരും ആ ഒരു തീമിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടേണ്ടതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ചകത്തേക്ക് പോകുന്നത് കൊണ്ട് കപ്പിൾ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ പതി അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, വളരെ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ പേടിച്ച് വരച്ചാണ് അവൾ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗോസ്റ്റ് ഒക്കെ വരും, പേടിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കും. ചുരുക്കി പറഞ്ഞ വണ്ടർലയിലൊക്കെ ഉള്ള ഹൊറർ കേവ് എന്നാണോ അതിന്റെ പേര്, മറന്നുപോയി, പണ്ടപ്പോഴോ പോയതാണ്. അല്ലെങ്കിലും ഈ ഗോസ്റ്റ് ഹൗസ് അങ്ങനത്തെ ഒക്കെ ഓരോ സെറ്റപ്പ് ഒക്കെ ഇല്ലേ, ഏതാണ്ട് അത് കണക്കാണ് ഇതും. അങ്ങനെ അവൾ അത് പേടിച്ച് വരച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ട് അവര് ചിരി വരുന്നുണ്ട്. ഇവന് പേടി വന്നാലും അത് മുഖത്ത് മരില്ലല്ലോ, ആളെപ്പോഴും ഗൗരവത്തിലല്ലേ. അവളാകട്ടെ പേടി വരുന്നത് പുറമെ ഭാവിക്കാതിരിക്കാനായി മാക്സിമം മസിൽ പിടിക്കുന്നുണ്ടെങ്കിലും ആ മുഖത്ത് പേടി വന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീക്രട്ട് റൂമിൽ നിൽക്കുന്ന സമയം പേടിച്ച് വരച്ച് പേടി മാറ്റാനായി നിയാൻ മോനെ കെട്ടിപ്പിടിക്കുന്ന പോലുമുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ പോലും അവൾ അറിയുന്നില്ല ഇത് മൂവല്ല, പകരം
അവൾ കല്യാണം കഴിച്ച മൂവിന്റെ ഇരട്ട സഹോദരനായ ലൂ ആണെന്ന്. അങ്ങനെ എന്തെങ്കിലും പേടിച്ചൊരു പരുവായ അവളെയും കൊണ്ട് നേരെ അവളുടെ താമസ സ്ഥലത്തേക്കാണ് മോ ചെല്ലുന്നത്. അവിടെ അവള് പേടിച്ച് തളർന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സോറി, നമുക്ക് നാളത്തേക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ അവളുടെ പരവേശം കാണുന്ന അവൻ വെള്ളം എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്നു. അവൻ ഇങ്ങനെ പോകുന്നത് കണ്ട ഒരു ഡൗട്ടോട് കൂടി നോക്കുന്ന അവൾ, അല്ല മോ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഞാനും ലൂവും താമസിക്കുന്ന ഈ വീട്ടിൽ വരുന്നത്? പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കണ്ട വീട്ടില് നല്ല പരിചയമുള്ള ഒരാളെ പോലെയാണ് എന്ന് പറയുമ്പോ ഇവള് കള്ളി കണ്ടുപിടിക്കുമോ എന്നൊരു പേടി അവന് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ കുരുട്ട് ബുദ്ധിയിൽ ഒരു മറുപടി ആലോചിക്കുന്നു. അത് പിന്നെ ഇത് വലിയ ബംഗ്ലാവ് ഒന്നും അല്ലല്ലോ, നോക്കുമ്പോ തന്നെ ബേസിക് ആയിട്ട് ഒരു അടുക്കള, അവിടുന്ന് വെള്ളം എടുക്കുന്നത് വലിയ ടാസ്ക് ഒന്നും അല്ലാന്ന് പറഞ്ഞ് അവൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്തായാലും ആ സമയത്താണ് ഒരു കോൾ അവന് വരുന്നത്. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി എന്ന് അറിയിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. അവൾ അപ്പോഴും എന്തോ ഒരു ഡൗട്ട് പോലെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിയും കഴിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത്. ഇതാരപ്പാന്ന് വിചാരിച്ച് അവൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ലൂവിന്റെ അമ്മയാണ്. അമ്മ ഇപ്പൊ ഇവിടെ വന്നാല് കള്ളി പൊളിയുമോ എന്ന് അവൾക്കാകെ പേടി. കാരണം വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇവർ രണ്ടുപേർക്കും വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, ഒരാൾക്ക് ഇന്ന ഭാഗം മറ്റേ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ വീട്ടിനകം കണ്ടാൽ അമ്മയ്ക്ക് ഇതൊരു ഫേക്ക് മാരേജ് ആണ് എന്നത് മനസ്സിലാകും എന്നറിയാവുന്ന അവൾ, അമ്മ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് പറഞ്ഞ അമ്മയെ നൈസായിട്ട് വെളിയിൽ കൂട്ടിക്കൊണ്ട് പോകാനായി ഒരുങ്ങുന്നു. ഒപ്പം തന്നെ ലൂവിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതുപോലെ അമ്മ വന്നു, വീട്ടിലെ കാര്യങ്ങൾ കണ്ടാൽ കുഴപ്പമാണെന്ന്. അങ്ങനെ മെസ്സേജ് കിട്ടുന്ന ലൂ വേഗം തന്നെ അവന്റെ യഥാർത്ഥ രൂപത്തിൽ നേരെ താമസ സ്ഥലത്തേക്ക് എത്തി വീട്ടിലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നതിന്റെ തെളിവെല്ലാം നശിപ്പിച്ച് കളയാണ്. അങ്ങനെ നോർമൽ ഭാര്യയും ഭർത്താവും താമസിക്കുന്ന കണക്ക് വീട് അറേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴേക്കും അമ്മയും നിയാനും അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾക്ക് ഇവൻ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എന്ന് കാണുമ്പോഴാണ് ശ്വാസം നേരെ വീഴുന്നത്. കാരണം ഈ അമ്മ എങ്ങാനും സത്യം അറിഞ്ഞാല് തന്റെ അമ്മയും അറിയും തന്റെ പ്ലാൻ എല്ലാം പൊളിയുമെന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഇടയിൽ അവൾ അവിടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയുള്ള ടെക്നിക്സ് അടങ്ങിയ ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നത് അപ്പോഴാണ് അവന്റെ കണ്ണിൽ പെടുന്നത്. പെട്ടെന്ന് സാധനങ്ങൾ മാറ്റിയപ്പോ അത് അവൻ കണ്ടതാണ്. എന്തായാലും ഇവള് തന്റെ കൂടെ ഇവിടെ താമസിക്കുന്നതിൽ കുറച്ച് ഇൻസെക്യൂർഡ് ആണ്, അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ ബുക്ക് എന്നും അവന് മനസ്സിലാവുന്നുണ്ട്. ഇവള് ഞാൻ വിചാരിച്ച പോലെയല്ല എന്ന് അവൻ ഓർക്കുന്നു. അങ്ങനെ എന്തായാലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾ മോയിനെ പറ്റിയെല്ലാം അമ്മയോട് ചോദിക്കുമ്പോൾ അവൻ ബിസിയല്ല മോളെന്നെല്ലാം അമ്മ പറയുമ്പോഴാണ് ലൂ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. മോയെ കാണാനില്ല എന്ന് അറിഞ്ഞ ദിവസം അമ്മയ്ക്ക് വയ്യാതെ വന്നതും അമ്മയെ സമാധാനിപ്പിക്കാനായി ആരോഗ്യനില വീണ്ടും മോശമാവാതെ മെയിൻറ്റെയിൻ ചെയ്യാനായി ഇവൻ മോയിനെ കണക്ക് അമ്മയോട് സംസാരിച്ചതുമല്ല. ഇപ്പൊ അവനത് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ഇവിടെ ഫുഡിന്റെ ഒപ്പം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്ന നിയാൻ പെട്ടെന്ന് പൊട്ടിക്കരയാണ് അമ്മയുടെ മുന്നിൽ. അമ്മ, ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ ഒരു കള്ളം പറഞ്ഞു, അമ്മ ക്ഷമിക്കണമെന്നും പറഞ്ഞ് അവള് കരയുമ്പോ അവള് സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കാനായി വേഗം അവൻ അവളുടെ വാ പൊത്തി പിടിക്കുമ്പോ അമ്മ അത്രയും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്ത് കള്ള പറഞ്ഞെന്ന് അമ്മ ഡൗട്ടോട് ചോദിക്കുമ്പോ ഒന്നുമില്ല അമ്മ, ഞങ്ങൾ അമ്മ വരുന്നതിന് തൊട്ട് മുന്നേ വഴക്കിട്ടിരുന്നു. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് സ്നേഹമുള്ള പോലെ നിന്നപ്പോ ആ പിണക്കത്തിന്റെ ആ ഒരു കാര്യം കണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞ് അവളെ നൈസായിട്ട് അവൻ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാണ്. കൂടുതൽ അവൾ സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാനേ. ബെഡ്റൂമിൽ കൊണ്ടുപോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവനെയും പിടിച്ച് കട്ടിലിൽ കിടത്തി പുതപ്പിച്ച് അവള് വീണ്ടും വാചാലയാവുന്നു. മോ എവിടെ ആയിരിക്കും? അവനിപ്പോ ഒറ്റയ്ക്കായിരിക്കോ? നമ്മളൊരു ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ളപ്പോ മോ മാത്രം എന്താ വരാത്തെന്നൊക്കെ ചോദിച്ച് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ലൂവിന് സങ്കടാവുന്നുണ്ട്. കൂടാതെ അവൾ അതിന്റെ ഇടയിൽ ഇവന്റെ അടുത്ത് ഡ്രിങ്ക്സിന്റെ ഹാങ് ഓവറിൽ കിസ് ചെയ്യാനൊക്കെ വരുമ്പോ പെട്ടെന്ന് അവൻ താനും തിരിച്ച് കിസ് ചെയ്യരുതെന്ന രീതിയിൽ അവളെ ഉറക്കെ ഞെട്ടിച്ച് വിളിക്കുമ്പോ അവൾ ഞെട്ടിപ്പെടഞ്ഞ് എണ്ണീറ്റ്, അത് പിന്നെ സോറി, ഞാനിന്ന് ആകെപ്പാടെ മറ്റേ സീക്രട്ട് റൂമിൽ പോയിരുന്നു ഇന്റർവ്യൂവിന്റെ കാര്യത്തിന്. അപ്പോ അതിന്റെ ഹാങ് ഓവറിലെ ഡ്രിങ്ക്സും കൂടി ആയപ്പോ ആകെപ്പാടെ ഫിറ്റായി പോയതാ, സോറി, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അല്ലെന്നെല്ലാം അവള് ചോദിക്കുന്നു. ഇവൾക്ക് പേടിയല്ലേ, പിന്നെന്തിനാ സീക്രട്ട് റൂമിൽ പോയെന്ന് ചോദിച്ച് അവൻ ഇവളെ കളിയാക്കുമ്പോ എനിക്കൊരു പേടിയില്ല, വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെന്ന് ഹൊറർ ഫിലിം കാണാം, ഞാൻ ഇത്ര ധൈര്യശാലിയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നു പറഞ്ഞു അങ്ങനെ അവൾ അവനെ നിർബന്ധിച്ച് ഫിലിം കാണാനായി കൂടെ ഇരുത്തുന്നു. ഇങ്ങനെ സിനിമ കാണുന്നതിന്റെ ഇടയിൽ അവൾ പേടിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു പേടിയില്ല. പേടി ഉണ്ടെങ്കിലും അവന്റെ മുഖത്ത് അത് വരുത്തൂല്ല. അവളാകട്ടെ ഇത്രയും മാരകമായ സീനിൽ പോലും താൻ പേടിക്കാതിരുന്നാല് ചിലപ്പോൾ ഡൗട്ട് അടിച്ചാലോ എന്ന് കരുതി അവളുടെ മുന്നിൽ പേടി വരുന്ന കണക്ക് അവൻ അഭിനയിക്കുന്നുമുണ്ട്. അവളാണെങ്കിൽ ഒരു ഭാഗത്ത് ശരിക്കും പേടിച്ച് വരച്ചു ഇരിക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഒന്നിച്ചൊരു കിടുക്കൻ ഹൊറർ ഫിലിം കാണുന്നതും ഒന്നിച്ചങ്ങനെ സമയം ചെലവഴിക്കുന്നതും കാണിച്ചു. അടുത്ത ദിവസം രാവിലെ ഉറക്കമെണ്ണിക്കുന്ന ലൂവിനെയും നിയാനെയുമാണ്. ഇപ്പൊ തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യാം, ഈ കഥയിൽ രണ്ടുപേരുണ്ട് സഹോദരങ്ങൾ, അവർ ഇരട്ടകളാണ്, ലൂവും മൂയും. അതിൽ മൂ എവിടെയാണെന്ന് നമുക്കറിയില്ല, എന്ത് പറ്റിയെന്നറിയില്ല. പക്ഷെ അവൻ എന്തോ ഒരു കാര്യം കൊണ്ട് ഇവിടെ ഇല്ല, മരിച്ചതാണോ കാണാതായതാണോ എന്ന് വ്യക്തമല്ല. അവന് പകരം ആളുകളുടെ മുന്നിൽ അവന്റെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവന്റെ ഇരട്ട സഹോദരനും നമ്മുടെ കഥാനായകനുമായ ലൂ ആണ്. ഇടയ്ക്ക് മൂ ആണോ ലൂ ആണോ എന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി എന്ന് കമന്റ്സ് കണ്ടതുകൊണ്ടാണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഹൊറർ ഫിലിം ഒന്നിച്ചിരുന്ന് കണ്ട ലൂവും നിയാനും ഒന്നിച്ചുറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഉണരുമ്പോ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചുള്ളത് കണ്ട് ആകെ ചമ്മുന്നുണ്ട്. കൂടാതെ ഇന്നലെ ഇവരുടെ വീട്ടിലേക്ക് എത്തിയ അമ്മ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അമ്മ ബെഡ്റൂമിലേക്ക് എത്തുമ്പോ പെട്ടെന്ന് അവർ പെടഞ്ഞെണ്ണീറ്റ് മാറിയിരിക്കുന്നു ഒക്കെയുണ്ട്. ഇവർ അഭിനയിക്കുന്നതായതുകൊണ്ട് ഒരു ചമ്മലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അമ്മ ഇവര് ഭാര്യ
ഭാര്യയും ഭർത്താവുമല്ലേ, ഇവരെന്തിനും ഇങ്ങനെ ചമ്മിൻ പോകുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ കളിയാക്കി ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് റെഡിയായി ഓഫീസിലേക്ക് പോകുന്ന നിയാന് അവളുടെ ബോസിന്റെയും കൊളീഗിന്റെയും കൂടെ അവരുടെ ഒരു ഇൻവെസ്റ്ററിന്റെ പാർട്ടി അറ്റൻഡ് ചെയ്യാനായി പോകേണ്ടി വരുന്നു. ആ ഇൻവെസ്റ്ററും അയാളുടെ മാനേജറും ഒപ്പം ഇവർ 3 പേരുമേ ഉള്ളൂ. പാർട്ടിക്കിടയിൽ വെച്ച് മനഃപൂർവ്വം നിയാനെ ഡ്രിങ്ക്സ് അടിക്കാനും വൈൻ കുടിക്കാനും ഒക്കെ നിർബന്ധിക്കുമ്പോൾ അവൾക്ക് ഇതൊന്നും വേണ്ട, അവൾക്ക് അത് സെറ്റ് ആവില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവിടെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. കൂടാതെ നൈസായി കൊളീഗും അവളുടെ ബോസും എസ്കേപ്പ് ആയി പോകുന്നുമുണ്ട്. ഈ സമയത്ത് ആ ഇൻവെസ്റ്റർ അവളോട് അപമര്യാദയായി പെരുമാറാനായി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും താൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്നു എന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവൾ എന്തെങ്കിലും പന്തികേട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നു ഭയപ്പെട്ടിരുന്നു. കാരണം ഇവളും ഇയാളൊക്കെ ശ്രമിച്ചിരുന്നു. ഇപ്പൊ ദേ കറക്റ്റായി അവൾ പേടിച്ചതുപോലെ തന്നെ അപകടത്തിലാവുന്ന സമയം ഭാഗ്യവശാൽ അവൾക്ക് എന്തെങ്കിലും പറ്റുമുന്നേ അങ്ങോട്ടേക്ക് മൂ എത്തുകയും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവൾക്ക് പക്ഷെ ആ ഒരു സമയത്ത് മൂനെ കാണുമ്പോൾ ലൂവിനെ പോലെയാണ് തോന്നുന്നത്. അറിയാമല്ലോ, ലൂവിന്റെ ഇരട്ട സഹോദരനായ മൂ ഒരു വലിയ കമ്പനി ഹെഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗെറ്റപ്പില് നമുക്ക് ഇവനെ മൂന്ന് തന്നെ വിളിക്കാം. കാരണം അത് യഥാർത്ഥത്തിൽ ലൂ മൂവിന്റെ വേഷം കെട്ടിയതാണെങ്കിൽ പറഞ്ഞു വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനേ. അങ്ങനെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് പെട്ടെന്നുണ്ടാവുന്ന ഇമോഷന്റെ പുറത്ത് കരയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നിയാൻ അന്വേഷിച്ച് ഗുവാൻ എത്തുമ്പോഴേക്കും നിയാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ കൊളീഗ് വിവരിക്കുന്നു. നിങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൾക്ക് അങ്ങനെ സംഭവിച്ചോ? അപ്പോ ഇത് നീയൊക്കെ കരുതിക്കുട്ടി വല്ലതും അവളെ കുടുക്കാൻ നോക്കിയതാണോ എന്ന് ഗുവാൻ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, എന്റെ ഭാഗ്യത്തിന് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് മുന്നേ രക്ഷപ്പെട്ട് ബാത്റൂമിൽ പോകാനായി പുറത്തേക്ക് മാറി. അപ്പോ ഇത് നടന്ന സംഭവത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്ന് കൊളീഗ് പറയുമ്പോൾ ഗുവാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്നില്ല. എന്തായാലും ഗുവാൻ നിയാനെ അന്വേഷിച്ച് തന്നെ ഇപ്പോഴും അവളുടെ പിറകെ നടക്കുന്നു എന്നത് നമുക്ക് അവൻ ഇവിടെ വന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോഴേക്കും താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നിയാന് പതിയെ ബോധം വരുമ്പോൾ അവളുടെ അടുത്തിരിക്കുന്ന ലൂവിനെയാണ് അവൾ കാണുന്നത്. അവൾ പെട്ടെന്ന് പെടഞ്ഞെണ്ണീറ്റ് അവനാണ് തന്നെ അവിടെ വന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് കരുതി അവനെ കെട്ടിപ്പിടിക്കുന്നു. കാരണം അവിടെ വന്നത് മൂവിന്റെ ഗെറ്റപ്പിലാണെങ്കിലും അവൾക്ക് ഇപ്പോൾ അത് ഓർമ്മയില്ല. കൂടാതെ ഇവനെ എമർജൻസി ഡയൽ ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ എങ്ങനെ ഇവന്റെ കോൺടാക്ട് അപ്പൊ എമർജൻസി ലിസ്റ്റിൽ വന്ന് കിടന്നു എന്നതുപോലും സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും അത് ഭാഗ്യമായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റിയത്, അതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് എന്നെല്ലാം അവൾ പറയുമ്പോൾ ഇവൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവള് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി കിടന്നിരുന്ന സമയത്ത് ഫോൺ എടുത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ തനിക്ക് അവളുടെ അടുത്ത് ഓടിയെത്തണം എന്ന കാര്യം കൊണ്ട് തന്റെ കോൺടാക്ട് എമർജൻസി ഡയലിൽ ആഡ് ചെയ്ത് കൊടുത്തത്. എന്തായാലും അവളിപ്പോ തന്നെ സഹായിച്ചതിനും രക്ഷിച്ചതിനൊക്കെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളിങ്ങനെ നന്ദി പറയുമ്പോ അതൊന്നും നന്ദി പറയേണ്ട ആ കാര്യങ്ങളൊന്നും അല്ല, ഇനിയും നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നീ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഉറങ്ങിപ്പോകില്ല, നിന്റെ കോളും കാത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവൻ അവളെ അറിയിക്കുന്നു. പിന്നെ എത്ര തിരക്കാണെങ്കിലും അവളുടെ ഒരു എമർജൻസി കോള് വന്നാൽ താൻ അതിനെ മുൻതൂക്കം കൊടുക്കുള്ളൂ എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ ഫുഡ് ഉണ്ടാക്കാനായി ചെല്ലുമ്പോൾ ഇവളെ റെസ്റ്റ് എടുക്കാതെ അവന്റെ പിറകെ തന്നെ നടക്കാണ്. അവൾക്ക് സ്വന്തമായും ഒന്നും ചെയ്യാനില്ലാത്ത മട്ടിൽ അവന്റെ നിഴല് പോലെ പിറകെ നടക്കുമ്പോൾ അവൻ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുന്നു. നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്, നിനക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ട്, പോയി റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ എന്റെ പിറകെ നടക്കാതെ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവൾ അവിടെ നിൽക്കുമ്പോൾ അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തുന്നു. ഈ സമയത്ത് അവൾ ഒരിക്കലും അവൻ എത്തി തന്നെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും ആരും തന്നെ രക്ഷപ്പെടുത്താനില്ലാതെ ആ ഒരു അവസ്ഥയിൽ താൻ നശിച്ചു പോകുമെന്ന് വിചാരിച്ചെന്നും ഇപ്പോൾ ആ കാര്യം ഓർക്കുമ്പോഴുള്ള പേടി പങ്കുവെക്കുന്ന അവൾ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയെന്ന് വീണ്ടും പറയുന്നു. കൂടാതെ തനിക്കിപ്പോ ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടെന്നും പറഞ്ഞ് അവൾ സന്തോഷിക്കുമ്പോൾ നിനക്ക് എന്നും നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് അവനും പറയാണ്. കാരണം ഇവര് ഫേക്ക് മാരേജ് അല്ല, അപ്പോൾ നല്ലൊരു ഹസ്ബൻഡ് എന്ന് അവന് പറയാൻ കഴിയില്ലല്ലോ. ഈ സമയത്ത് അവൾ പതിയെ അവന്റെ ആ ഒരു സേഫ്റ്റിയിൽ ഉറങ്ങാനായി തുടങ്ങുമ്പോൾ അവൻ അവളെ നോക്കിയിരിക്കുന്നു. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്ന അവൻ അവൾക്കൊരു കിസ് കൊടുത്ത ശേഷം പതിയെ അവളുടെ അടുത്തിരുന്ന് തല ചായച്ചുറങ്ങുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ മോശമായി പെരുമാറിയ അയാളെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന കാര്യം ബോസ് കൺവേ ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ആക്ച്വലി അയാൾ ഒരു ഇൻവെസ്റ്റർ അല്ല, ഇവർ ഇന്റർവ്യൂ എടുക്കാനായി സമീപിച്ചു നടന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഇന്റർവ്യൂ എടുക്കുക ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് അയാൾ വന്നതും. എന്തായാലും ഇനിയിപ്പോൾ അയാളുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ബോസ് പറയുമ്പോൾ വേണമെങ്കിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് പോയി ഒരു ഇന്റർവ്യൂ എടുക്കാന്ന് അവിടെ ഇരുന്ന് ഞാൻ കളിയാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കഴിഞ്ഞ ദിവസം എടുക്കാൻ നോക്കിയിട്ട് പറ്റാതെ പോയ മൂവിന്റെ ഇന്റർവ്യൂവിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ ആയിട്ട് ഞാൻ പോകുന്നു. മൂ ആകട്ടെ ഫോട്ടോഷൂട്ട് ചെയ്യാനായി ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നതിന്റെ ഇടയിൽ അവൻ കയ്യിൽ ധരിച്ചിരുന്ന ലൂവിന്റെയും നിയാന്റെയും വെഡിങ് റിങ് കയ്യിൽ നിന്ന് താഴെ വീണ് പോകുന്നത് പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചതുമില്ല. എന്തായാലും അവിടെ നിയാനുള്ള സമയം അവളെ കാണാനായി എത്തുന്ന ഗുവാൻ അവളോട് സംസാരിക്കുന്നു. നോക്ക്, നീ ലൂവിനെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കണമെന്നെല്ലാം അവൻ ആവശ്യപ്പെടുകയാണ്. അവന് പറ്റിയതൊരു തെറ്റാണെന്നെല്ലാം പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുമ്പോൾ അവൾ ഒന്നും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഇതേസമയം ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ മൂ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ ആകെ അവൻ അസൂയ മൂത്ത് അവൻ ലൂ ആയി അവൻ യഥാർത്ഥത്തിൽ ലൂ ആയി ഉള്ളപ്പോ അവന്റേതായി ഉപയോഗിക്കുന്ന മൊബൈൽ എടുത്ത് ആ ഒരു നമ്പറിൽ നിന്ന് അവളെ മെസ്സേജ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്.
നോക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും റിപ്ലൈ ചെയ്യാതെ അവൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ സംസാരിക്കുന്നത് നീ പറയുന്ന പോലെ ഇനി നമുക്ക് ഒരിക്കലും ഒന്നാവാൻ സാധിക്കില്ല, നീ എന്നെ പറ്റിച്ചവനാണ് എന്നൊക്കെയാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ അതെന്താണെന്ന് അറിയാത്ത അവളെ വിവാഹം ചെയ്ത് അവൻ ടെൻഷൻ അടിച്ച് ഇവിടെ മാറി നിൽക്കാണ്. ഒടുക്കം മാനേജറോട് നീ പോയി അവനെ ആരെങ്കിലും വിളിക്കുന്നെന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോയെന്ന് അവൻ പറയുമ്പോൾ മാനേജർ അവനെ നോക്കി ചിരിക്കാണ്. ഓ, അപ്പൊ അസൂയൊക്കെ തോന്നാൻ തുടങ്ങിയല്ലേ എന്ന്. മാനേജർക്ക് ഇവന്റെ ആൾമാറാട്ടവും ഇവന്റെ കല്യാണം നടന്നതും ഒക്കെ അറിയാലോ. അങ്ങനെ എന്തെങ്കിലും മാനേജർ പറഞ്ഞതുപോലെ ഗുവാൻ അവിടെ നിന്ന് ഒരാവശ്യം പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകുന്ന സമയം ഞാൻ ഉടനെ തന്നെ ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് അവളുടെ അമ്മയാണ്. അമ്മ എന്തോ അത്യാവശ്യം പറയുമ്പോഴേക്കും അവൾ വേഗം വെപ്രാളത്തിൽ കോൾ കട്ട് ചെയ്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇവളിങ്ങനെ വെപ്രാളത്തിൽ പോകുന്നതൊക്കെ മോ നിന്ന് നോക്കുന്നുണ്ട്. ആരാണ് വിളിച്ചതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എന്തിനാണ് അവൾ ഈ വെപ്രാളത്തിൽ പോയതെന്നോ അവന് മനസ്സിലായില്ല. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് അമ്മയുടെ അപ്പാർട്ട്മെന്റിലേക്കാണ്. പക്ഷെ അകത്ത് കയറും മുന്നേ അവൾ ലൂവിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ അവളെ പിന്തുടർന്ന് മൂ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വെളിയിൽ നിൽക്കുമ്പോഴാണ് അവന്റെ കയ്യിലുള്ള ലൂവിന്റെ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നത്. ഇതുപോലെ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോവാണ്, ഞാൻ ഈ മെസ്സേജ് അയച്ച് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും എന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് കോളോ മെസ്സേജോ വന്നില്ലെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് വരണം, അപകടമാണെന്ന്. അവൻ ഈ മെസ്സേജ് കണ്ട് എന്താണ് അകത്ത് നടക്കുന്നത് എന്നറിയാതെ ആരെ കാണാൻ പോയത് എന്ന് മനസ്സിലാതെ ടെൻഷനായി വെളിയിൽ തന്നെ നിൽക്കുന്നു. അവൾ അമ്മയുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയുടെ പുതിയ ബോയ് ഫ്രണ്ട് ഉപദ്രവിക്കുന്നതാണ് കാശ് ചോദിച്ച്. ഇവൾ വേഗം ചെന്ന് അയാളെ തള്ളി മാറ്റി അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ വേഗം തന്നെ നിന്റെ തള്ളയോട് പറഞ്ഞു എനിക്ക് കാശ് വാങ്ങിച്ചതാ, എന്നാൽ മാത്രമേ ഞാൻ ഇവളുടെ കൂടെ നിൽക്കൂ, പിന്നെ ഞാൻ ഇവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിനും നിങ്ങൾക്കൊരു പഞ്ഞവും വരില്ല, അതൊക്കെ ഓർമ്മ വേണമെന്നും പറഞ്ഞ് ഇപ്പൊ കാശ് വേണമെന്ന് പറഞ്ഞ അയാൾ ബഹളം വെക്കുകയാണ്. എത്രക്ക് കാശുകാരനാണെങ്കിൽ ഇയാൾ എന്തിനല്ല ഇങ്ങനെ കാശ് ചോദിക്കുന്നത്. എന്തായാലും അയാളുടെ ഈ ലെക്ക് കെട്ടുള്ള സംസാരം അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. തനിക്ക് എന്തിന്റെ കേടാടോ, ഞാനൊരു വിഡ്ഢിയാണെന്നാണോ തന്റെ വിചാരം എന്നെല്ലാം അവള് ഷൗട്ട് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ സംസാരം നടക്കുമ്പോൾ താഴെ സമയം നോക്കി വളരെ ടെൻഷനിൽ നിൽക്കുകയാണ് അവൻ. കറക്റ്റ് അവള് പറഞ്ഞ സമയമാകുമ്പോൾ അകത്തേക്ക് പോകണം. പക്ഷെ ഈ മൂവിന്റെ ഗെറ്റപ്പിൽ പോയാൽ അവള് ലൂവിനല്ലേ ഞാൻ മെസ്സേജ് ചെയ്തത്, പിന്നെ താനെന്ത് ഇവിടെ വന്നേ എന്നൊക്കെ ചോദിക്കല്ലോ, എന്ത് ചെയ്യുമെന്ന് അവന് ഭയങ്കര ടെൻഷൻ. ഇതേസമയം അകത്ത് അമ്മയെ ഉപദ്രവിച്ച പോലെ തന്നെ അവളെയും ഉപദ്രവിക്കാനായി അയാൾ തുടങ്ങുകയാണ്. അടുത്തടി അവളുടെ ദേഹത്ത് വീഴും മുന്നേ അയാളുടെ കൈ തട്ടി മാറ്റി അയാളെ അടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയാണ് നമ്മുടെ മോ. അവൻ ആ ഒരു ഗെറ്റപ്പിൽ തന്നെ, അതായത് യഥാർത്ഥത്തിൽ ലൂ ആണ്, പക്ഷെ മോയുടെ ഗെറ്റപ്പിൽ തന്നെ അവൻ വന്ന് അമ്മയും നിയാനെയും സേവ് ചെയ്ത് അയാൾ അടിച്ചോടിക്കുന്നു. ലൂവിന് വരാൻ കഴിയാത്തത് കൊണ്ട് അവൻ എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് ഇവൾ താൻ എന്താ ഇവിടെ എന്ന രീതിയിൽ തന്നെ നോക്കുന്നത് കണ്ട് അവൻ പറയുന്നു. അവൾ എന്തായാലും രക്ഷിക്കാൻ വന്നതിന് താങ്ക്സ് പറയുമ്പോൾ അവൻ താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് അമ്മ അവിടെ സേഫ് ആക്കിയ ശേഷം രണ്ടുപേരും കാറിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഈ നടന്ന സംഭവങ്ങൾ ഓർത്ത് മനസ്സ് തകരരുത്, ലൈഫിൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്യാനായി പറയുമ്പോൾ പക്ഷെ എന്റെ ലൈഫിൽ കുറച്ച് കൂടുതലാണെന്ന് അവൾ പറയാണ്. എന്നാലും ഇതിന്റെ ഇടയിലൊക്കെ എനിക്കിപ്പോ ആശ്വാസം കിട്ടുന്നത് ലൂവിനെ പറ്റി ഓർക്കുമ്പോഴാണ്. എന്തോ അവനോട് എനിക്ക് വല്ലാത്ത അടുപ്പം തോന്നുന്നുവെന്ന് അവന്റെ ബ്രദർ ആണെന്ന് കരുതി അവനോട് തന്നെ ഇങ്ങനെ അവള് സംസാരിക്കുമ്പോൾ അവൻ അത് കേട്ട് സത്യം പറഞ്ഞാൽ സന്തോഷം വരുന്നുണ്ടെങ്കിലും ഇമോഷൻ ഒന്നും അവന് മുഖത്ത് വരുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് അവൾ ഒരു ഡിവൈസ് എടുത്ത് കാണിച്ചിട്ട് ഇത് ലൈ ഡിറ്റക്ടറാ, എന്റെ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നതാ, ഞാനിപ്പോ വന്നപ്പോ എടുത്തോണ്ട് വന്നാ, എന്തായാലും ഇത് വെച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു കലക്കുന്നുണ്ടെന്ന് അവൾ അവനിട്ട് തന്നെ പണി കൊടുക്കാൻ പോകുന്ന കാര്യം അവനോട് തന്നെ അറിയാതെ പറയുന്നു. അങ്ങനെ അവളുടെ താമസ സ്ഥലത്ത് അവളെ അവൻ ഡ്രോപ്പ് ചെയ്യുന്നു. അവൾ ബൈ പറഞ്ഞ് അപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന സമയം ലൂവിന് മെസ്സേജ് അയക്കുന്നുണ്ട്, തന്നെ രക്ഷിക്കാനായി കറക്റ്റ് സമയത്ത് ആളിനെ പറഞ്ഞു വിട്ടതിന് താങ്ക്സ് എന്ന്. ആ മെസ്സേജ് അവിടെ മാറി നിൽക്കുന്ന മോന്റെ കയ്യിലുള്ള ലൂവിന്റെ ഫോണിൽ തന്നെ കിട്ടുന്നു. അവൻ ആ മെസ്സേജ് കാണുന്നു. താൻ യഥാർത്ഥത്തിൽ മൂ അല്ല ലൂ ആണെന്നറിയാതെ അവൾ തന്നോട് തന്നെ പറ്റി തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഓർത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോ ഇവന് നല്ല ചിരി വരുന്നുണ്ട്. അവൻ പതി അവന്റെ റിഫ്ലക്ഷനിലേക്ക് നോക്കി ചിരിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ അവൾ പിന്നീട് ലൂ എത്തിക്കഴിഞ്ഞ് അവനുമായി ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യാണ്. അവനോട് നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അമ്മയാണെന്ന് പറയുന്നു. അത് ട്രൂ ആണെന്ന് വരുന്നു. പിന്നീട് അമ്മയല്ലാതെ വേറെ ആരെങ്കിലും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവൻ പറയുമ്പോൾ അതും സത്യമാണെന്ന് വരുന്നു. മൂന്നാമത് അവൾ അത് ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുമ്പോൾ അതും സത്യമായി വരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആവുന്നു. ഈ സമയത്ത് എന്തായാലും പരസ്പരം ഒരു ഇഷ്ടമുണ്ടെന്ന് ഇപ്പൊ രണ്ടുപേർക്കും മനസ്സിലായ സ്ഥിതിക്ക് അവൻ അവളെ ഡേറ്റിന് ക്ഷണിക്കുന്നു. അങ്ങനെ അവൾ വളരെ എക്സൈറ്റഡ് ആയി അടുത്ത ദിവസം ഈവനിങ് അവര് ഡേറ്റിന് പോകാനായുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നവൻ തന്റെ സ്വന്തം ഗെറ്റപ്പിൽ ഡേറ്റിന് പോകാനായിട്ട് റെഡിയായി അവൾക്ക് വേണ്ടി ബൊക്കെയൊക്കെ വാങ്ങി കാറിൽ വരുന്ന സമയത്താണ് ഇവരുടെ ആ ഒരു സീക്രട്ട് റൂമിന് തീ പിടിച്ചു എന്ന കാര്യം പി എക്ക് വന്ന ഒരു ഫോണിലൂടെ അവൻ അറിയുന്നത്. അവൻ ആകെ ടെൻഷൻ ആവുന്നു. അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാനായി പി എയോട് പറയുകയും ഒപ്പം തന്നെ അവൾക്ക് ഡേറ്റിന് ഇപ്പൊ എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവളാണെങ്കിൽ മെസ്സേജ് കണ്ട് ആകെ ടെൻഷനിലാവുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ പാളിയല്ലോ, ആദ്യമായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിനെങ്കിലും ഇവന് വന്നൂടെ എന്നുള്ള കലിപ്പാണ് അവൾക്ക് അത് കേൾക്കുമ്പോൾ വരുന്നത്. അങ്ങനെ എന്തായാലും അവൾ അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സീക്രട്ട് റൂമിന്റെ തീ പിടിച്ചു, അത് അണയ്ക്കാൻ നോക്കുന്നതിന്റെയും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഇടയിൽ മോയ്ക്ക് പരിക്കേറ്റു, അവനിപ്പോ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് അവൾക്ക് കോൾ വരുന്നത്. അവൾ ഇതറിഞ്ഞ് വേഗം തന്നെ ലൂവിനെ വിളിക്കുമ്പോൾ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അവൾ വേഗം ഇവിടെ നിന്ന് മോനെ കാണാനായി പുറപ്പെടുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിലാണ് മോയും അവന്റെ പി എയും ഉണ്ടായിരുന്നത്. ഇവനിപ്പോ തീർത്തും ഹെൽത്തി ആയിട്ടില്ല, വിഷവാതകമൊക്കെ ശ്വസിച്ചതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്.
രക്ഷാപ്രവർത്തനം നടത്താൻ നോക്കിയാണ് അവൻ ഇങ്ങനെ ആയത്. എന്തായാലും അവിടുത്തെ ബാക്കി കാര്യങ്ങള് ഫയർഫോഴ്സിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് PA പറയുമ്പോൾ ഇവൻ ആകെ വെപ്രാളാവുന്നു. കാരണം ഇവൻ ഈ കാര്യങ്ങൾ കാരണം ലേറ്റ് ആയിട്ട് ഡേറ്റിന് വരുമെന്ന് നീ എന്നെ അറിയിച്ചതുകൊണ്ട് അവൾ ഇപ്പോഴും തന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കായിരിക്കോ എന്ന് ടെൻഷൻ ആവുന്ന അവൻ അങ്ങോട്ടേക്ക് പോകാനായി ഒരുങ്ങുമ്പോ ഇന്ന് പോണോ, ആകെ നിങ്ങൾ വീക്ക് ആയിട്ട് ഇരിക്കുകയാണ്, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞത് ഒഴിവാക്കിക്കൂടെ എന്ന് PA ചോദിക്കുമ്പോൾ വേണ്ട, അവൾ എന്നെ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ചെന്നില്ലെങ്കിൽ അവൾക്ക് സങ്കടമാകുമെന്ന് പറയുന്നവൻ വേഗം തന്നെ പുറത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് ഞാൻ എത്തുകയും അവൾ റിസപ്ഷനിൽ മൂവിന്റെ റൂം നമ്പർ തിരക്കുകയും ചെയ്യുന്നു. കാരണം മൂ ഹോസ്പിറ്റലിലാണെന്നല്ല അവൾ അറിഞ്ഞത്. ഇവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഭാഗ്യവശാൽ മാറി നിന്ന് ലൂവും PAയും കണ്ടതുകൊണ്ട് വേഗം തന്നെ അവർ റൂമിലേക്ക് ചെല്ലുന്നു. തന്നെ ഈ രൂപത്തിൽ കണ്ടാൽ താൻ തന്നെയാണ് മൂവായി അഭിനയിക്കുന്നത് എന്ന് മനസ്സിലാകും എന്ന് തിരിച്ചറിയുന്നവൻ വേഗം തന്നെ മൂവിനെ പോലെ തോന്നാനായി കോട്ടൊക്കെ എടുത്തിടുന്നു. വെപ്രാളം പിടിച്ച് റെഡിയാവാൻ നോക്കുന്നത് കൊണ്ടാകാം മൊത്തത്തിൽ കൊളമാവുകയാണ്. അവൾ അകത്തേക്ക് വരുന്നതിന് മുന്നേ തടയണമെന്ന് പറഞ്ഞ് തന്റെ PAയെ അവൻ പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും അവൾ PA തടയുന്നത് കേൾക്കാതെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി മൂവിനെ പോലെ റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. അകത്തേക്ക് വരുന്ന അവളാകട്ടെ അവനോട് ദേഷ്യപ്പെടുന്നു. ഇത്ര റിസ്ക് ഉള്ള കാര്യങ്ങളിലൊക്കെ എന്തിനാ പോയി ഇടപെടുന്നത്, ഫയർ ആണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ അവിടെ പോയി രക്ഷപ്പെടുത്താൻ നോക്കിയത്, അതുകൊണ്ടല്ല ഇങ്ങനെ അപകടത്തിലായത് എന്നെല്ലാം പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു എന്നെല്ലാം പറഞ്ഞ് അവൾ ബഹളം വെക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് പറഞ്ഞതിൽ ഒരു അൺകംഫോർട്ടായി ഫീൽ ആവുന്നു. ഉടനെ അവൾ വേറൊന്നല്ല, നിങ്ങൾ ലൂവിന്റെ ബ്രദർ അല്ലേ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അവനും അപ്സെറ്റ് ആവുന്നുണ്ട്. അവൻ ശരി എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇവൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ തനിക്ക് മൂവിന് അപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ ഇത്ര ടെൻഷൻ വരുന്നത്, മനസ്സിൽ വല്ലാത്തൊരു കോളിളക്കം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാവുന്നു. അവൾ അവളെ തന്നെ ഒരുപക്ഷെ തന്റെ ഹസ്ബൻഡിന്റെ ബ്രദർ ആയതുകൊണ്ട് ആ ഒരു കെയർ ആയിരിക്കാമെന്ന് തിരുത്തുന്നു. ഈ സമയത്താണ് അവളെ ലൂ വിളിക്കുന്നത്. ലൂ തനിക്ക് വേണ്ടി ഡേറ്റിന് പറഞ്ഞ സ്ഥലത്ത് വന്നു കാണും, തന്നെ കാണാതെ ടെൻഷനായി കാണുമെന്ന് കരുതി സോറി എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, ഞാനിപ്പോ അവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവനും സോറി എനിക്കും വരാൻ കഴിഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് വരാനിരുന്നപ്പോഴാ ബ്രദറിന് അപകടം പറ്റി എന്ന് അറിയുന്നത്, ഉടനെ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു എന്നെല്ലാം ലൂ പറയുമ്പോൾ എങ്ങനെയുണ്ട് മോനെന്ന് അവൾ തിരക്കുന്നു. അതൊരു വെറും കാഷ്വൽ ആയ തിരക്കലായിരുന്നില്ല, വളരെ കൺസേൺഡ് ആയിട്ടാണ് എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനൊന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. അവളും ചോദിച്ച ശേഷം വേണ്ടായിരുന്നു, താൻ കുറച്ച് കൂടുതൽ ആവലാതിപ്പെട്ട പോലെ തോന്നുന്നല്ലോ എന്ന് സ്വയം ഓർക്കുന്നു. എന്തായാലും അവൾ ചോദിച്ചതിന് മറുപടിയായി ഇപ്പൊ മോയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ കട്ട് ചെയ്യുന്നുമുണ്ട്. അവൾക്കിപ്പോ ലൂവിനോട് തോന്നുന്ന അതേ ഒരു ഇഷ്ടം പോലെ തന്നെ ഇടയ്ക്ക് മൂവിനോടും ഫീൽ ആവുന്നുണ്ട്. അതേ കണക്ക് താൻ ഡബിൾ റോൾ ചെയ്യുമ്പോൾ തന്റെ ഈ രണ്ട് റോളുകളിലോടും, അതായത് യഥാർത്ഥ തന്നോടും തന്റെ സഹോദരനായി അഭിനയിക്കുന്ന തന്നോടും അവൾക്കൊരു അടുപ്പം തോന്നുന്നുണ്ടോ എന്ന കാര്യം അവനും തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ റിയാലിറ്റി. താൻ വിവാഹം ചെയ്ത ലൂ തന്നെയാണ് തന്റെ മുന്നിൽ കർക്കശക്കാരനായ തന്റെ പഴയ ക്ലാസ്മേറ്റ് ആയിരുന്ന ഇപ്പോഴത്തെ ബിസിനസ്സുകാരനായ മൂവായി അഭിനയിക്കുന്നതെന്നും അവന്റെ അമ്മയ്ക്ക് വേണ്ടി അവന്റെ സഹോദരനെ റീപ്ലേസ് ചെയ്ത് അഭിനയിക്കേണ്ടി വന്നതാണെന്നും താൻ ആ ഒരു അവന്റെ സാഹചര്യത്തിലേക്ക് അപ്രതീക്ഷിതമായി ഇപ്പോ കടന്നു ചെന്നപ്പോ അവൻ തന്റെ മുന്നിലും അഭിനയിച്ച് കഷ്ടപ്പെടുകയാണെന്നും അവൻ ഇത്രയോളം കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്നും ഇവൾ അറിയുന്നില്ല. പക്ഷെ അറിയുമ്പോ ഇവൾ എങ്ങനെ പ്രതികരിക്കും, അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അങ്ങനെ ആകെ മൊത്തത്തിൽ ഇപ്പൊ ഒരു കൺഫ്യൂഷനിലൂടെയാണ് നിയാനും ലൂവും കടന്നു പോകുന്നത്. നിയാന് അവൾ വിവാഹം ചെയ്ത ലൂവിനോട് അവൾക്കൊരു താല്പര്യമുള്ളത് അറിയാം. പക്ഷെ അതേസമയം ലൂവിന്റെ സഹോദരനായ മൂവിനോടും ഒരു താല്പര്യമുള്ളത് കണക്ക് അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അത് അങ്ങനെ സീരിയസ് ആയ ഒരു തോന്നലല്ല, പക്ഷെ എന്തോ അവൻ അപകടം പറ്റിയെന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനും ഒക്കെ. ഇതേസമയം ലൂവിന് നിയാനെ തന്നെയാണോ അതോ താൻ തന്റെ സഹോദരനായി അഭിനയിക്കുന്നുണ്ടല്ലോ ആ ഒരു തന്നെയാണോ ഇഷ്ടം എന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു കൺഫ്യൂഷൻ രണ്ടുപേരുടെയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ നല്ല കോൺവെർസേഷൻ ഒന്നും പിന്നീട് വീട്ടിൽ ഒന്നിച്ചുള്ളപ്പോഴും നടക്കുന്നില്ല. ഒഴിഞ്ഞു മാറി പോകാനൊക്കെ ഉള്ള ഒരു പ്രവണത. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ലൂ തന്റെ മാനേജറുമായി സംസാരിക്കുമ്പോൾ സത്യങ്ങള് നിയാനോട് തുറന്നു പറഞ്ഞൂടെ, ഇങ്ങനെ ആൾമാറാട്ടം നടത്തിയതാണ് എന്നിങ്ങനെ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് സഹായിക്കും. അവരുടെ അപകടം പറ്റി എന്ന് കേട്ട സമയത്തെ വെപ്രാളമൊക്കെ കാണുമ്പോൾ അവർക്ക് മോനെയാണോ ഇഷ്ടമെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ടെന്ന് PA പറയുമ്പോൾ ലൂവിന്റെ നെഞ്ചില് ഭയങ്കര സങ്കടം. കാരണം ഇവൻ യഥാർത്ഥത്തിൽ ലൂ ആണല്ലോ, അപ്പോൾ അവനെ അല്ല ഇഷ്ടപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ അവൻ അത് സഹിക്കുന്നില്ല. എന്തായാലും രണ്ടിലൊന്ന് എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ അന്നത്തെ ദിവസം നിയാൻ ഓഫീസിലേക്ക് പോയ ശേഷം ലഞ്ച് ബ്രേക്ക് ടൈം ആകുമ്പോൾ അവിടേക്ക് ചെല്ലുന്നു. അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ബോസിന്റെ ക്യാബിനിൽ ബോസിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന നിയാനും ബോസും ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാൻ തന്ന ഇന്റർവ്യൂവിന്റെ ചില കാര്യങ്ങൾ കൂടുതലായി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നത്, നിയാനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മോ സംസാരിക്കുമ്പോൾ അതിന് ബോസ് ഭയങ്കര സന്തോഷത്തിൽ സമ്മതിക്കുന്നു. കാരണം ഇവരെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു സ്ഥാപനം ഹാൻഡിൽ ചെയ്യുന്ന നിസാരക്കാരനല്ലാത്ത ഒരാളാണ് മോ. അവളും മോ ഇങ്ങോട്ടേക്ക് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി ഇരിക്കുന്ന സമയം ഒരു പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി എന്തൊക്കെ
എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നായി പരീക്ഷിക്കാനും അതുവഴി ഇവൾ ലൂവിനെയാണോ മോയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കാനും തീരുമാനിച്ച അവൻ ഓരോ കാര്യങ്ങളായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആദ്യത്തെ കാര്യം മറ്റൊന്നുമല്ല, കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ കഴിയില്ല എന്നതാണ്. നമുക്ക് ക്രഷ് ഉള്ള ഒരാളുടെ കണ്ണിൽ നോക്കി അങ്ങനെ ഏറെ നേരം സംസാരിക്കാൻ നാണം കാരണം നമുക്ക് സാധിക്കില്ല എന്നത് വായിച്ചവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നു. അവൾ തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, ഐ കോണ്ടാക്ട് വെക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. പക്ഷെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കാതെ മറ്റെവിടെയൊക്കെ നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവൻ രണ്ടാമത്തേത് പരീക്ഷിക്കുന്നു. വാക്കുകൾ കള്ളം പറഞ്ഞാലും ബോഡി ലാംഗ്വേജ് കള്ളം പറയില്ല എന്നതായിരുന്നു അത്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പെട്ടെന്ന് ഒരു ചുവട് പുറകോട്ട് മാറുന്നു. അത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം അവൻ അവളോട് സത്യം പറഞ്ഞ ഞാനിപ്പോ വന്നത് നിന്റെ ഹസ്ബൻഡ് ലൂവിനെ പറ്റി സംസാരിക്കാനാണ്. നെക്സ്റ്റ് വീക്ക് അവന്റെ ബർത്ത്ഡേയാ. എനിക്ക് അവൻ എന്തെങ്കിലും ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ എന്നെക്കാളേറെ അവന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് നീ ആയതുകൊണ്ട് നിനക്ക് അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് മോ പറയുമ്പോൾ ലൂവിന്റെ പേര് കേൾക്കുമ്പോഴേ നീ എന്റെ മുഖത്ത് പ്രത്യേകം ഒരു ചിരി വരുന്നത് അവൻ നോട്ടീസ് ചെയ്യുന്നു. അടുത്ത വീക്കാണോ ലൂവിന്റെ ബർത്ത്ഡേ? തീർച്ചയായും ഞാൻ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ സഹായിക്കാമെന്ന് അവൾ പറയാണ്. അങ്ങനെ പിന്നീട് അന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ് നിയാൻ. അവൾക്ക് ലൂവിനെയാണോ മോയാണോ അവൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരു കാര്യം ചെയ്യുന്നു. ഹരികൃഷ്ണൻസില് ഇങ്ങനെ മറ്റേ തുളസിയില കളത്തിലിട്ട് നോക്കത്തില്ലേ, ഹരിയാണോ കൃഷ്ണനെയാണോ ഇഷ്ടമെന്ന് അറിയാൻ. ഇവിടെ തുളസിയിലയും കളവൊന്നുമല്ല, വേറൊരു കാര്യം. അവൾ ഒരു ടിഷ്യൂ ബോക്സ് എടുത്തിട്ട് ഓരോ ടിഷ്യൂ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് മാറി മാറി പറഞ്ഞ് ഒടുക്കം എത്തുന്ന ടിഷ്യൂല് ആരുടെ പേരാണോ എത്തുന്നത് അയാളെയാണ് തനിക്ക് ഇഷ്ടമെന്ന് കൺഫേം ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇവൾ ലൂവുമായിട്ട് നടത്തിയത് കോൺട്രാക്ട് മാരേജ് ആണ്. ഇവളത് പണ്ട് മുതലേ ഇവൾക്ക് മോനെ അറിയാം. അപ്പോൾ ഇവൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. അങ്ങനെ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്നത്. അവൾ പെട്ടെന്ന് പാനിക്കായി വേഗം വന്ന് ഡോർ തുറക്കുന്നു. മുന്നിൽ നിൽക്കുന്നത് ലൂ ആണെങ്കിലും അവളുടെ വായിൽ അപ്പോൾ വരുന്നത് മോന്റെ പേരാണ്. എന്തെങ്കിലും വായിന്ന് ഇങ്ങനെ അബദ്ധം വീണ് കഴിഞ്ഞ് അവളും ചമ്മുന്നുണ്ട്. അവൾ അങ്ങനെ മോന്റെ പേര് പറയുന്ന കേട്ട് ലൂവിന്റെ മുഖം വാടുന്നു. പെട്ടെന്ന് അവൾ അബദ്ധം മനസ്സിലാക്കി. അത് പിന്നെ ഞാന് മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ. അതാ പെട്ടെന്ന് ആദ്യം പേര് മാത്രമായി വന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ അവൻ ആ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പറയാൻ വന്ന കാര്യം പറയാതെ അവിടെ നിന്ന് പോകുമ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ കൺഫ്യൂഷൻ മാറ്റി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ പറ്റൂന്ന് അവൻ പോയ ശേഷം അവൾ അവളെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് കൺഫ്യൂഷൻ ഒഴിവാക്കാനായി ഭഗവാൻ തന്നെ കാണാനായി വരുമ്പോ അവനോട് അവൾ ഒരു ഡൗട്ട് ചോദിക്കുന്നു. ഇതിന് തീർച്ചയായും നിനക്ക് ഉത്തരം പറയാൻ കഴിയും. ഒരേ സമയം ഒന്നിലധികം പേരോട് ഇഷ്ടം തോന്നിയ സത്യം പറഞ്ഞാൽ നമുക്ക് ആരോടായിരിക്കും യഥാർത്ഥ ഇഷ്ടമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അവൾ ചോദിക്കുമ്പോൾ നമുക്ക് എ എന്ന ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ബിയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ തീർച്ചയായും എയേക്കാളും നമുക്ക് ബി എ ആയിരിക്കും ഇഷ്ടം. കാരണം ആദ്യത്തെ ആളെ നമ്മൾ അത്രയും സിൻസിയറായി ഇഷ്ടപ്പെടുന്നെങ്കിൽ രണ്ടാമത്തെ ആളിനോട് ഇഷ്ടം തോന്നില്ലല്ലോ എന്നായിരുന്നു അവൻ പറയുന്നത്. നമ്മൾ ഒരേ സമയം ഒന്നിലധികം പേരെ കണ്ടുമുട്ടിയെന്ന് വിചാരിക്കാം. പിന്നീട് അതിൽ ഒരാളോട് നമുക്കൊരു ഇഷ്ടമുണ്ട്. പക്ഷെ അതിൽ ആരെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നെല്ലാം അവള് ചോദിക്കുമ്പോൾ അവളുടെ ചോദ്യമൊന്നും വലിയ വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ നമ്മൾ രണ്ടുപേരെ കാണാമെന്ന് വിചാരിച്ചോ, അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് രണ്ടാമത് കണ്ട ആളിനോടായിരിക്കാം ഇഷ്ടം. കാരണം ആദ്യത്തെ ആളിനോട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടം തോന്നിയെങ്കിൽ രണ്ടാമത്തെ ആളിനോട് അങ്ങനെ ഇഷ്ടം തോന്നാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആദ്യം കണ്ടത് മോനെയാണ്. പിന്നെയാണ് അവളുടെ ജീവിതത്തിലേക്ക് ലൂ വന്നത്. അപ്പോ ലൂവിനോട് തന്നെയാണ് തനിക്ക് യഥാർത്ഥത്തിൽ താല്പര്യം ശരിക്കുമുള്ളതെന്നെല്ലാം അവൾ അവളെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ സഹായിക്കണമെന്ന് മോ ആവശ്യപ്പെട്ടത് പ്രകാരം അതിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി മോയുടെ കൂടെ പുറത്ത് പോവുകയാണ് ഞാൻ. ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ എന്തായിരുന്നു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടാനായി ലൂവിന് താല്പര്യമുണ്ടായിരുന്നത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവന് അനീം ഭയങ്കര ഇഷ്ടമാണ്. അതിൽ അവനൊരു ഫേവറേറ്റ് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അതായിരിക്കും അവന് ഇഷ്ടം എന്ന് പറഞ്ഞ് അത് കൈൻഡ് ഓഫ് ഒരു ഗിഫ്റ്റ് അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് ആ ഒരു ഐറ്റം വിൽക്കാനുള്ളതല്ല അവിടെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാവുന്നത്. അതേസമയം അവൾ അവനോട് നിനക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഇഷ്ടമെന്ന് ചോദിക്കുന്നു. കാരണം ലൂവിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അത് ഈ മോയുടെയും കൂടി ബർത്ത്ഡേ ആണല്ലോ. ആ സമയം അവൻ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായി നോക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവൾ ഒരു ബുക്ക് ഷോപ്പിലേക്ക് ചെന്ന സമയം അവിടെ ഉണ്ടായിരുന്ന മോ ഇവളെ എടുത്ത അതേ ബുക്ക് ആദ്യം അവനാണ് നോക്കി വെച്ചതെന്ന് പറഞ്ഞ് അത് ബലമായി വാങ്ങിച്ചുകൊണ്ട് പോയ കാര്യം ഓർക്കുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങി ജ്യൂസ് കുടിക്കാനായി ഇരിക്കുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനായി എന്തോരം പാടാ, എത്ര അലയണം എന്നൊക്കെ അവളിങ്ങനെ നെടുവേർപ്പിടുമ്പോൾ അത് പിന്നെ നീ ലൂവിനുള്ള ഗിഫ്റ്റ് ഭയങ്കര സ്പെഷ്യലായി തെരഞ്ഞെടുക്കാൻ നോക്കുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഈസി ആയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ എന്ന് അവനിങ്ങനെ പറയുമ്പോൾ അവളൊന്ന് ആലോചിച്ച ശേഷം പിന്നെ അത് സത്യം തന്നെയാ. ലൂ എന്റെ ഹസ്ബൻഡ് അല്ലേ, അതുകൊണ്ട് അവൻ എനിക്ക് സ്പെഷ്യലാണ്, അവന് വാങ്ങുന്നതും സ്പെഷ്യൽ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നായിരുന്നു അവൾ അവന് കൊടുത്ത മറുപടി. നിങ്ങളുടേത് ഒരു ഫേക്ക് മാരേജ് അല്ലേ, അങ്ങനെ റിയലായി ഇഷ്ടപ്പെട്ട് കെട്ടിയതൊന്നും അല്ലല്ലോ എന്ന് ഇത് കേട്ട് പെട്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു ഫേക്ക് മാരേജ് ആണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്, നിനക്ക് എങ്ങനെ അത് അറിയാമെന്നെല്ലാമായിരുന്നു അവളുടെ സംശയം. കാരണം ഇത് അവൾക്കും ലൂവിനും ഇടയിൽ ഉണ്ടായിരുന്ന വലിയൊരു രഹസ്യമായിരുന്നല്ലോ. അവൻ പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഇത് നിന്നോട് ലൂ ആണോ പറഞ്ഞതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതെ, ഇപ്പോഴെങ്കിലും അല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞതാണെന്ന് അവൻ ക്ലാരിഫൈ ചെയ്യുന്നു. പേടിക്കണ്ട, നിങ്ങളുടെ രഹസ്യം ഞാൻ എന്തായാലും പരസ്യമാക്കില്ലാന്ന് അവൻ പറയുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. ആ സമയത്ത് അവൻ നിനക്ക് ലൂവിനെ ഇഷ്ടമാണോ, ശരിക്കും നീ അവനെ പ്രണയിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും പിന്നീട് അതെ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് നാണിച്ചുകൊണ്ട് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് സത്യത്തിൽ ഇവനെ സമാധാനാവുന്നത്. കാരണം അവൾ തന്നെയാണോ മോയാണോ ഇഷ്ടപ്പെടുന്നത് എന്നൊരു ഡൗട്ടോടു കൂടി
വേണ്ടിയാണ് അതൊന്നും അറിയാനായി അവൻ ചോദിച്ചത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് ലൂവിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ തന്നെ ഫിഷ് വാങ്ങാനായി ഇരിക്കുന്ന സമയത്ത് ഒരു ബൗളിൽ 2 മീനുകൾ കിടക്കുമ്പോൾ അതിൽ ഏത് മീനിനെ ചൂസ് ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ല. ഈ 2 മീനുകളെയും കാണുന്നവൾക്ക് മൂവായും ലൂവായുമാണ് തോന്നുന്നത്. അവളുടെ അമ്മയും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അവളിങ്ങനെ ഏത് മീൻ വാങ്ങണമെന്ന് അറിയാതിരിക്കുന്നത് കാണുന്ന അമ്മയ്ക്ക് അറിയില്ലല്ലോ അവൾ മൂവിനെ വേണോ ലൂവിനെ വേണോ എന്നാണ് ഈ ആലോചിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അമ്മ, നിനക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ എന്തിനാ ഒരെണ്ണം ആക്കുന്നത്, നമുക്ക് 2 മീനിനെ അങ്ങ് വാങ്ങാന്ന് പറഞ്ഞ് 2നെയും കൂടി വാങ്ങുന്നു. പക്ഷെ അവൾ അത് തടയാണ്. വേണ്ട വേണ്ട, ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് അവൾ അതിലെ ആ ഗോൾഡ് ഫിഷിനെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം താൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ കൺഫ്യൂഷൻസ് മാറ്റണം, 2ൽ ഒരെണ്ണം മതി, അത് മതിയെന്ന് അവളെ തന്നെ പഠിപ്പിക്കുന്ന അവൾ ആ ഒരു തീരുമാനം കൊണ്ടാണ് ഇപ്പോ ഈ ഒരു മീനിന്റെ കാര്യത്തിലും 2നെയും എടുക്കാതെ ഒരെണ്ണം സെലക്ട് ചെയ്തത്. അങ്ങനെ എന്തെങ്കിലും അവൾ ആവശ്യപ്പെട്ട മീനിനെ കടക്കാരൻ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ അത് വെച്ചുകൊണ്ട് അമ്മയോട് ഒരു ഡൗട്ട് ചോദിക്കുന്നു. അമ്മ, ഞാൻ ഈ മീനുമായിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ എനിക്ക് ഈ ഗോൾഡ് ഫിഷ് വേണ്ട, ആ ബ്ലാക്ക് മതിയായിരുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുമെന്ന് നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ അമ്മ ചോദിക്കുമ്പോൾ, അല്ലമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ഒരേ സമയം 2 പേരെ ഇഷ്ടമാണ്, പക്ഷെ ഒരാളെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റൂ, പക്ഷെ അതിൽ ആരെ ചൂസ് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. ഒരു ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്ന് പോലും അവൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെന്നെല്ലാം അവളിങ്ങനെ അവളുടെ സുഹൃത്തിൻ്റെതെന്ന രീതിയിൽ ഒരു കഥ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അമ്മ, നീ ഈ പറയുന്ന നിന്റെ സുഹൃത്തിനെ പറ്റി തന്നെ ആണല്ലോ അല്ലേ, നിന്നെ പറ്റി അല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് എന്നെ പറ്റിയൊന്നും അല്ലേ, എനിക്ക് അങ്ങനൊന്നും ഇല്ല അമ്മ അവളിങ്ങനെ പറയുമ്പോൾ, എങ്കിൽ ശരി, നിന്റെ ഫ്രണ്ടിനെ പറ്റിയാണെങ്കിൽ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്. ഒരു ചോയ്സ് എടുക്കും മുന്നേ ആലോചിക്കുന്നതിൽ ഒരു തെറ്റില്ല, പക്ഷെ ഒരു ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ ഒരു ഓപ്ഷനും ഉണ്ടാവരുത്, ആ ചോയ്സ് തന്നെ മുന്നോട്ട് പോകണമെന്ന്. അത് കേൾക്കുന്ന അവൾക്ക് അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾ എന്തായാലും സെലക്ട് ചെയ്ത ഗോൾഡ് ഫിഷുമായി തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നീട് നമ്മൾ ലൂവിനെ കാണുമ്പോൾ അവനിപ്പോ മോവായി ഡ്രസ്സൊക്കെ ധരിച്ച് ഓഫീസില് മോയുടെ സ്ഥാനത്ത് ഇരിക്കുകയാണ്. പക്ഷേ അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവന്റെ സ്വഭാവം പോലെ തന്നെയുണ്ട്. അതായത് ലൂവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒക്കെ അവൻ ഇങ്ങനെ അവന്റെ ടേബിളിൽ ആ ഒരു അനീമിന്റെ ക്യാരക്ടറും അതും ഇതൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് പി അവനോട് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നു. കാരണം ഇങ്ങനെ ഇവൻ പെരുമാറുന്ന ആളെയല്ല, മോവായി അഭിനയിക്കുന്ന സമയം മോയുടെ ക്യാരക്ടർ മാത്രമേ അവൻ ഫോളോ ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പോ ഇങ്ങനെ ആദ്യമായി കാണുമ്പോൾ പിയയ്ക്ക് ആകെ ഡൗട്ട്. അതിന് പറയുന്ന ഒരു പ്രോപ്പർ ആൻസർ അവന്റെ കയ്യിലില്ല. ഒരു പക്ഷേ ലൂവിനെയാണ് ഞാൻ ഇഷ്ടമെന്ന് അറിഞ്ഞതുകൊണ്ട് എപ്പോഴും ഇപ്പോ ലൂവായി നടക്കണമെന്ന ആ ഒരു ടെൻഡൻസി ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പെരുമാറിയതാകാം. അങ്ങനെ അന്ന് വൈകിട്ട് വീട്ടിലെത്തുന്ന അവൾ കാണാതെ ഒരു ബൊക്കെ ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് അവൾ സോഫയിൽ കിടന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ട് അവൻ പതിയെ പോയി ആ ബൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ അവൾക്ക് കൊടുക്കും എന്നവൻ അറിയില്ല. അത് അവളെ പ്രപ്പോസ് ചെയ്യാനായി വാങ്ങിയതാണെങ്കിലും അവന്റെ ഉള്ളിൽ വല്ലാത്ത പേടിയും മടിയും. എന്തെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ ബൊക്കെ എടുത്തോണ്ട് വരുമ്പോഴേക്കും അവൾ ഉറങ്ങുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. അവന് അപ്പോ സത്യം പറഞ്ഞ സമാധാനമാവുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന അവളുടെ അടുത്തിരുന്ന് താൻ പറയുന്നതൊന്നും അവൾ കേൾക്കില്ലല്ലോ എന്ന ധൈര്യത്തിന്റെ പുറത്ത് അവൻ അവളെ ആ ഒരു ഉറക്കത്തിൽ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ വിചാരിച്ചതുപോലെ അവൾ ഉറങ്ങുകയായിരുന്നില്ല, ഉറങ്ങിയതുപോലെ കിടക്കുകയായിരുന്നു. അവൾ ഇതെല്ലാം കേട്ടിരുന്നു. അവൾ പക്ഷെ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അടുത്ത ദിവസം അവളാകട്ടെ തനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇഷ്ടമല്ല എന്ന് മൂ പറഞ്ഞെങ്കിലും അവൻ ഒരു ബുക്ക് ഇഷ്ടമാകും എന്ന പ്രതീക്ഷയിൽ അവന് വേണ്ടി രഹസ്യമായി ആ ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാനായി വാങ്ങി. അത് അവൾ നോക്കിക്കൊണ്ട് റൂമിലിരിക്കുന്ന സമയം ലൂ അവളെ കഴിക്കാനായി വിളിക്കുമ്പോൾ അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നു. കഴിക്കാനൊന്നും തയ്യാറാവുന്നില്ല. അതിനുശേഷം അവൾ നേരെ ഇന്നലെ മീൻ വാങ്ങിയ അതേ വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് പോകുന്നു. എനിക്ക് ബ്ലാക്ക് ഗോൾഡ് ഫിഷിനെ വേണമെന്ന് അവൾ പറയുമ്പോൾ അത് ഇന്നലെ മരിച്ചു. ഫിഷ് ടാങ്കിൽ നിന്ന് ഒരു ചാട്ടമായിരുന്നു, പെടഞ്ഞത് ഇല്ലാണ്ടായി. അതിന് വേണമായിരുന്നെങ്കിൽ ഇന്നലെ വാങ്ങായിരുന്നല്ലോ, അങ്ങനെ വാങ്ങിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ അത് ജീവനോടെ ഉണ്ടായിരുന്നേനല്ലോ എന്നെല്ലാം കടക്കാരൻ ഇവളെ ഏതാണ്ട് കുറ്റപ്പെടുത്തുമ്പോൾ ഇവൾക്ക് അത് കേട്ട് ആദ്യം ഒന്ന് സങ്കടം വരുന്നുണ്ട്. പിന്നീട് നിനക്ക് അത് വിധിച്ചതായിരുന്നെങ്കിൽ നീ തീർച്ചയായും ഇന്നലെ തന്നെ അതിനെ വാങ്ങിയിരുന്നേനെന്ന് അവളെ തന്നെ സമാധാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ ഈ ഗോൾഡ് ഫിഷ് ആയിട്ടും ഈ ബ്ലാക്ക് ഫിഷ് ആയിട്ടും ഇതിൽ ആരെയാണ്, അതായത് മോ ആണോ ലൂ ആണോ അവൾ വാങ്ങിച്ചോണ്ട് പോയ ഗോൾഡ് ഫിഷ് എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അവൾ നേരെ മോയെ കാണാനായി അവന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. ആ ഒരു സമയത്ത് അടിമുടി ഒരു മാറ്റം അവൾക്ക് അവിടെ ഫീൽ ആവുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ലൂവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാൻ തീരുമാനിച്ചു. കാരണം ഇനിയിപ്പോ ലൂ ആണല്ലോ ഈ കമ്പനിയൊക്കെ നോക്കി നടത്തേണ്ടത് എന്നവനിങ്ങനെ പെട്ടെന്നൊരു ഇതിൽ പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന അവൾ ആകെ കൺഫ്യൂഷനിലാവുന്നു. അതെന്താ അങ്ങനെ എന്നവൾ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് അവൾ ഞാൻ ഇനി പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് കരുതി ശരി ഞാൻ വന്നത് ചില ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനാണെന്നും പറഞ്ഞ് അതിനെപ്പറ്റി പറയാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരിച്ച ശേഷം അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് ഈവനിങ് വീട്ടിലെത്തുന്ന അവൾ ലൂവിന് അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാണ്. അവൾ മോയ്ക്ക് വാങ്ങിയ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് ഓഫീസിൽ പോയതെങ്കിലും അത് അവൾ കൊടുത്തിരുന്നില്ല. ഇപ്പൊ ഈ ഗിഫ്റ്റ് ഇവന് കൈമാറുമ്പോൾ അത് അവന് ഇഷ്ടപ്പെടുമെന്ന് മോ വഴി അവൾക്ക് അറിയാവുന്ന ആ ഒരു അനിമെ ക്യാരക്ടറിന്റെ ടോയ് ആണ്. അത് കണ്ട് അവൻ വളരെ ഹാപ്പി ആവുന്നു. ഇത് കിട്ടാൻ ഇപ്പൊ വളരെ പാടാ, പക്ഷെ നിനക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്ന് അവൻ അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ അവനറിയാം ഇതാ ഷോപ്പിൽ അവർ കണ്ട അതേ പീസാണ്, ഇത് വിൽക്കില്ലാന്ന് കടക്കാർ പറഞ്ഞതാണ്, പിന്നെ എങ്ങനെ ഇവൾ ഇത് വാങ്ങി എന്നതാണ് അവന്റെ ഡൗട്ട്. എന്തായാലും അവൾ അതിന് മറുപടി പറയുന്നില്ലെങ്കിലും അവൾ പിന്നീട് വീണ്ടും ആ കടയിലേക്ക് ചെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് അവർ ആവശ്യപ്പെട്ട്
അവൾക്ക് കാശ് കൊടുത്ത് അത് വാങ്ങിയത് നമുക്ക് കാണാം ഒരു കുഞ്ഞു ഫ്ലാഷ് ബാക്ക് ആയിട്ട്. എന്തായാലും ഇപ്പൊ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന അവൾ മറ്റൊരു കാര്യം കൂടി തനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. അവനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ അവളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. കുഞ്ഞു കാര്യങ്ങൾ മുതൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും അതെല്ലാം അവൾ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇവനെ കണ്ട ശേഷം എപ്പോഴും ഇവൻ തന്റെ ഒരു സംരക്ഷണമായി കൂടെ ഉണ്ട് എന്ന ആ ഒരു വിശ്വാസം, ആ ഒരു ധൈര്യമൊക്കെ അവൾക്ക് ഉണ്ടെന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവൾക്ക് വേണ്ടി മനോഹരമായി അവൻ പിയാനോ ഒക്കെ വായിക്കുന്നത് അവൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം സമയം ചെലവഴിച്ച ശേഷം രണ്ടുപേരും അവരവരുടെ ബെഡ്റൂമുകളിലേക്ക് ഉറങ്ങാനായി പോകുന്നു. ആ ഒരു സമയത്ത് എന്തെന്നില്ലാത്ത വലിയ സന്തോഷം രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്. താൻ ഇഷ്ടപ്പെടുന്ന നിയാൻ തന്നെ തന്നെയാണല്ലോ ഇഷ്ടപ്പെടുന്നത് എന്ന ആ ഒരു സന്തോഷമാണ് ലൂവിനെങ്കിൽ തന്റെ ഉള്ളിലെ കൺഫ്യൂഷൻ മാറി തനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന ആ ഒരു സന്തോഷമായിരുന്നു നിയാന്റെ ഉള്ളിൽ. കാണുന്നത് മോയിനെയാണ്. തന്റെ ഓഫീസിൽ ലൂവിന്റെ ബർത്ത്ഡേക്ക് ലൂവിന് നിയാൻ ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു ടോയും നോക്കിയിരിക്കുന്ന അവന്റെ അടുത്ത് പിയെ സംസാരിക്കാനായി വരുമ്പോ താൻ ഇനി ഈ മോയുടെ ക്യാരക്ടർ ഉപേക്ഷിച്ച് ലൂവായി തന്നെ ഓഫീസിലും തുടരാനായി തീരുമാനിച്ചു എന്ന കാര്യം അവൻ അറിയിക്കുമ്പോ പിയയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നു. ഈ ബിസിനസ് നോക്കി നടത്തേണ്ടത് മോയാണ്. ലൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന അത് ശരിയാവില്ല എന്ന് ലൂവായി മാറുന്നതിനെ പറ്റി തുടർന്ന് മുന്നോട്ട് പോകുന്നതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഒരു ടോക്ക് വരുമ്പോ പിയെ അതിനെ എതിർത്ത് സംസാരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. നിയാൻ ലൂവിനോട് പ്രണയം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ആൾമാറാട്ടം അവസാനിപ്പിച്ച് നിയാൻ ഇഷ്ടപ്പെടുന്ന ലൂ എന്ന ആ ക്യാരക്ടറായി തന്നെ മുന്നോട്ട് പോകാം എന്നതാണ് ഇവൻ ഇപ്പൊ മനസ്സിൽ കരുതുന്നത്. അത് പിയയ്ക്കും നന്നായി തന്നെ മനസ്സിലാവുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? അതല്ലേ നല്ലത്. അല്ലാതെ ഈ തീരുമാനം എടുത്ത ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നാലോ എന്ന് പിയെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാതെ താൻ ലൂവായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഇവൻ ഇങ്ങനെ മറുപടി പറയുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട്. സത്യത്തിൽ ഇവൻ ലൂ ആണോ മോ ആണോ എന്ന്. കാരണം മോയ്ക്ക് എന്തോ പറ്റി ലൂ മോയായി അഭിനയിക്കുന്നു എന്ന രീതിയിലാണ് പല സിറ്റുവേഷനിലും നമുക്ക് കാര്യം മനസ്സിലാവുന്നതെങ്കിലും അങ്ങനെയുള്ള ലൂ ആയി തന്നെ തുടർന്ന് പോകാം എന്ന് തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കള്ളം പറയേണ്ടി വരുമെന്നൊരു താക്കീത് പിയെ അവന് കൊടുക്കേണ്ട കാര്യം എന്താണ്? എന്തായാലും ഇനിയും പല ദുരൂഹതകളും മറനീ വരാനായിട്ടുണ്ട്. അത് ഈ ഡ്രാമയിലെ വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കും. എന്തായാലും അങ്ങനെ പിന്നീട് കാണുന്നത് നിയാനെയാണ്. നിയാൻ ഓഫീസിലുള്ളപ്പോഴാണ് അവൾ മുന്നേ മോന്റെ ഇന്റർവ്യൂ എടുത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ മോയുടെ റിംഗ് ആണെന്ന് തോന്നുന്നു ഒന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു അവളുടെ ഒരു കൊളീഗ് അവൾക്ക് ഒരു പാക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു. നോക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോന്നു. കാരണം ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ മോയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയി എന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്ന റിംഗ് അവളുടെയും ലൂവിന്റെയും വിവാഹ റിംഗ് ആണ്. അത് കണ്ടാണ് അവൾ ഞെട്ടുന്നത്. ഇതെങ്ങനെ മോയുടെ കയ്യിലെത്തി, അതെങ്ങനെ അവന്റെ റിംഗ് ആകും എന്നല്ല. അവൾ ഇതിനെപ്പറ്റി സംസാരിക്കാനായി മോയെ കാണാനായി അവന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ റിസപ്ഷനിൽ മോ തിരക്കിലാണ്. ഇപ്പൊ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ പോകുന്നില്ല. മോയ്ക്ക് ഒരു തിരക്കുമില്ല. മോ താൻ ഇവിടെ വന്നാൽ അകത്ത് കയറ്റി വിടരുതെന്ന് തന്റെ ഫോട്ടോ സഹിതം റിസപ്ഷനിസ്റ്റിനെ കാണിച്ചു കൊടുത്ത് ഏൽപ്പിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കാരണം അവളുടെ ഒരു ഫോട്ടോ ആ റിസപ്ഷൻ ക്യാബിനിൽ ഇരുന്ന് അവൾ കാണുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് ശരിയല്ലേ, എന്നെ കയറ്റി വിടാത്തതല്ലേ, മോ പറഞ്ഞിട്ടല്ലേ അത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അതേ എന്ന മട്ടിൽ ഒന്നും മിണ്ടാതെ റിസപ്ഷനിസ്റ്റ് തല താഴ്ത്തി നിൽക്കുന്നു. ഇതേസമയം അകത്ത് പിയെയും മോവും സംസാരിച്ച് നിൽക്കാണ്. നീ അപ്പൊ മോയെ ഇനി ഒരിക്കലും നീ എന്റെ മുന്നിൽ പോയില്ലേന്ന് ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് പിയെ ചോദിക്കുമ്പോൾ മോ അതിന് ഉത്തരം പറയും മുന്നേ തന്നെ റിസപ്ഷനിസ്റ്റ് നിയാൻ തിരിച്ചു പോയി എന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ റിസപ്ഷനിസ്റ്റിന്റെ കണ്ണ് വെട്ടിച്ച നിയാൻ ക്ലീനറിന്റെ ഒരു വേഷത്തില് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവളാകട്ടെ ഇവിടെ എത്തിയത് ആ റിങ്ങിനെ പറ്റി ചോദിക്കാനായിട്ടാണ്. അവൾ ആ റിങ് അവനെ കാണിക്കുമ്പോൾ ഇത് നിങ്ങളുടേത് എന്ന് പറഞ്ഞ് ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ കളഞ്ഞു കിട്ടിയ റിങ്ങാ, ഇതെങ്ങനെ നിങ്ങളുടെ വന്നത്? ഇത് നിങ്ങളുടെ അല്ല, ഇത് എന്റെയും ലൂവിന്റെയും വെഡിങ് റിംഗ് അല്ലേന്ന് അവള് ചോദിക്കുമ്പോൾ ഇവനൊന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് എന്റെ റിംഗൊന്നും അല്ലാന്ന് അവൻ നിഷേധിക്കുന്നു. അവൾ അത് കേട്ട് ഒരു ഡൗട്ടോട് കൂടി അവനെ നോക്കുന്നു. എന്നിട്ട് അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി വാങ്ങി വെച്ചിരുന്ന ആ ബുക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് ലൂവിന്റെ റിംഗ് ടൂൺ അവൾ കേൾക്കുന്നത്. അവൾ വീണ്ടും സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അവൾ കേട്ടു എന്ന് മനസ്സിലാക്കുന്ന അവൻ അവിടെ ഉണ്ടായിരുന്ന ലൂ ഉപയോഗിക്കുന്ന ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത ശേഷം അമ്മ ഇത് മോവാ, ലൂ ഇപ്പൊ ഇവിടെ ഇല്ല, അവൻ മുന്നേ ഓഫീസിൽ വന്നിരുന്നു, ആ സമയത്ത് ഫോൺ ഇവിടെ വെച്ച് മറന്നു പോയതാണെന്ന് പറഞ്ഞ് കോള് പെട്ടെന്ന് കട്ട് ചെയ്യുന്നു. നിയാന്റെ ഉള്ളിൽ ഡൗട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. കൂടാതെ നിയാനോട് ദേ ഈ ഫോൺ നീ ലൂവിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഫോൺ അവളെ ഏൽപ്പിക്കുന്നു. അന്ന് എന്തായാലും ഈ നടന്ന കാര്യങ്ങൾ കാരണം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിയാൻ വീട്ടിലേക്ക് എത്തുന്നത്. കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂവിന്റെ അടുത്തവൾ മോനെ കാണാനായിട്ട് ഇന്ന് ഓഫീസിൽ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന മട്ടിൽ അവൻ തലയാട്ടുന്നു. അപ്പൊ മറന്നു വെച്ച ഫോൺ ഇതെന്ന് പറഞ്ഞു അവൾ ആ ഫോൺ അവനെ ഏൽപ്പിക്കുമ്പോൾ അല്ല എന്തിനാ പോയതെന്നും കൂടി അവൾ ചോദിക്കുകയാണ്. അത് പിന്നെ അവനെ കണ്ട് സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ലൂ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ അപ്പോഴും നിയാൻ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്. അങ്ങനെ എന്തായാലും ഇവന്റെ റിംഗ് എവിടെയെന്ന് അവൾ അപ്പോൾ പരിശോധിക്കുമ്പോൾ അവന്റെ കയ്യിൽ
റിംഗ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് വലുതായതുപോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഇതെന്താ ഈ റിംഗ് ലൂസ് ആണല്ലോ, റിംഗ് വലുതായോ എന്ന് അവള് ഡൗട്ടോട് കൂടി ചോദിക്കുമ്പോൾ റിംഗ് വലുതായതല്ല, എന്റെ കൈ മെലിഞ്ഞതാണെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് സംസാരം ഒഴിവാക്കാനായി കയറി പോന്നു. കളഞ്ഞു കിട്ടിയ ഒരു റിംഗ് ഇപ്പോഴും ഇവളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇവൾക്ക് ഡൗട്ട് ഉണ്ട്, അവൾ അതുകൊണ്ട് തീർച്ചയായും തന്റെ കയ്യിലെ റിംഗ് പരിശോധിക്കും എന്ന് മനസ്സിലാക്കിയ അവൻ വീട്ടിലെത്തും മുന്നേ അതേ കണക്ക് ഒരു റിംഗ് വാങ്ങിച്ചിരുന്നു. പക്ഷെ റെഡിമെയ്ഡ് റിംഗ് വാങ്ങിയതുകൊണ്ട് തന്നെ അവന് ഒരു സൈസ് വലുതാണ് ആ റിംഗ്. അതുകൊണ്ടാണ് അവൾ എന്താ റിംഗ് ഇത്രയും പെട്ടെന്ന് വലുതായോ എന്ന് ചോദിച്ചത്. എന്തായാലും അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നിയാന്റെ നിപ്പ് കണ്ട് അവൻ ആകെ അന്തം വിട്ടു പോകുന്നു. കാരണം ആ നിമിഷ നേരം കൊണ്ട് ഏതാണ്ട് ഇവനെ സെഡ്യൂസ് ചെയ്യുന്ന കണക്ക് അവൾ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് നിൽക്കാണ്, അവൾ ഷർട്ട് മാത്രം ഇട്ട് നിൽക്കാണ്. അതിനുശേഷം ഇവനെ കണ്ട് വളരെ സ്നേഹഭാവത്തിൽ അടുത്തേക്ക് എത്തുന്ന അവൾ അവന്റെ കഴുത്തിൽ ആഞ്ഞു കടിക്കുന്നു. അവൾ ഇങ്ങനെ ഹോട്ടായി തന്റെ നേരെ വന്നത് ഇമാതിരി കടി കടിക്കാനാണെന്ന് അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആകെ ഞെട്ടി നിലവിളിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഇന്നലെ കടിച്ച മുറിവ് നല്ല ഒരു പാടായി തന്നെ ലൂവിന്റെ കഴുത്തിലുണ്ട്. അവളാണെങ്കിൽ പർപ്പസ്ഫുള്ളി അങ്ങനെ കടിച്ചതുമാണ്. എന്തായാലും ഇന്ന് നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെ കാണുമോന്ന് അവനോട് അവൾ ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കാണുമെന്നും പറഞ്ഞ് അവളെ ജോലിക്ക് അവൻ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും അവൾ കാണാതെ അവളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ആ ഒരു മുറിവ് ഹൈഡ് ചെയ്യാനായി അവൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മോനെ കാണാനായി മോ സീക്രട്ട് റൂമിന്റെ അവിടെ ഉണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നു. ഞാൻ എന്നെ കാണുമ്പോൾ ആവശ്യമില്ലാതെ എന്നെ വന്നിങ്ങനെ കാണരുത്, വെറുതെ എന്റെ സമയം മെനക്കെടുത്തിരുതെന്ന് ഞാൻ ഇന്നലെ ഒരു സൂചന തന്നതല്ലേ, പിന്നെന്തിനിപ്പോ വന്നേന്നുള്ള ചോദ്യം അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്ലീസ് എനിക്ക് സീക്രട്ട് റൂമിൽ ഒന്ന് നിങ്ങളുടെ കൂടെ വരണം. മുന്നത്തെ പോലെ ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി വാശി പിടിച്ച് അവന്റെ കൂടെ സീക്രട്ട് റൂമിലേക്ക് പോകുന്നു. ആദ്യമായി ഇവന്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഇവള് പേടിച്ചെങ്കിൽ ഇപ്പൊ പേടിക്കുന്നില്ല. ഒരു റൂമിൽ എത്തുമ്പോൾ അവൾ അവനെ ബലമായി പിടിച്ചു നിർത്തി അവന്റെ കഴുത്തിൽ താൻ കടിച്ച മുറിവുണ്ടോ എന്ന് പരിശോധിക്കാനായി ഒരുങ്ങുന്നു. ആ മുറിവുണ്ടെങ്കിൽ ലൂവും മോയും ഒരാളാണെന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവൾ അതിന് ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പിയെ ഓടിയെത്തുന്നു. മോന്റെ അമ്മയ്ക്ക് വയ്യാന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാണ് പിയെ മോയെ വിളിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇവരുടെ കൂടെ നിയാനും ചെല്ലുന്നു. അമ്മ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലുള്ളവർ കാണാതെ ഉറക്ക ഗുളിക കുറച്ച് കൂടുതൽ എടുത്ത് കഴിച്ചുവെന്ന്. അമ്മ സാധാരണ ഉറക്ക ഗുളിക കഴിക്കാറുള്ളതാണ്, പക്ഷെ ഇത് കൂടുതലായി കഴിച്ചപ്പോൾ അമ്മയുടെ ഹെൽത്തിനെ അത് ബാധിച്ചിരുന്നു. എന്തായാലും ഇപ്പോ കുഴപ്പമില്ല എന്നവരിങ്ങനെ അറിയിക്കുമ്പോൾ അമ്മ മോയാണ് അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മോയോട് എനിക്ക് ലൂവിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ അത് കേൾക്കുന്ന ഞാൻ ലൂവിനെ അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന അവൻ ഞാൻ പോയി ലൂവിനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് പോകാനായി ഒരുങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാമെന്ന് പറഞ്ഞ് നിയാനും കൂടെ ചെല്ലാനായി ഒരുങ്ങുമ്പോൾ അവൻ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു. അത് കാണുന്ന നിയാൻ എന്താ ഞാൻ കൂടെ വന്നാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ലാന്ന് അവൻ പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ലൂവിനെ വിളിക്കാനായി നിയാന്റെ കൂടെ കാറിൽ പുറപ്പെടുകയാണ് മോ. കാറിൽ പോകുന്ന സമയം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഒരുമാതിരി ഡൗട്ടുള്ള ഭാവത്തിൽ നിയാൻ ചോദിക്കുമ്പോൾ എന്ത് പറയാൻ, എനിക്കൊന്നും നിന്നോട് പറയാനില്ലാന്ന് അവൻ പറയുമ്പോൾ അവൾ പിന്നൊന്നും മിണ്ടുന്നില്ല. എന്തായാലും അങ്ങനെ ലൂവിനെ വിളിക്കാനായി ലൂവും നിയാനും താമസിക്കുന്ന വീടിന്റെ വെളിയിലെത്തുമ്പോൾ അവൻ ഇവിടെ തന്നെ ഉണ്ടോന്നൊന്ന് ഫോൺ ചെയ്ത് നോക്കുന്ന മോ പറയുമ്പോൾ ഇവൻ തന്നെയാണ് ലൂ ആയിട്ട് എത്തുന്നതെങ്കിൽ എന്തായാലും ഇപ്പൊ ഇവൻ എന്റെ മുന്നിൽ വെച്ച് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന ഒരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ട് നിയാനും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ നിയാൻ വേഗം തന്നെ ലൂവിന്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവളെ ഞെട്ടിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നു. മറുവശത്ത് നിന്ന് ലൂവിന്റെ സംസാരം കേൾക്കുന്നവൾ നീ ഇപ്പൊ എവിടെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലില്ല, ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പുറത്ത് വന്നതാ, എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നു. അല്ല അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന്, അതുകൊണ്ട് പിക്ക് ചെയ്യാനായിട്ട് ഞാനും മോ വീടിന് വെളിയിൽ നിപ്പുണ്ടെന്ന് അവള് പറയുമ്പോൾ ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുമ്പോഴേക്കും മോ ആകട്ടെ അവൻ ഇത്തിരി ജോലിയുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് പോവാണെന്ന് പറയുമ്പോൾ അവളും ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു. ഇവനാകട്ടെ മറ്റൊരു വഴിയിലൂടെ ഇവൾ എത്തും മുന്നേ അപ്പാർട്ട്മെന്റിലേക്ക് കടക്കാനായി നോക്കുന്നു. പിയെയും സഹായത്തിന് അവന്റെ കൂടെ ഉണ്ട്. ഈ ഒരു സമയത്ത് അവൻ എത്തി ഡ്രസ്സ് മാറ്റുന്നുണ്ടെങ്കിലും ഹെയർ സ്റ്റൈൽ മാറ്റി പിയെ മാറ്റാൻ സാധിക്കും മുന്നേ അപ്പാർട്ട്മെന്റിലേക്ക് അവള് കടന്നു വരികയാണ്. അവൾ ഒരു ഞെട്ടലോട് കൂടി ഇവന്റെ ഈ കോലം കണ്ടിട്ട് സത്യം പറ നീ ലൂ ആണോ മോയാണോ എന്ന് ചോദിക്കുമ്പോൾ പിയെ നൈസായിട്ട് പ്രശ്നം വഷളാവുന്നു എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമാകുമ്പോൾ നീ എന്തായാലും ഇനി എന്നോട് കള്ളം പറയണ്ടെന്ന് അവൾ തീർത്തു പറയുന്നു. കാരണം ഞാനിന്ന് നിന്റെ കൂടെ സീക്രട്ട് റൂമിലേക്ക് വെറുതെ ആ പാട് പരിശോധിക്കുന്ന ഉദ്ദേശത്തിൽ മാത്രം വന്നതല്ല. ആ സമയത്ത് ഞാൻ നിന്റെ ഫോണിന്റെ ലൊക്കേഷനും ലൂവിന്റെ ഫോണിന്റെ ലൊക്കേഷനും എവിടെയാണെന്ന് സെർച്ച് ചെയ്യുകയും കൂടിയായിരുന്നു. രണ്ടും ഒരേ സ്ഥലത്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവിടെ ലൂ ഉണ്ടായിരുന്നില്ല, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിന്റെ കയ്യിൽ തന്നെയാണ് ലൂവിന്റെ നമ്പറും ഉള്ളത്. സത്യം പറ എന്തിനിങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തുന്നത് എന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. നീ എന്തിനാ എന്റെ ലൂവിനെ പോലെ നടക്കുന്നത്, എനിക്ക് നിന്നെ എന്റെ ലൂ ആയിട്ട് കാണണ്ട എന്ന് പറഞ്ഞ് അവള് സത്യം പറയാനായി കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുമ്പോഴും അവന് പറയാനായി കഴിയുന്നില്ല. പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനുള്ള ശക്തി കിട്ടുന്നില്ല. ഈ ഒരു സമയത്ത് അവൻ ഒന്നും പറയില്ല എന്ന് മനസ്സിലാക്കുന്നവൾ എന്റെ മുന്നിൽ നിന്ന് പോവാനായി പറഞ്ഞ് അവനോട് ആക്രോശിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും അവൾ അവിടെ
അവിടെ നിന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്നു. ഇപ്പൊ അവൾക്ക് തന്റെ മുന്നിൽ നടന്ന ഈ ആൾമാറാട്ടം ക്ലിയർ ആവുന്നുണ്ട്. മുന്നേ തന്നെ ഇവളെ തെറ്റിദ്ധരിപ്പിക്കാനായി ലൂവിന്റെ നമ്പറിലേക്ക് ഇവള് വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തത് പോലും പി എ ആയിരുന്നു. അങ്ങനെ പിന്നീട് വളരെ വിഷമിച്ചിരിക്കുന്ന നിയാനെയാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് അവളുടെ കൂടെ ലൂ സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ഇപ്പോഴും അവൾക്ക് അവളുടെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥ ലൂ ആണോ അതോ യഥാർത്ഥ അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന മോ ആണോ എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. അവൾക്കൊരു ഉത്തരവ് അവൻ കൊടുത്തില്ലല്ലോ. അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ലൂവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ അവളെ കാണാത്തതിന്റെ പേരിൽ അമ്മ വിളിക്കുന്നു. ആ സമയത്ത് അവൾ കരയുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു പ്രോപ്പറായ ആൻസർ കൊടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ആദ്യം അവൾ വെറുതെ അമ്മ പറയുന്നതൊക്കെ കേട്ട് മൂളുന്നുണ്ടെങ്കിലും പിന്നീട് അമ്മ ഇന്ന് എനിക്കും ലൂവിനും വരാൻ കഴിയില്ല, കുറച്ച് തിരക്കാണ്, അമ്മ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ അമ്മയെ ആശ്വസിപ്പിച്ച് കോൾ കട്ട് ചെയ്യുന്നു. ഇതേ സമയം അവനായിട്ട് മോന്റെ വേഷത്തില് പിയുടെ കൂടെ കാറിൽ പോവാണ്. അവൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ വല്ലതും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവളെ വിളിച്ച് അവളിപ്പോ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ തിരക്കാൻ സാധിക്കില്ലല്ലോ. കൂടാതെ അവൻ ഇങ്ങനെ തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന പി എ അവനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നു. എന്തായാലും അടുത്ത ദിവസം നിയാനെ പറ്റി അറിയാനായി മാറി നിന്ന് അവളെ വാച്ച് ചെയ്യുകയാണ് അവൻ. ആ സമയത്ത് അവൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ് എന്നത്, അവൾ ഒന്നിലും ഫോക്കസ്ഡ് അല്ല എന്നത് ഒക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. കാരണം വണ്ടി പാർക്ക് ചെയ്തിട്ട് അവൾ മാറുമ്പോൾ സ്റ്റാൻഡ് ഇടാൻ മറന്നിരുന്നു. വണ്ടി മറിഞ്ഞടിച്ച് വീഴുന്നു. അവൾ ഒട്ടും തന്നെ നോർമൽ അല്ല, ആകെ ഡിസ്റ്റർബ്ഡ് ആണ് എന്നതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണല്ലോ അത്. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് വണ്ടി മറിഞ്ഞതിനെ പറ്റി ചോദിക്കുമ്പോൾ അവൾ അവനെ മൈൻഡ് ആക്കാതെ തട്ടിമാറ്റുന്നു. ഞാൻ നിന്നോട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതല്ല എന്ന് അവൻ ക്ലാരിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ മനഃപൂർവ്വമോ അല്ലാതെയോ കള്ളം തന്നെയാണെന്ന് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് സോറി പറയണമെന്ന് അവൻ പറയുമ്പോൾ അവൾ അവളുടെ കണ്ണുകൾ കൊണ്ട് അവനെ ഫേസ് ചെയ്യാതെ എന്നാൽ അവൻ അവളുടെ മുഖം ഫേസ് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ട് ഇനി പറഞ്ഞിട്ട് പൊക്കൂടെ, എനിക്ക് എന്തായാലും നിന്നെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴും ദേഷ്യത്തിൽ നിൽക്കാണ്. അവൻ ഇവളെ വണ്ടി എടുക്കാനൊക്കെ സഹായിക്കാൻ നോക്കിയിട്ട് അവൾ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. സമാധാനം താ, ഒന്ന് പോയി താ എന്നൊക്കെ ഷൗട്ട് ചെയ്യുന്നു. ഈ നടക്കുന്ന സംഭാഷണം ഗുവാൻ കേൾക്കുന്നുണ്ട്. ഗുവാൻ ഇവർക്കിടയിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഓടി വന്ന് മോയെ അവോയ്ഡ് ചെയ്ത് അവളെ സഹായിക്കുന്നു. കൂടാതെ നിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവളും അത് മതി എന്ന രീതിയിൽ തലയാട്ടുന്നു. ഈ സമയത്ത് അവിടെ നിൽക്കുന്ന മോനോട് നിങ്ങൾക്കിടയിൽ മുന്നേ നടന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയണ്ട, പക്ഷെ ഇനിയിപ്പോ അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം കണ്ട് അങ്ങനെ വളരെ സങ്കടത്തിൽ മോ അവിടെ നിൽക്കുമ്പോൾ മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ആ കൊളീഗ് കാണുന്നുണ്ട്. എപ്പോഴും ഞാൻ പാര വെക്കുന്ന കൊളീഗ് ആണല്ലോ ഇത്. ഇവളിപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കാനുള്ള പരിപാടിയായിരിക്കാം. അങ്ങനെ പിന്നീട് ഈ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് ഞാൻ പറയുന്നു. പക്ഷെ അവള് പറയുന്നത് ഇരട്ട സഹോദരങ്ങളായിരുന്ന മോയുടെയും ലൂവിന്റെയും ഇടയിൽ ലൂ മരിച്ചു എന്നും മോ ആണ് ഇപ്പോൾ ലൂവായും മോയായും അഭിനയിക്കുന്നത് എന്ന് തന്നെയാണ്. ഈ കാര്യം അറിഞ്ഞ അമ്മ ആകെ ഞെട്ടുന്നുണ്ട്. അപ്പോ ഒരാൾ മാറാട്ടക്കാരനാണോ എന്റെ മകളെ കെട്ടിയത് എന്ന് കലി വരുന്ന അമ്മ പ്രശ്നം ഉണ്ടാക്കാനായി ഒരുങ്ങുമ്പോ അമ്മ ഒരു പ്രശ്നത്തിനും പോണ്ട, നമുക്കതങ്ങ് മറന്നു കളഞ്ഞേക്കാമെന്നായിരുന്നു അവൾ അമ്മയോട് പറയുന്നത്. ആ സമയത്ത് അമ്മ ഞാൻ നിനക്ക് നിന്റെ ക്യാഷ് തരാം, നീ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചതല്ലേ, അവിടെ പോയി നീ പഠിക്ക്, അപ്പൊ ഇതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് മാറുമെന്ന് പറയുമ്പോ ഇല്ല ഞാനിപ്പോ എങ്ങോട്ടും പോകുന്നില്ല എന്ന് അവൾ തീർത്തു പറയുന്നു. എനിക്കിനി ഒന്നും കേൾക്കണ്ട, അമ്മയൊന്നും മിണ്ടായിരിക്കുന്നു പറയുമ്പോ അമ്മയും പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മോയെ പിന്തുടർന്ന് പോകുന്ന ആ കൊളീഗിനെയാണ്. നിയാന്റെ കൊളീഗാണ്. അവൾ മുന്നേ തൊട്ടേ നിയാന് മോയ്ക്ക് മണ്ടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി എന്താണ് അതെന്ന് അറിയാനായി ഇവനെ പിന്തുടർന്ന് നടക്കണം. അവനാകട്ടെ ഒരു കല്ലറയുടെ അവിടേക്കാണ് വരുന്നത്. ആ കല്ലറയിൽ എഴുതിയിരുന്നത് ലൂവിന്റെ പേരാണ്. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ലൂ മോയായി അഭിനയിക്കുന്നതല്ല, മറിച്ച് മോ ലൂ ആയി അഭിനയിച്ചിരുന്നതായിരുന്നു. എന്തായാലും അവൻ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൂരെ ഒരാൾ നടന്നു പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അത് അവന്റെ അമ്മയാണെന്ന് അവന് മനസ്സിലാവുന്നു. അവന് അമ്മ ഇവിടെ വന്നിട്ട് പോയതാണോ എന്നിങ്ങനെ ഭയങ്കരമായ പേടി വരുന്നു. അവൻ പക്ഷെ ആ സമയത്ത് അമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ല. എന്തായാലും ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ കൊളീഗ് പിന്തുടർന്നെത്തി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് അവൻ നേരെ അമ്മയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും അമ്മയുടെ റൂമിൽ പേഷ്യന്റിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിരിപ്പുണ്ട്. അവൻ അമ്മയോട് അമ്മ ഇന്ന് പുറത്തെവിടെയെങ്കിലും പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇല്ല എന്നാണ് മറുപടി പറയുന്നതെങ്കിലും അമ്മയുടെ മുഖത്ത് ഒരു പരിഭ്രമം നമുക്ക് കാണാം. അമ്മയെ പോലെ ഒരാളെ കണ്ടു എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അമ്മ അത് നിഷേധിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവന് മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ലൂ ജീവനോടെ ഇല്ല എന്നത്, താനാണ് ലൂ ആയി അമ്മയുടെ മുന്നിൽ വരുന്നത് എന്നത്. പക്ഷെ അമ്മ അത് അറിയാത്ത ഭാവത്തിൽ അഭിനയിക്കുകയാണ്. ആ ഒരു റിയാലിറ്റി അത്ര വേദനയുള്ളതായതുകൊണ്ട് അമ്മ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അങ്ങനെയാണെന്ന്. എന്തായാലും അവൻ ആ സമയത്ത് ഒരു കോൾ വന്നത് അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിച്ചത് നീ എന്റെ അമ്മയാണ്, അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അത് എടുത്തോണ്ട് പൊക്കണമെന്നും അമ്മ ഒരുമാതിരി സംസാരിച്ച് കട്ട് ചെയ്യുന്നു. അവൻ അത് കേട്ട് വലിയ സങ്കടമാവുന്നുണ്ട്. അവൻ അങ്ങനെ നിയാന്റെയും ലൂവിന്റെയും താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഇത് യഥാർത്ഥത്തിൽ മോ ആണല്ലോ, അങ്ങനെ അത് അറിഞ്ഞാണ് ഇവൻ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടുന്നത് എന്നത് അവനറിയാം. ചെല്ലുമ്പോഴേക്കും അവിടെ നിയാനെ സംസാരിച്ച് വശത്താക്കാനായി ഗുവാൻ ഉണ്ടായിരുന്നു. എന്തായാലും മോ വരുമ്പോ ഗുവാനെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിടാണ്. ഞാൻ ഗുവാനോട് ഒരു താല്പര്യമില്ലെങ്കിലും അവൻ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഇവള് മാരീഡ് ആണെന്നൊന്നും അവന് വിഷയമല്ല. എന്തായാലും അവിടെ അവന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് അത് എടുക്കാനായി നിൽക്കുന്നവൻ അവളോട് സോറി പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്ത് സോറി പറഞ്ഞാലും എന്നോട് നീ ചെയ്തത് വലിയ തെറ്റാ. ജീവനോടെ ഇല്ലാത്ത ഒരാളുടെ ഭാര്യയാക്കി നീ എന്റെ മുന്നിൽ അയാളായി ആൾമാറാട്ടം നടത്തി, അത് വലിയ തെറ്റാണെന്ന് അവൾ ആവർത്തിക്കുമ്പോൾ ഞാനിപ്പോ അതൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് നീ ക്ഷമിക്കുമായിരുന്നോ, എന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നു. ആ സമയത്ത് അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇവന്റെ കൂടെ തന്നെയാണ് അവൾ അന്ന് രാത്രി
ഹോട്ടൽ മുറിയിൽ ഡ്രിങ്ക്സ് അടിച്ച് സമയം ചെലവഴിച്ചത്. അവൾ പിന്നീട് വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇവൻ ഇങ്ങനെ അമ്മയുടെ മുന്നിൽ അവൻ മൂവ് ആയിട്ടും മരണപ്പെട്ട ലൂ ആയി വേഷം മാറിയൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിവാഹത്തിലേക്ക് കടന്നാൽ അത് ശരിയാവില്ല എന്ന് അവന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ നീ വിചാരിക്കുന്നത് പോലെ മോയല്ല ലൂ ആണെന്ന് പറയുന്നു. പക്ഷേ അവൾക്കപ്പോ ലൂ എങ്കിൽ ലൂ ആരെങ്കിലും വിവാഹം കഴിക്കണം എന്നത് അത്യാവശ്യമായതുകൊണ്ട് അവൾ അവനെ ഇങ്ങനെ ഒരു കാര്യം അവർക്കിടയിൽ നടന്നതുകൊണ്ടും വിവാഹത്തിലേക്ക് ആ ഒരു സാഹചര്യത്തെ കൊണ്ടുപോകുന്നു. ആ സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതാണല്ലോ, തുടക്കത്തിലുള്ള എപ്പിസോഡുകളിൽ. അങ്ങനെ അതിൽ പെട്ടുപോയ അവന് താൻ പറഞ്ഞതുപോലെ ലൂ അല്ല, കല്യാണം നടക്കാതിരിക്കാനായി പറഞ്ഞതാ, താൻ യഥാർത്ഥത്തിൽ മോ ആണെന്ന് വീണ്ടും തിരുത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ ഒരു ആൾമാറാട്ടം കണ്ടിന്യൂ ചെയ്തു പോയത്. യഥാർത്ഥത്തിൽ ഇവൻ മോ തന്നെയാണ്. ലൂ മരണപ്പെട്ടു, പക്ഷെ അത് അമ്മയെ ബാധിക്കാതിരിക്കാനായി അവൻ അമ്മയുടെ മുന്നിൽ ലൂ ആയും അഭിനയിച്ചതാണ്. ആ ആൾമാറാട്ടത്തിന്റെ ഇടയിലേക്ക് മറ്റൊരാളായ നിയാനും കൂടി കടന്നു വന്ന കാര്യങ്ങൾ ഇങ്ങനെയായി. ഇവൾക്കാണെങ്കിൽ ലൂവിനെയാണ് ഇഷ്ടമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൻ പിന്നീട് ലൂ ആയി മാറാമെന്ന് വിചാരിച്ചത്. അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന PA അതുകൊണ്ടാണ് അവൻ അപ്പോൾ താക്കീതും കൊടുത്തത്. എന്തായാലും ഇപ്പോൾ അവൻ ഇങ്ങനെ സോറി പറഞ്ഞു നിൽക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത അവൾ ദേഷ്യത്തിൽ തന്നെ പെരുമാറുമ്പോൾ നിനക്ക് ലൂവിനെയാണോ മോയാണോ ഇഷ്ടമെന്ന് അവൻ ഒന്നുകൂടെ ചോദിക്കുന്നു. കാരണം എന്താണ് ഇവളിപ്പോ തീരുമാനിക്കുന്നത് എന്ന് അറിയണ്ടേ, തന്നെ അവൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അറിയണമല്ലോ. അങ്ങനെ അതിന്റെ ഭാഗമായി അവൻ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമല്ല, എന്റെ കൺമുന്നിൽ നിന്ന് പോന്ന് പറഞ്ഞ് അവൾ ഷൗട്ട് ചെയ്യുന്നു. അറിഞ്ഞ നല്ല സങ്കടത്തിലിരിക്കുന്ന ഞാനാണ് അവളുടെ മനസ്സിലൂടെ ലൂവായും മോയായും അവൻ അവളുടെ അടുത്ത് പെരുമാറിയ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. രണ്ടുപേരും അവളോട് വളരെ കെയറിങ് ആയിരുന്നു. ആ രണ്ടും ഒരാൾ തന്നെയാണ്. ഒരാൾ ജീവനോടെ ഇല്ലാത്ത ആള്, മറ്റേ ആൾ ആൾമാറാട്ടം നടത്തിയ ആള്. ഇങ്ങനൊക്കെ അവൾ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അവൾ ജോലിക്ക് പോകുമ്പോൾ അവളുടെ പേരിൽ പബ്ലിഷ് ആയ ഒരു ആർട്ടിക്കിൾ വളരെ ട്രെൻഡിങ് ആയി പൊക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ ബോസ് അവളെ അഭിനന്ദിക്കുമ്പോൾ ഞാനതിന് ഇന്നലെ ഒരു ആർട്ടിക്കിളും പബ്ലിഷ് ആക്കിയില്ലല്ലോ എന്ന് അവൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അവൾ വേഗം എന്താണ് അതെന്ന് അറിയാനായി സെർച്ച് ചെയ്യുമ്പോഴാണ് അവൾ ലൂവിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മോയുടെ ചിത്രമടങ്ങിയ ഒരു ആർട്ടിക്കിൾ കാണുന്നത്. അവളുടെ പേരിലാണ് അത് പബ്ലിഷ് ആയത് എന്നൂടെ കാണുമ്പോൾ അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവൾ അത് ചെയ്തിട്ടില്ല. അവൾ വേഗം തന്നെ ആരാ ഇത് ചെയ്തത്, സത്യം പറഞ്ഞോ, ഇത് ഞാനല്ല ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ആരിത് ചെയ്തതെന്നെല്ലാം അവൾ ചോദിച്ച് ബഹളം വെക്കുമ്പോൾ ആ കൊളീഗ് അങ്ങോട്ടേക്ക് എത്തുന്നു. നീ തന്നെ ഇത് ചെയ്തത്, എന്നിട്ട് ഇപ്പൊ എന്താ ഒന്നും അറിയാത്ത രീതിയിൽ പെരുമാറുന്നതെന്ന് അവളോട് തട്ടിക്കയറാണ്. നമുക്കറിയാലോ യഥാർത്ഥത്തിൽ ഈ കൊളീഗാണ് മോയെ പിന്തുടർന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യം ഞാനിട്ട് പണി കൊടുക്കാനായി ചെയ്തതെന്ന്. അവൾക്ക് ആ സമയത്ത് ഈ കൊളീഗാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാവുന്നു. കാരണം ഇവളെ ഒരു ജോലിക്ക് പറഞ്ഞു വിട്ട് കൊളീഗ് അവളുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്ത് ഇവള് പോലും അറിയാതെ ചെയ്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ അതിന്റെ പേരിൽ കൊളീഗുമായി വഴക്കുണ്ടാക്കുന്നുണ്ട്. തുടർന്ന് ഈ കാര്യം അറിയുമ്പോൾ ബോസ് പോലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല, കൊളീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇവരുടെ സ്ഥാപനത്തിന്റെ ബിഹാഫിൽ ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾ ട്രെൻഡിങ് ആയി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ ബോസ് ഒരിക്കലും അതിന് സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ആ പേരിൽ അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവളുടെ ഈ പോക്ക് കൊളീഗിനെ വളരെ സന്തോഷിപ്പിക്കുന്നു. കാരണം അവൾക്ക് അതൊക്കെ തന്നെയാണല്ലോ വേണ്ടത്. എന്നാലും അങ്ങനെ അവൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. മോയുടെ അമ്മ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ. അവിടെ അവൾ എത്തുമ്പോൾ മോയുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഒരു ടെൻഷനോട് കൂടി അവൾ ചോദിക്കുന്നു. കാരണം ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ ഒരു ആർട്ടിക്കിൾ അമ്മ കണ്ടാൽ തീർച്ചയായും അമ്മയ്ക്ക് ലൂ ജീവനോടെ ഇല്ല എന്നത് മനസ്സിലാവും, അമ്മ ആകെ തകരും എന്ന പേടിയിലാണ് അവൾ ഇവിടേക്ക് വന്നത്. പക്ഷെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല, അമ്മ ഓക്കെയാണ് എന്നെല്ലാം അവളോട് പറയുമ്പോൾ അവൾക്ക് സമാധാനമാകുന്നു. ഞാനല്ല ആർട്ടിക്കിളിനും പിന്നിലെന്ന് അവൾ പറയുമ്പോൾ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് അവൻ വളരെ വിശ്വാസത്തോടെ പറയുമ്പോൾ എന്നാലും ആ കൊളീഗ് എന്നോട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പാരവെപ്പ് നടത്താറുണ്ടായിരുന്നെങ്കിലും അവൾ ഇത്രയും സിവിയറായി ഒരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാണ് നീ എന്റെ പറച്ചില്. അങ്ങനെ പിന്നീട് തന്റെ താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ വൈറലായ ആ ഒരു ആർട്ടിക്കിൾ എടുത്ത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഞാൻ അതിലൊരു കാര്യം കാണുന്നു. അതിൽ ലൂവിന്റെ കല്ലറയുടെ അവിടെ നിൽക്കുന്ന മോയുടെ ചിത്രമാണല്ലോ ഉള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ത്രീ നടന്നു പോകുന്നത് കാണാം. ആ സ്ത്രീ മറ്റാരുമല്ല മോയുടെ അമ്മയാണ് എന്നത് മനസ്സിലായിട്ട് തന്നെ അവൾ വല്ലാതെ ഞെട്ടുന്നുണ്ട്. അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അമ്മ സ്വീറ്റ്സ് കഴിക്കായിരുന്നു. ഇവളെ കണ്ടപാടെ ചിരിച്ചുകൊണ്ട് ഞാനിത് കഴിക്കുന്നത് മോള് ലൂവിനോട് പറയരുത് കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവളാകട്ടെ ഉടനെ ആ ഒരു ആർട്ടിക്കിൾ കാണിച്ചിട്ട് അതിലെ ഫോട്ടോ അമ്മയുടേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും, അത് ബ്ലറായിരിക്കല്ലേ, എനിക്കിത് ആരാ എന്താണെന്ന് അറിയില്ല എന്ന് തർക്കിക്കുമ്പോൾ അത് അമ്മ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അമ്മയ്ക്കപ്പോ മോ പോയത് ലൂവിന്റെ കല്ലറയിലാണെന്നും അറിയാം, ലൂ മരിച്ചു എന്നും അമ്മയ്ക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ സത്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്, എന്തിനാണ് അമ്മ ഇങ്ങനെ വയ്യാത്ത പോലെ അഭിനയിക്കുന്നത്? അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ മോ ഇതുപോലെ അവന്റെ മരണപ്പെട്ട സഹോദരനായി ആൾമാറാട്ടം നടത്തുന്നത്? അപ്പൊ അമ്മ അറിഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് ആ ഒരു വേഷം കെട്ടിക്കുന്നതല്ലേ എന്നെല്ലാം അവൾ സങ്കടപ്പെടുമ്പോൾ ഞാൻ ആ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാനൊരു അമ്മ ആയതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വരുന്നു, നീ അമ്മ അല്ലാത്തത് കൊണ്ടാണ് നിനക്കത് മനസ്സിലാവാത്തത് എന്നെല്ലാം ഈ അമ്മ പറയുമ്പോൾ ഞാൻ അമ്മയാവാത്തതിന്റെ കാര്യമല്ലല്ലോ ഇവിടെ വിഷയം. എന്താ പ്രശ്നം എന്ന് വെച്ചാല് അമ്മയ്ക്ക് അമ്മയുടെ ഒരു മകനായ ലൂ
മരണപ്പെട്ടത് അറിയാമെങ്കിലും അമ്മ അത് അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ലൂവിനെ മിസ് ചെയ്യാതിരിക്കാനായി ലൂവിന്റെ ഇരട്ട സഹോദരനായ മോയെ കൊണ്ട് അമ്മ ഇൻഡയറക്റ്റ് ആയി ആ വേഷം കെട്ടിച്ചോണ്ടിരിക്കുകയാണ് അമ്മയുടെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് 2 മക്കളും ജീവനോടെ ഉണ്ട് എന്ന രീതിയിൽ മനസ്സിനെ പഠിപ്പിച്ചെടുക്കാനായി. പക്ഷെ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ അറിയാം ലൂ ഇല്ലാന്ന്. എന്നിട്ടും അമ്മ ഈ ചെയ്യുന്നത് പാവം മോയെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്ന് അമ്മ ചിന്തിക്കണം എന്നെല്ലാം അവൾ പറയുമ്പോ അമ്മ അതിന് തയ്യാറാവുന്നില്ല. മോ ജീവനോടെ ഉണ്ടല്ലോ, പക്ഷെ ലൂ അവൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ട മകനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റുമല്ലാന്ന് അമ്മ തർക്കിക്കുന്നു. യഥാർത്ഥത്തിൽ അമ്മ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുന്നതാണെന്ന് മോയ്ക്കും അറിയാം. എന്നിട്ടും അവന്റെ ഈ ബുദ്ധിമുട്ടുകളും അവന്റെ ഈ സങ്കടവും ഒക്കെ മാറ്റിവെച്ച് അമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും അഭിനയിക്കുകയാണ്. അത് അമ്മ കാണാതെ പോകരുതെന്ന് അവൾ അമ്മയോട് പറയുന്നു. അവൾ അങ്ങനെ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മ പൊട്ടിക്കരയാനായി തുടങ്ങുന്നു. അവൾ അമ്മയോടൊന്നും മിണ്ടാതെ പതിയെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന മോയെയാണ് അവൾ കാണുന്നത്. എന്തായാലും തനിക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചതിന് നന്ദി എന്ന് അവൻ പറഞ്ഞ് വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എപ്പോഴും നിനക്ക് വേണ്ടി നീ തന്നെ സംസാരിക്കണം, അല്ലാതെ മറ്റൊരാള് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നിയാൻ നേരെ കൊളീഗിനെ കാണാനായി പോകുന്നതാണ്. ആ സമയത്ത് ഓഫീസിലേക്ക് നിയാൻ വരുമ്പോൾ, നിനക്കെന്ത് ഇവിടെ കാര്യം, നിന്നെ സസ്പെൻഡ് ചെയ്തതല്ലേ എന്ന് കൊളീഗ് അവളോട് ദേഷ്യപ്പെടുന്നു. അതെ, ഇവള് മുന്നേ കൊളീഗിനോട് വഴക്കുണ്ടാക്കിയ പേരിൽ അവളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോസ് ഇവള് പറഞ്ഞ സത്യങ്ങളൊന്നും വിശ്വസിച്ചില്ല. കൊളീഗ് ഇവളെ അറിയാതെ ഇവളുടെ സിസ്റ്റം യൂസ് ചെയ്ത് അങ്ങനെ ചെയ്തതാണെന്ന് ഒരു തെളിവൊന്നും ആ സമയത്ത് സബ്മിറ്റ് ചെയ്യാനായി നിയാന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പൊ എത്തിയിരിക്കുന്ന നിയാൻ അതിനുള്ള സർവ്വ തെളിവും തന്റെ കയ്യിൽ ഉണ്ടെന്നും താൻ എപ്പോഴും തന്റെ ഡ്രസ്സിൽ ഒരു ഹിഡൻ ക്യാമറ വെച്ചാണ് നടക്കാറുള്ളതെന്നും അതിൽ പതിഞ്ഞ വിഷ്വൽസ് ഇതിലുണ്ടെന്നും പറയുന്നു. അതായത് ഇവളെ ഒരു ജോലി എന്ന് പറഞ്ഞ് അവളുടെ സീറ്റിൽ നിന്ന് മാറ്റിവിട്ടിട്ട് ഈ കൊളീഗ് അവിടെ വന്ന് അവളുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നതും കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതുമൊക്കെ ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ സിസ്റ്റം മറ്റൊരു എംപ്ലോയി യൂസ് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ നിന്റെ തെറ്റ് വേഗം തിരുത്തി കാര്യങ്ങൾ ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ നീ എന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതിന്റെ ക്യാമറ ക്ലിപ്പ് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ച് കേസ് കൊടുക്കും. പിന്നെ അറിയാലോ, നീ ജയിലിൽ കിടക്കുന്നില്ല, നീ ഞാൻ പേടിപ്പിക്കുമ്പോ കൊളീഗ് ശരിക്കും പേടിക്കുന്നുണ്ട്. അവൾ അങ്ങനെ അതെല്ലാം ഡിലീറ്റ് ആക്കുന്നു. എന്തായാലും അങ്ങനെ പിന്നീട് നിയാന്റെ നിർബന്ധത്തിന് വഴങ്ങി കൊളീഗിന് ബോസിനോടും കാര്യങ്ങൾ ഏറ്റു പറയേണ്ടി വരുന്നു. കൂടാതെ മോ ആകട്ടെ അവനെ അപകീർത്തിപ്പെടുത്താനായി ആർട്ടിക്കിൾ തയ്യാറാക്കുന്ന രീതിയിൽ ഇത് പബ്ലിഷ് ആക്കിയ ആൾക്കെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് കമ്പനിയെ സമീപിക്കുന്നു. മോ എന്ന വലിയൊരു സിഇഒയെ പിണക്കാൻ സാധിക്കാതെ ബോസ് ആകട്ടെ കൊളീഗിനെതിരെ നടപടിയെടുക്കാനായി തയ്യാറാവുന്നു. കൊളീഗ് അങ്ങനെ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മോയും അമ്മയും സംസാരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് അമ്മ തനിക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞ് അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അതായത് ഇപ്പോ ലൂ മരിച്ചു എന്നത് അമ്മയ്ക്ക് അറിയാമെന്ന് തന്നെ അമ്മ തുറന്ന് പറയുന്നു. പക്ഷേ അമ്മയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അമ്മ ഇവനെ ബുദ്ധിമുട്ടിച്ചത്, തെറ്റ് ചെയ്തത് ഒക്കെ തിരുത്താൻ അമ്മയ്ക്കൊരു അവസരം വേണമെന്ന് അമ്മ മനസ്സ് തുറന്ന് പറയുമ്പോൾ അമ്മ തന്നെ മനസ്സിലാക്കുന്നു. അമ്മ ഇനി താൻ ലൂ ആയി അഭിനയിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നതാണ് അമ്മയുടെ ഈ വാക്കുകളിലുള്ളത് എന്ന് മനസ്സിലാക്കുന്ന മോയ്ക്ക് ഭയങ്കര സന്തോഷം. കൂടാതെ ആ സമയത്ത് അമ്മ അവനോട് നിയാന്റെ കാര്യം പറയാണ്. നിയാൻ നല്ല പെൺകുട്ടിയാണ്, അവളാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്, നിനക്ക് വേണ്ടി അവളാണ് എന്നോട് സംസാരിച്ചത്, നിനക്കും അവളോട് ഒരു താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അവളെ മിസ് ചെയ്യരുത്, സ്വന്തമാക്കണമെന്നാണ് അമ്മ അവനോട് പറയുന്നത്. എന്തായാലും അത് കേട്ട് അവൻ ഹാപ്പി ആവുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ സ്കൂളിലെ ഒരു റീയൂണിയൻ നടക്കുന്ന കാര്യം അവൻ അറിയുന്നത്. അവരുടെ ബാച്ചിന്റെ ആദ്യം പോകാൻ താല്പര്യപ്പെട്ടില്ലെങ്കിലും പിന്നീട് അവിടെ നിയാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പോകണം, നിയാനോട് മിണ്ടാൻ ഒരു അവസരമായിരിക്കും അത് എന്നെല്ലാം പറയുമ്പോൾ അവൻ വളരെ ഉത്സാഹത്തിൽ റീയൂണിയന് പോകുന്നു. അവിടെ ചെന്നവൻ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ പിന്നീടാണ് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ മനസ്സിലാവുന്നത് നിയാൻ വന്നിരുന്നു, അവൾ പിന്നെ മടങ്ങിപ്പോയെന്ന്. ഇവൻ നിയാനെ പറ്റി ചോദിച്ചപ്പോഴാണ് ഫ്രണ്ട് അത് പറഞ്ഞത്. എന്തായാലും ആ ചോദ്യം കേട്ടിട്ട് ഫ്രണ്ട് ഉത്തരം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടെന്ന് അവൻ പറയുന്നു. എങ്കിലതേ ഇതൊന്ന് നിയാനെ കൊടുത്തേക്കോ എന്ന് ചോദിച്ചു ഒരു ലെറ്റർ ആണ് അവൻ ഏൽപ്പിക്കുന്നത്. ആ ഒരു ലെറ്റർ കാണുന്ന മോ ആകെ ഞെട്ടുന്നു. കാരണം അത് വർഷങ്ങൾക്ക് മുന്നേ അവൻ നിയാനെ കൊടുക്കാനായി എഴുതിയ ലവ് ലെറ്റർ ആണ്. ഈ ലവ് ലെറ്ററിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അന്ന് അടയാളപ്പെടുത്തി നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരുന്നത്. അതെല്ലാം ചെയ്തത് നിയാനാണെന്ന ദേഷ്യം അവൻ അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഫ്രണ്ട് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ചെയ്തത് ഗുവാൻ ആയിരുന്നു. അപ്പോഴേക്കും ഗുവാൻ കൊടുത്ത ഡ്രിങ്ക്സിൽ ഫിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ പിന്നീട് അത് അവൾ അറിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ആ ഒരു ലെറ്ററിൽ അവനെ ഇഷ്ടമാണെന്ന് മറുപടി എഴുതിയെങ്കിലും അത് ഇവനും അറിഞ്ഞതുമില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഒരു ലെറ്ററിന്റെ പേരിൽ ഭയങ്കരമായ കൺഫ്യൂഷനും കാര്യങ്ങളും നടന്നിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ആ ഒരു ലെറ്ററിലെ മറുപടിയും കൂടി നേരിട്ട് കാണുമ്പോൾ മോയ്ക്ക് എന്ത് പറയണം ചെയ്യണം എന്നറിയില്ല. എന്തെങ്കിലും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്ന നിയാനെ അവളുടെ അമ്മ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത് അതിന് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. ഇവൾ ഇപ്പോ ലൈഫിൽ നടന്ന ആ ഒരു ആൾമാറട്ട കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ മാറി മൂവ് ഓൺ ചെയ്യണം എന്നതാണ് അമ്മയുടെ ആവശ്യം. അങ്ങനെ അമ്മ പറഞ്ഞു വിട്ട ബ്ലൈൻഡ് ഡേറ്റിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് അവള് മനസ്സിലാക്കുന്നത് അത് ഗുവാൻ ആണെന്ന്. അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിട്ടത്. കാരണം ഗുവാനും നിയാനും ഓൾറെഡി പരസ്പരം ഇടയ്ക്ക് പ്രണയിച്ചവരല്ലേ. പക്ഷെ പിന്നീട് ബ്രേക്കപ്പ്
ആയെങ്കിലും ഇപ്പൊ വീണ്ടും ഗുവാൻ നിയാനെ സ്വന്തമാക്കാനായി നടക്കുമ്പോൾ അവൻ ഇവളെ കൂടുതൽ കെയർ ചെയ്യാൻ സാധിക്കും, തെറ്റിദ്ധരുത്തി അവൻ നല്ല രീതിയിൽ പെരുമാറും എന്ന കണക്കൂട്ടലാണ് അമ്മ വിട്ടത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞ് ഗുവാൻ നിയാൻ ഇംപ്രസ് ചെയ്യാനായി പറ്റുന്നതൊക്കെ നോക്കുന്നു. വീണ്ടും അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുമ്പോൾ നിനക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നവൻ ചോദിക്കുന്നു. അവൾ അപ്പോഴും മിണ്ടാതെ നിൽക്കുമ്പോൾ എങ്കിൽ എനിക്കൊരു അവസരം തന്നൂടെ എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അവൾ അതിന് എന്തുത്തരം പറയണം എന്നറിയാതെ നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് മോ എത്തുന്നു. നീ ഇപ്പൊ ഇതിന് സമ്മതം പറയരുത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്കിടയിൽ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ചില തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ടുണ്ടെന്നെല്ലാം അവൻ അവളോട് പറയുന്നു. അങ്ങനെ അവൻ സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ അത് തടയാനായി വാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാന്നും പറഞ്ഞ് അവളുടെ ഒരു കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ഗുവാൻ. ഈ സമയത്ത് മറ്റേ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നീ എന്റെ കൂടെ വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് മോയും നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും അവളുടെ ഓരോ കൈകളിലായി പിടിച്ചു വലിച്ച് അവരുടെ കൂടെ അവളെ കൊണ്ടുപോകാനായി നോക്കുമ്പോൾ ദേഷ്യം വരുന്ന അവൾ രണ്ടുപേരുടെയും കൈ തട്ടി കളഞ്ഞിട്ട് ഞാൻ രണ്ടുപേരുടെയും കൂടെ വരുന്നില്ല, ഞാൻ തനിയെ പൊക്കോളാന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ അവരവളെ ഒറ്റയ്ക്ക് വിടാതിരിക്കാനായി പിറകെ പോകുന്നു. കാണുന്നത് ജോലിക്ക് പോകാനായി ഇറങ്ങി വരുന്ന നിയാനെ കാത്ത് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് റെഡിയായി അവിടെ മോ നിൽപ്പുണ്ടായിരുന്നു. എന്താ ഇവിടെ എന്ന് അവള് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനും നിന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്, എനിക്ക് ആ ഓഫീസിൽ ഒരാളെ കാണാനുണ്ട്, നീ അങ്ങോട്ടാവുമ്പോൾ എനിക്കൊരു ലിഫ്റ്റ് തന്നൂടെ എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ലിഫ്റ്റ് തരേണ്ട ആവശ്യം എന്താ, നിങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലോ എന്ന് അവൾ ഓർമ്മിപ്പിക്കുമ്പോൾ വണ്ടി കേടായി അതുകൊണ്ടാ പ്ലീസ് ഞാനും വരുന്നു എന്ന് പറയുമ്പോൾ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവളുടെ വണ്ടിയിൽ കയറുന്നുണ്ട്. പക്ഷെ വിടാതെ മോ അവളുടെ കൂടെ വണ്ടിയിൽ ബാക്ക് സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ ഇവനോട് പറഞ്ഞാലും ഇവൻ മാറില്ലെന്ന് മനസ്സിലാക്കുന്ന അവൾ ദേഷ്യത്തിൽ ഒന്ന് നോക്കുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് നോക്കുന്നു. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും പറഞ്ഞ് അവൻ അങ്ങനെ ചിരിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അവൾ വണ്ടി എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് അവൾ ആകെ അമ്പരക്കുന്നു. കാരണം അവളുടെ കൊളീഗ്സ് ഒക്കെ അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. ടെമ്പററി ചീഫ് എഡിറ്ററായി അവൾക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അത് ടെമ്പററി ആണെങ്കിലും അവൾ എന്തായാലും അവളുടെ കഴിവ് കൊണ്ട് നല്ലൊരു സ്ഥാനത്ത് എത്തുമെന്നതിൽ തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുമ്പോൾ ഈ നിൽക്കുന്നവരുടെ ഒക്കെ മുകളിലെ ഒരു പൊസിഷനിലാണ് അവൾ ഇപ്പൊ പ്രൊമോഷൻ കിട്ടി നിൽക്കുന്നത്. അവൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയതിന്റെ അടയാളമാണ് അവൾക്ക് ഈ പ്രൊമോഷൻ എന്ന രീതിയിലാണ് കൊളീഗ്സ് ഒക്കെ അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത്. അവൾ അങ്ങനെ ആകെ വണ്ടടിച്ച് ശരി ശരി എല്ലാരും പോയി വർക്ക് ചെയ്യുന്നു പറഞ്ഞു അവളുടെ സീറ്റിൽ പോയിരിക്കുന്ന സമയം ഒരു ID കാർഡ് ഇട്ടുകൊണ്ട് മോ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. സീക്രട്ട് റൂമിന് വേണ്ടി ഒരു പുതിയ തീം ഡെവലപ്പ് ചെയ്യാനായി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു തീമാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ അതിനുവേണ്ടിയുള്ള റിസർച്ചിലാണ് ഞാൻ ഇവിടെ എന്ന് അവൻ പറയുന്നത്. അതായത് ഇവളുടെ മേലധികാരികളുമായി സംസാരിച്ച് അവന്റെ കമ്പനിക്ക് വേണ്ടി എന്ന രീതിയിൽ ഒരു കൊളാബറേഷൻ കണക്ക് ഒരു പുതിയ തീം ഡെവലപ്പ് ചെയ്യാനായി പുള്ളിക്കാരൻ ഇവിടെ വന്നതാണ്. പക്ഷെ സത്യത്തിൽ അതൊരു പേര് മാത്രമാണ്, അല്ലാതെ ഇവൻ നിയാനെ ചുറ്റിപ്പറ്റി ഇരിക്കാനായി തന്നെ വന്നതാണ് എന്നത് തീർച്ച. എന്തായാലും അവൻ അവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അവൾക്ക് നൈസായി ചിരി വരുന്നുണ്ടെങ്കിലും അവൾ അവന്റെ മുന്നിൽ പ്രകടിപ്പിക്കാതെ തല കുനിച്ചിരുന്ന് ചിരിക്കുന്നതും അവനെ കാണുമ്പോൾ ദേഷ്യഭാവം നടിക്കുന്നതും ഒക്കെ അതേപടി തുടരുന്നു. എടുപിടിയെന്നല്ല അവൾക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടിയത്. അതുകൊണ്ടാണ് അവളിപ്പോ ഈ ഒരു പ്ലേസിൽ വർക്ക് ചെയ്യാനായിരുന്നത്. അവളിപ്പോ ചീഫ് എഡിറ്ററായി പ്രൊമോട്ടഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് മാറുന്നു. അദ്ദേഹം ഞാൻ പറയാൻ കാരണം മുന്നത്തെ ചീഫ് എഡിറ്റർ ഒരാണായിരുന്നല്ലോ, നമ്മൾ കണ്ടിരുന്നില്ലേ, ബോസ് എന്ന് അവള് സംബോധന ചെയ്തിരുന്ന ആള്. അയാളെയും അന്വേഷണ വിധേയമായി എങ്ങാണ്ട് സസ്പെൻഡ് ചെയ്തിട്ടാണ് ഇവളെ ഇപ്പോ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെയും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ എന്ന പേരിൽ മോ ചെന്നിരിപ്പുണ്ട്. അവനാണെങ്കിൽ അവിടെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു മീനിന് തീറ്റ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. തീറ്റ കൊടുക്കുന്ന പേരിൽ ഓട്ടക്കണ്ണിട്ട് നിയാനെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മീനിനെ കൊല്ലുവോ ഇങ്ങനെ തീറ്റ കൊടുത്തെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് അല്ല നമ്മുടെ വീട്ടിലെ മീൻ എങ്ങനെയുണ്ട് സുഖാണോന്നെല്ലാം അവൾ മീനിനെ വളർത്തുന്ന കാര്യം വെച്ച് അവൻ പറയുന്നു. ആ ഒരു സമയത്ത് ഈ മീനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരു കുഞ്ഞു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ഇവര് ആദ്യമായി ഒന്നിച്ച് താമസിക്കാൻ ചെന്നപ്പോൾ ആ ഒരു പ്ലേസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നിന്റെ മീന്റെ എന്റെ സ്ഥലത്തേക്ക് വരുന്നു എന്നെല്ലാം അവൻ കംപ്ലൈന്റ് പറഞ്ഞപ്പോ മീനിനെ അവള് വഴക്ക് പറഞ്ഞിരുന്നു അങ്ങോട്ടേക്ക് പോവരുതെന്ന്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവൻ പറയാനായി തുടങ്ങുമ്പോൾ പഴയ കാര്യമൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് അവള് മുഖം മറച്ച് ചിരിക്കുന്നു. മീൻ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് അത് കേൾക്കാതെ അവൻ വീണ്ടും ചോദിക്കുമ്പോൾ ആ മീനെ നീ കൂടുതൽ തിരക്കണ്ട, അതിന് നിന്നെപ്പറ്റി അറിയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവൾ ദേഷ്യം ഭാവിക്കുന്നുണ്ടെങ്കിലും നൈസായിട്ട് അവൻ കാണാതെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം എന്നവൻ പറയുമ്പോൾ അവൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അത് ഒരിക്കലും നടക്കില്ല എന്ന് അറിയാവുന്ന ഭാവത്തിലാണ് അവൾ അത് പറയുന്നത്. പക്ഷെ അവൻ അത് കേട്ടപാടെ അത് ഞാൻ എപ്പോഴേ അറേഞ്ച് ചെയ്തു, നീ ഇനി ഇന്റർവ്യൂവിന് പോകാനായി നാളെ രാവിലെ റെഡി ആയിക്കോ എന്നവൻ പറയുമ്പോൾ അവൾ അന്തം വിട്ടു പോകുന്നുണ്ട്. ആക്ച്വലി ഇവൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്നത് അവള് പെട്ടെന്ന് ഓർത്തില്ല. ഇവൾക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ അവൻ തയ്യാറായും നിൽക്കുകയാണ്. അങ്ങനെ അവൻ മുൻകൂട്ടി അറേഞ്ച് ചെയ്തില്ലെങ്കിലും ഇവളിങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ തനിക്കത് അറേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന ധൈര്യത്തിൽ തന്നെയാണ് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നത്. അങ്ങനെ അന്ന് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങാനായി ഞാൻ നിൽക്കുമ്പോൾ മഴയായിരുന്നു. പക്ഷെ ആ സമയത്ത് മോയും അവളുടെ പിറകെ വരുമ്പോൾ അവള് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയം ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു, പക്ഷെ ഇപ്പൊ എല്ലാ ക്യാബും ബിസിയാ, അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല, ഒത്തിരി ലേറ്റ് ആവില്ലേ. എന്റെ PA ഒരു ബിസിനസ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ പോകാനും കഴിയില്ല. അറിയാമല്ലോ എന്റെ വീട് ഒത്തിരി ദൂരെയാണ്, അതുകൊണ്ട് ഇവിടെ അടുത്തല്ല നീ താമസിക്കുന്നത്, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ മുന്നേക്ക് നടന്നു പോകുന്നുണ്ടെങ്കിലും അവന്റെ മുഖം വാടുന്നത് മനസ്സിലാക്കുന്ന അവൾ നേരെ തിരിച്ചു വന്ന് അവനെയും കുടയിൽ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ്
അവന്റെ വീടെന്ന രീതിയിൽ അവിടെ കിടന്ന് ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ ദേഷ്യം വരുന്ന അവള് നിനക്ക് മാറിയിടാൻ തരാനായിട്ട് ഇവിടെ ഡ്രസ്സൊന്നുമില്ല, വല്ല ഡ്രസ്സ് വേണേ പോയി മേടിച്ചോണ്ട് വന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഇപ്പൊ ഇവിടെ എത്തും അവൻ പറഞ്ഞു തീരുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നു. നോക്കുമ്പോൾ ഡെലിവറി ബോയ്സ് കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നു. ഒരു ദിവസം നിൽക്കുന്നതിനാണോ ഇത്രയും സാധനങ്ങളെന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ നൈസ് ആയിട്ട് ചിരിക്കാണ്. എന്തായാലും ഇതൊക്കെ കണ്ട് ഇവൻ ഓരോ നടക്കി പോകുന്ന ലക്ഷണമില്ല എന്ന് തോന്നുന്ന അവൾ റൂമിലേക്ക് കയറി പോകുമ്പോഴും അവൻ അതേ ചിരി തന്നെയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകട്ടെ അവൻ അറേഞ്ച് ചെയ്ത ഇന്റർവ്യൂവിന് പോകാനായി ഭയങ്കര ഹാപ്പിയായി റെഡി ആവുന്ന നിയാനെ കാണുമ്പോൾ അല്ല ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതിന് ഇത്രയും ഒരുങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് അവന് ഡൗട്ട്. അവളെ തന്നെ ഉത്തരം പറയാതെ അവന്റെ അടുത്തേക്ക് എത്തി അദ്ദേഹം എന്റെ റോൾ മോഡലാ, അപ്പൊ കുറച്ച് ഒരുങ്ങിന്നിരിക്കും, എന്തായാലും താനെപ്പോഴാ പോകുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ നിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ പിക്ക് ചെയ്തുകൊണ്ട് വരും, ആ സമയത്ത് ഞാൻ പിയുടെ കൂടെ പൊക്കോളാന്ന് അവൻ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവള് പോകാനായി ഇറങ്ങാണ്. കഴിക്കുന്നില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല പോയിട്ട് തിരക്കുണ്ടെന്നും പറഞ്ഞു അവള് ഭയങ്കര ബിസിയാണ്. അങ്ങനെ അവിടെ പിയുടെ കൂടെ പോകുന്ന സമയത്താണ് അവൾ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ആക്ച്വലി അവള് പറഞ്ഞ അനോണിമസ് ആയ പേരിൽ പല ഹിറ്റ് ബുക്കുകളും എഴുതിക്കൊണ്ടിരുന്ന ഒരാളെയാണ് ഇവൾക്ക് കാണേണ്ടിയിരുന്നത്. ആ ആള് മറ്റാരുമല്ല ഈ പി ആണ് അതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ ഇപ്പോ ശരിയാക്കി തരാന്ന് അവൻ അത്ര കോൺഫിഡന്റ് ആയി പറഞ്ഞതും. എന്തായാലും അവൾ ആകെ വണ്ടറാവുന്നു. അവൾ പി എ പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയം അവിടെ ഒരു ചെറിയ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. ഈ ഒരു ബുക്ക് സ്റ്റോൾ ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉള്ളതാണ്. അവൾ അവിടെ വളരെ കൗതുകത്തോടെ ചെല്ലുമ്പോൾ അവിടെ മോ അവളെ കാത്തു നിൽപ്പുണ്ട്. അന്ന് വർഷങ്ങൾക്ക് മുന്നേ അവൾ ഇവിടുന്ന് ഒരു ബുക്ക് എടുക്കാനായി നോക്കിയപ്പോ ഈ ബുക്ക് ഞാൻ ഓൾറെഡി നോക്കി വെച്ചതാണെന്ന് പറഞ്ഞ് മോ അത് എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതേ ബുക്ക് ഇവിടെ വെച്ച് അവൻ അവൾക്ക് കൊടുത്തുകൊണ്ട് ആ ലവ് ലെറ്റർ പരിപാടി നടന്നിട്ട് ഇപ്പൊ 6 വർഷങ്ങളായെന്ന് പറഞ്ഞ് അവൻ അവളെ വിഷ് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അവള് പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അന്ന് അവൻ വെച്ചിട്ട് പോയ ലവ് ലെറ്ററിൽ ഇവള് അത് വായിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അടയാളപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് ഇവളെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റാക്കി ഗുവാനാണ് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് മോയെ നാണം കെടുത്തിയത്. എന്തായാലും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്നതിന് മുന്നേ അവൾ അതില് എനിക്ക് ഇഷ്ടമാണെന്ന് മറുപടി എഴുതിയിരുന്നു. പക്ഷെ അന്ന് പിന്നീട് നടന്ന കോലാഹലത്തിൽ അവൻ പിന്നീട് അതൊന്നും കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തായാലും അവൻ തന്നെ മനസ്സിലാക്കണമെന്നും തന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. 6 വർഷങ്ങൾക്ക് മുന്നേ അവൻ അവളോട് പറയാൻ ആഗ്രഹിച്ച പ്രണയം ഇപ്പോഴും ഒരു തുള്ളി വീര്യം ചോരാതെ അവന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ആ സമയത്ത് അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അവളും അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവൻ തന്റെ മുന്നിൽ ആൾമാറാട്ടം നടത്തി കള്ളം പറഞ്ഞു എന്ന ദേഷ്യമൊക്കെ മാറി അവളും അവന്റെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ രണ്ടുപേരും കിസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കാണുന്നത് ഒരു കല്യാണമാണ്. സംശയിക്കാൻ നിയാന്റെയും മോയുടെയും കല്യാണം തന്നെ. ഓൾറെഡി ലു എന്ന പേരിൽ ഇവൻ നിയാനെ തന്നെ കല്യാണം കഴിച്ചെങ്കിലും അവന്റെ റിയൽ ഐഡന്റിറ്റിയില്ല ഇപ്പൊ കല്യാണം നടക്കുന്നത്. കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ രണ്ടമ്മമാരും അവരുടെ കൂടെ ഹാപ്പി ആയി തന്നെ ഉണ്ട്. ഇപ്പൊ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തുന്ന ഒരു അപ്പൂപ്പൻ ഓൾറെഡി ഇവരുടെ മുന്നത്തെ ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എത്തിയിട്ട് നിയാനെ ആശംസിക്കാണ്. നോക്കുമോളെ നല്ല പയ്യനാ കേട്ടോ, മുന്നത്തെ പയ്യനേക്കാളും കൊള്ളാന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് പോകുമ്പോ രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിക്കുന്നു. ആ അപ്പൂപ്പൻ പറഞ്ഞ കോംപ്ലിമെന്റ് കേട്ട് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് മോ ചോദിക്കാണ്. കാരണം രണ്ടും അവൻ തന്നെയാണല്ലോ. അവൾ അത് കേട്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ പിന്നീട് വെഡിങ് സെറമണി ആരംഭിക്കാൻ നേരമാകുന്നത് കൊണ്ട് തന്നെ പി എ മോയെ ഒരുക്കാണ്. എങ്ങനെ ചിരിക്കണം, എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യണം എന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഗുവാൻ എത്തുന്നു. ഗുവാനെ കണ്ട് ഇവൻ എന്താ ഇത് കൊളാക്കാമെന്നാണോ എന്ന് മോ നോക്കുമ്പോ ഗുവാന്റെ കൂടെ കൊളീഗ് വന്നിട്ടുണ്ടായിരുന്നു. കൊളീഗിന്റെ ജോലിയൊക്കെ പോയില്ലേ. ഗുവാൻ ആണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ കല്യാണത്തിന്റെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വന്ന അവന്റെ അസിസ്റ്റന്റ് ആയി താനും വന്നതാണെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ മോയ്ക്ക് സമാധാനമാവുന്നുണ്ട്. എന്തായാലും അപ്പോഴാണ് വെഡിങ് സെറമണി 10 മിനിറ്റിനകം ആരംഭിക്കുമെന്ന അനൗൺസ്മെന്റ് വരുന്നത്. അത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ മോയ്ക്ക് ഒരു ടെൻഷൻ. അത് മനസ്സിലാക്കുന്ന പി എ ഇപ്പോഴാണ് നിങ്ങൾ ഒരു സാധാരണ നിലയിലേക്ക് വന്നത് എന്നെല്ലാം പറഞ്ഞ് അവനെ ചിയർ ചെയ്യുന്നു. കാരണം അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ മോയുടെ മുഖത്ത് സാധാരണ വരാറുള്ളതല്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ അവൻ ഓട്ടോമാറ്റിക്കായി വരാൻ തുടങ്ങും. അങ്ങനെ വിവാഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കാനായി രണ്ടുപേരും വേദിയിൽ നിൽക്കുന്നു. അവിടെ വെച്ച് പണ്ട് ഞാനു വേണ്ടി എഴുതിയ ആ ഒരു ലവ് ലെറ്റർ വേദിയിൽ നിന്നുകൊണ്ട് മോ വായിക്കുമ്പോൾ അവൾക്ക് ആകെ നാണം വരുന്നുണ്ട്. അങ്ങനെ വെഡിങ്ങിന്റെ വോവ്സ് ഒക്കെ പറഞ്ഞ് രണ്ടുപേരും ചടങ്ങുകൾ പൂർത്തിയാക്കി റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത് പരസ്പരം കിസ് ചെയ്ത് ഇപ്പോ റിയൽ മാരീഡ് കപ്പിളായി മാറുകയാണ്. മുന്നത്തേത് ആൾമാറാട്ടോ ആയിരുന്നു, ഒരു ഫേക്ക് മാരേജുമായിരുന്നു. പിന്നീട് തന്റെ ചിരകാല അഭിലാഷമായ ആ ഒരു പ്രൊമോഷനോട് കൂടിയ വിദേശ പഠനത്തിനും അവിടുത്തെ കാര്യങ്ങൾക്കുമൊക്കെയായി നിയാൻ പുറപ്പെടാൻ നിൽക്കുന്നു. അവൾ ഇത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അവളിപ്പോ അത് നേടിയെടുത്തിരിക്കുന്നു. പക്ഷെ അവൾക്ക് ഇപ്പൊ ഇവനെ ഇട്ടിട്ട് പോകാൻ തീരെ മനസ്സില്ല. അവൾ അങ്ങനെ പോകാൻ മടിച്ച് കുറുകി ഇവന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവൻ അവളെ നീ ഇത് നേടിയെടുത്തത് ചുമ്മാ കളയാനല്ല, പോയിട്ട് വന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ രണ്ടുപേരും ഇപ്പോ രണ്ടിടങ്ങളിലായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദൃശികമായി ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം മോയെ ഫോൺ ചെയ്യുന്ന നീ ഇപ്പൊ എവിടാ എന്തെടുക്ക എന്ന് ചോദിക്കുമ്പോ ഹലോ ക്ലാസ്മേറ്റ് എന്നൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോ മോ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അവൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സർപ്രൈസ് ആയി വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അടുത്തേക്ക് എത്തുമ്പോ അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് അവൾ അല്ല എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖം, എന്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ ഈ മുഖം ഉണ്ടെന്ന് തോന്നല്ലോ എന്ന് അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും എന്റെ ഭാര്യയെ ഫോളോ ചെയ്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പിയായി ഒന്നിച്ചുള്ളത് കാണിച്ചുകൊണ്ട് ഇനി ലൈഫ് ലോങ് ഒന്നിച്ചുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.